ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ചാനലിൽ പുതിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ പേര് വൈറ്റൽസ് ആൻഡ് വോയിസസ് വിത്ത് ഫാത്തിമ. അപ്പം നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഗസ്റ്റ് എന്ന് പറയുന്നത് അഞ്ജുവും ആണ്. ആൻഡ് എനിക്ക് തോന്നുന്നു പേര് ഞാൻ കുറേ തെറ്റിക്കുന്നു. എന്താണ് കറക്റ്റുള്ള പേര്? അഞ്ജുവും. ANJOOM. ഓ, നല്ല വെറൈറ്റി പേര്. ആരാണ് ഈ പേരിട്ടത്? സ്വാഭാവികം വീട്ടിലാവല്ലോ. ഇൻട്രൊഡക്ഷൻ പറയൂ. ഏത് സെം? യൂണിവേഴ്സിറ്റി? ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിലെ ഫൈനൽ ഇയേഴ്സ് മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. ഒരു ഫൈനൽ ഇയർ ആകുമ്പോൾ ക്രൂഷ്യൽ ഒരു മറ്റേ റാപ്പിംഗ് സംഭവമാണ് ബാക്കിൽ ഓട്ടത്തിലെ ലാസ്റ്റ് എൻഡിലെ ഓട്ടത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്, ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ടിബിലിസി ചൂസ് ചെയ്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ജോർജിയ ചൂസ് ചെയ്തു? ജോർജിയ ചൂസ് ചെയ്യാൻ ഞാൻ ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ വേറൊരു രാജ്യം നോക്കിയിട്ടുണ്ടായിരുന്നു, മോൾഡോവ എന്ന് പറയും. നമുക്കറിയാം 7 വർഷം എന്തോടത്തെ കോഴ്സ് ഉണ്ടെന്ന് മാത്രമേ എനിക്കറിയാം. യെസ് അവിടെ ഒരു അതൊക്കെ സത്യം പറഞ്ഞാൽ 7 കൊല്ലം 6 കൊല്ലം 5 കൊല്ലം എന്നുള്ള ഏജൻസിൻ്റെ ഓരോ പ്രശ്നങ്ങളാണ് പറയുന്നത്. എല്ലായിടത്തും NMCൻ്റെ അക്രഡിറ്റേഷനും കാര്യങ്ങളും അംഗീകരിക്കുന്ന യൂണിവേഴ്സിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ജോർജിയയിൽ ഇപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഫേക്ക് ന്യൂസ് ഇറങ്ങാറുണ്ട്. അപ്പോൾ അതേപോലെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് മോൾഡോവ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. മോൾഡോവ ഞാൻ നോക്കി എല്ലാ വർക്ക്സും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഒരു ലാസ്റ്റ് സമയമാകുമ്പോഴാണ് ഇക്കാക്ക ഒരു ജോർജിയ എന്നുള്ള ഓപ്ഷനായിട്ട് വരുന്നത്. അതായത് ഓൾമോസ്റ്റ് വിസ വർക്ക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ജസ്റ്റ് ഫ്ലൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ മോൾഡോയിലോട്ട്. അപ്പോഴാണ് ഫീസ് ഇനീഷ്യൽ പേയ്മെൻറ്റ് അടിച്ചു $1,000 എന്തോ അടിച്ചിട്ടുണ്ടായിരുന്നു. അതെ, അത് സർവീസ് ചാർജും പേയ്മെൻ്റ് ഒക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ സമയത്താണ് ജോർജിയ നല്ല രാജ്യമായിട്ട് വരുന്നത്. അതിൻ്റെ ഫ്രണ്ട് ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജോർജിയയിലോട്ട് ചൂസ് ചെയ്ത്. ജോർജിയ വന്നിറങ്ങുമ്പോൾ ഒരു യൂറോപ്യൻ കൺട്രി ആയിട്ടാണ് നമ്മുടെ മനസ്സിൽ എല്ലാം ജോർജിയ. പക്ഷെ ആക്ച്വലി ഒരു ഏഷ്യ കൺട്രിയാണ് ജോർജിയ. അത് പലർക്കും അറിയത്തില്ല. എല്ലാവരുടെയും വിചാരം ജോർജിയ എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ കൺട്രി ആയിട്ട്. ബട്ട് സ്റ്റിൽ നൗ ഇതുവരെയും യൂറോപ്യൻ ആയിട്ടില്ല. ലൈക്ക് പ്രോസസിംഗിലാണ്. അതെ, കാൻഡിഡേറ്റ് ലിസ്റ്റിലുണ്ട്. ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ ഇത് യൂറോപ്യൻ കൺട്രി എന്ന് വെച്ചിട്ട് ഞാനും വന്നത്. ഞാനും ഇവിടെ എത്തിയതിന് ശേഷമാണ് ഇതൊരു യൂറോപ്യൻ കൺട്രി അല്ല, യൂറോപ്യൻ കൺട്രിയിലോട്ട് ആവാൻ പോകുന്നുള്ളൂ എന്നുള്ള കാര്യം ഞാനും അറിയുന്നത്. ഇത് ഞാൻ വന്നന്ന് മുതലേ ഇതിന്റെ പ്രോസസിംഗിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്ലൈറ്റ് മറ്റേ ഇറങ്ങുമ്പോൾ എന്താണ്, ടിബിലിസി എയർപോർട്ട് ഭയങ്കര ചെറിയ കണ്ടാലും ഭയങ്കര പാവം തോന്നുന്ന എയർപോർട്ടാണ്. വന്നിറങ്ങിയപ്പോൾ എന്താണ് ടിബിലിസിനെ പറ്റി തോന്നിയത്? അതായത് ഞാൻ ജോർജിയയിലോട്ട് വന്നിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ യൂറോപ്യൻ ഒരു ഫീൽഡിൽ അങ്ങനത്തെ ഒരു ഫീൽഡിൽ വന്നിറങ്ങണ പോലത്തെ ഒരു ഫീലായിരുന്നു എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ അങ്ങനത്തെ ഒരു എയർപോർട്ടിന്റെ ഭാഗം കാണുമ്പോഴൊന്നും അങ്ങനത്തെ ഒരു ഫീലും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പക്ഷെ പിന്നെ ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഇറ്റ്സ് ഗുഡ്. നമ്മൾ കമ്പയർ ഇപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് വന്ന് ഇങ്ങനത്തെ രാജ്യത്തോട്ട് വരുമ്പോൾ ഒരു യൂറോപ്യൻ ഫീൽ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല. ഒരു മീഡിയം ആ റേഞ്ചിലുള്ള രാജ്യമാണ്. ഞാൻ നിൽക്കുന്ന വർക്കത്തിലിനെ വെച്ച് നോക്കുമ്പോൾ ഇത് സ്വർഗം. വർക്കത്തിൽ ഒരുമാതിരി, അതെ, വർക്കത്തലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ സബൂർത്താലോ ഇറ്റ്സ് എ റിയലി ഗുഡ്. എല്ലാം ഇന്ത്യൻ റെസ്റ്റോറന്റ് ആണെങ്കിലും ഉണ്ട്, ടീ ഷോപ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോൾ കറന്റ് ഇപ്പം വരുന്ന കുട്ടികൾക്ക് ആക്ച്വലി നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. നാട് മിസ് ചെയ്യത്തില്ല. കാരണം മലയാളികൾ ഒത്തിരി പേരുണ്ട്, ഇന്ത്യൻ റെസ്റ്റോറന്റ് ഒരുപാടെന്ന് വെച്ചാൽ നമുക്കിപ്പം തട്ടിട്ട് നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയാണ് ഇന്ത്യൻ റെസ്റ്റോറന്റില്. അപ്പൊ പക്ഷെ വരുമ്പോ ഒരു 6 ഇയേഴ്സിന് മുമ്പ് വരുമ്പോ ഇത്രത്തോളം ഞാൻ വരുന്ന സമയത്ത് ഇത്രത്തോളം ഡെവലപ്ഡ് അല്ല. അതായത് ജോർജിയ ഞാൻ കാണുന്ന ഒരു ഫേസിൽ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ഓൾഡ് സിറ്റി, അങ്ങനത്തെ ഒരു ഫേസാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഒരുപാട് വരുന്ന കുട്ടികൾക്ക് വീണ്ടും നല്ലൊരു യൂറോപ്യൻ ഒരു ഫീൽ കിട്ടും, ഒരു കൾച്ചറും കിട്ടും, ഫീലും കിട്ടും. കാരണം അങ്ങനത്തെ ആൾക്കാർ ഇപ്പോൾ ഒരുപാട് യൂറോപ്യൻ ആൾക്കാർ ഇവിടെ ഉണ്ട്, കറന്റ് ഇപ്പോൾ ഉണ്ട്. അതുപോലെ ഞാൻ വന്ന സമയത്ത് ഞാൻ അനുഭവിച്ച ഡിഫിക്കൽറ്റിയാണ് ഈ ജോർജിയൻസിന് ഇംഗ്ലീഷ് അറിയില്ല. ഇപ്പൊ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളൊക്കെ വന്ന സമയത്ത് പറയുമ്പോൾ ഇവിടെ ജോർജിയൻസിന് ഇംഗ്ലീഷ് അറിയാം. അന്നൊക്കെ ഞങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നടക്കുകയാണ്. അതായത് ഫോണിൽ ട്രാൻസ്ലേറ്റ് അവർ സംസാരിക്കും, ഞങ്ങൾ അതിന് മലയാളത്തിൽ സംസാരിക്കും. അങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ട്. ഇപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല. അത്യാവശ്യം എല്ലാവർക്കും ജോർജിയൻ അറിയാം. നമുക്ക് ജോർജിയൻ അറിയത്തില്ല, അവർക്ക് ഇംഗ്ലീഷ് അറിയാം. അതാണ് കറക്റ്റ്. നമ്മുടെ ഫുഡ്, ജോർജിയൻസിന്റെ ഫുഡ് എന്ന് പറയുന്നത് വെറൈറ്റീസ് ഓഫ് ഫുഡാണ്. അപ്പൊ നാട് മിസ് ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ വന്ന ടൈമിൽ മിസ് ചെയ്തിരുന്നു ഒരുപാട്. അതായത് നാട്ടിലെ റെസ്റ്റോറന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വന്ന സമയത്ത് ആകെ ഒരു മലയാളി റെസ്റ്റോറന്റ് അവിടെ ഉള്ളത്, ഒറ്റ മലയാളി റെസ്റ്റോറന്റ്. അവിടെ ഭയങ്കര പ്രൈസും. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഭയങ്കര ലക്കിയാണ്. ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ആയി, അതുപോലെ ടീ ഷോപ്സ് ഒരുപാടായി എല്ലായിടത്തും. ഇപ്പോൾ കുട്ടികളെ ഗ്യാദർ ചെയ്യാൻ പറ്റിയ നല്ല ഒരുപാട് സ്പോർട്സ് കാര്യങ്ങളൊക്കെ വന്ന്. പക്ഷേ ഇല്ലേ, എക്സ്പെൻസ് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളിപ്പോഴും ഞാനൊക്കെ വന്ന ടൈമിൽ ഫുഡ് കഴിക്കാൻ ഒരു ബിരിയാണിക്ക് ഇത്ര രൂപയായി. ഒരു ബിരിയാണിക്ക് ഇവിടെ
ഒരു 10 ലരി അല്ലെങ്കിൽ 8 ലരി 300 രൂപയുടെ ഒരു ബിരിയാണി എന്ന് കഴിക്കുന്നത് നമ്മൾ തുടക്കം വിചാരിച്ചു, പക്ഷെ ഇപ്പം നോർമൽ. അതെ, അതായത് ഇപ്പൊ ഞാൻ വന്ന് അതിപ്പോ ഞാൻ നീ എന്ന് മാത്രമല്ല, അതായത് ഇപ്പോൾ ഇവിടെ ഏത് കുട്ടികൾ വരികയാണെങ്കിൽ പോലും അവർ വന്ന ഒരു ഫസ്റ്റ് ഒരു 1-2 months അവർ ഒന്നും വാങ്ങിക്കൂല. അതായത് അതെ, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നേരെ റൈറ്റ് നോക്കും, അപ്പൊ നേരെ അപ്പൊ തന്നെ ഗൂഗിളിൽ എടുത്തിട്ട് കൺവേർട്ട് ചെയ്യും. 10 ലാരെന്നാണ് നാട്ടിൽ, 300 രൂപ ഈ ഒരു സാധനത്തിനോ, വേണ്ട 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 വേണ്ട, അങ്ങനത്തെ ഒരു ടൈം ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ നമ്മൾ ഗ്രാജുവലി അത് മാറ്റിയെടുത്തു, കാരണം നമുക്ക് മനസ്സിലായി ഗൂഗിൾ എന്നുള്ള സാധനം, ഗൂഗിൾ ഡ്രൈവ് എന്നുള്ള സാധനം നമ്മൾ മാറ്റിയില്ലെങ്കിൽ ഇന്ത്യൻ റുപ്പി നമ്മൾ കംപ്ലീറ്റ്ലി വിടുക, അല്ലാതെ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ബിരിയാണി കഴിക്കാനാണെങ്കിലും ഇനി നോർമൽ സാധാ റൈസ് വാങ്ങിക്കാനാണെങ്കിൽ പോലും ആ ഗൂഗിൾ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നടക്കൂല. ഓരോ രാജ്യത്ത് അവരുടേതായിട്ടുള്ള ഫിക്സ്ഡ് പ്രൈസ് ഉണ്ട്, അത് നമ്മൾ പേ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ അങ്ങോട്ട് മാറ്റിയെടുത്തു, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് കറക്റ്റ്. ജോർജിയ ഒരു ടൂറിസ്റ്റ് കൺട്രിയാണ്, പക്ഷെ സാധാ ഒരു ഇപ്പം അസർബൈജാൻ അങ്ങനത്തെ അതും ടൂറിസ്റ്റ് കൺട്രി ആയിരിക്കും അല്ലേ? പക്ഷെ അപ്പൊ അതിൽ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് അല്ലേ ജോർജിയ എന്ന് പറയുന്നത്? ജോർജിയ എക്സ്പെൻസീവ് ആണോ വെച്ചപ്പോൾ കറന്റ് ഇപ്പോഴാണ്, ഇപ്പൊ നിങ്ങൾ വന്ന ഇപ്പൊ ഈ സമയത്തുണ്ടല്ലോ, ഇപ്പോഴാണ് ഇത് എക്സ്പെൻസീവ്. ഞാൻ വന്ന ഫസ്റ്റ് ഇയറിനൊന്നും ഇത്ര എക്സ്പെൻസീവ് അല്ല. ഈ അപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഫുഡ് ആണെങ്കിലും ഒന്നും ഇത്ര എക്സ്പെൻസീവ് അല്ലായിരുന്നു. ഇത് ഈ ഉക്രൈൻ വാറിന് ശേഷമാണ് ഈ സാധനങ്ങൾക്കൊക്കെ വില കൂടി, അങ്ങനെയാണ് ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആയത്. കുറച്ച് എക്സ്പെൻസീവ് ആയത്. ഇത് ടൂറിസ്റ്റ് കൺട്രി ആയതുകൊണ്ട് അല്ല, ടൂറിസ്റ്റ് കൺട്രി ആയിട്ട് അങ്ങനത്തെ വലിയൊരു ചേഞ്ച് ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഇല്ല, ഇങ്ങനത്തെ ഈ വാറിന് ശേഷം ഇങ്ങോട്ട് ഒരുപാട് ആൾക്കാർ വന്നതും ഈ സാധനങ്ങളിൽ കിട്ടാത്ത അവൈലബിലിറ്റി കുറഞ്ഞതുകൊണ്ടൊക്കെയാണ് ഈ റേറ്റ് കൂടിയത്. പിന്നെ ആ റേറ്റ് കണ്ടിന്യൂ ചെയ്ത് പോയി, അതുണ്ടായത്. അതെ. ഇനീഷ്യൽ സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത് എന്താണ്? ഇപ്പൊ കുക്കിംഗ് ആവാം ചിലവർക്ക്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറിക്കുന്ന ഹോം സിക്നസ് ആവാം. കുക്കിംഗ് ഒരു ക്രൂഷ്യൽ സാധനം തന്നെയാണ്. അതായത് നിങ്ങൾക്ക് അറിയാലോ, വീട്ടിൽ നിൽക്കുമ്പോൾ വീട്ടിലുമ്മ ഇങ്ങനെ മുന്നോട്ട് ഫുഡ് ഇങ്ങനെ കുക്ക് ചെയ്ത് കൊടുന്നരും, നേരെ കഴിക്കുക, അത്രേ ഉള്ളൂ. ഇവിടെ നിന്ന് നമ്മൾ തന്നെ ഫുഡ് അറേഞ്ച് ചെയ്യണം, കുക്ക് ചെയ്യണം, കഴിക്കണം, ഈ സാധനങ്ങൾ പോയി വാങ്ങിക്കണം. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഒരു വേറെ കാര്യം പറയുന്നത്, ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഒരു കുട്ടി വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽറ്റി അനുഭവിക്കുന്ന ഒരു സാധനമാണ് ഈ ഫുഡ്. അതായത് അവർക്ക് എവിടുന്ന് ചീപ്പിന് സാധനങ്ങൾ കിട്ടും എന്നറിയില്ല. അരി കിട്ടുന്ന നമ്മളൊക്കെ കെയർഫുൾ മറ്റേ മഞ്ഞ അരിയാണ് മേടിക്കുന്നത്, അത് ഒരു വിസിൽ കൂടി പോയാൽ കഞ്ഞി. അതെ, അതാണ് അവസ്ഥ. അപ്പോൾ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ഡിഫിക്കൽറ്റിയാണ് ഫുഡിന് ചീപ്പായിട്ട് എവിടെ നിന്നൊക്കെ സാധനം വാങ്ങിക്കാം. അപ്പോൾ എല്ലാവരും ഒരു ഫസ്റ്റ് 1-2 months റെസ്റ്റോറൻറ്റ് മെസ്സ് കാര്യങ്ങൾ പ്രിഫർ ചെയ്യും. ആ സമയത്ത് നമ്മൾ കുക്കിങ്ങിന്റെ ബാക്കിലായിരുന്നു ഞാനൊക്കെ. അതായത് എങ്ങനെയാണെങ്കിലും ഇതിനൊരു സ്പോട്ട് കണ്ടെത്തിയേ പറ്റുള്ളൂ. ആ സമയത്ത് ഫസ്റ്റ് ഇയറിലൊക്കെ ഞങ്ങൾ കുക്കിംഗ് ആയിരുന്നു മെയിൻ ആയിട്ട്. വന്ന ടൈം തൊട്ടേ കുക്കിംഗ് ആയിരുന്നു. ഭയങ്കര പാടാ, നല്ല ബഡ്ജറ്റ് ആയിരുന്നു സമയത്ത്. അതായത് ആ സമയത്ത് നമ്മൾ എക്സ്പെൻസ് നോക്കിയിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ വേറെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ അവർ പറയുന്നത് ഇത്ര എക്സ്പെൻസ് ഒന്നും ആവണ്ട, ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് വീണ്ടും ഞങ്ങൾ ചെറിയ ഷോപ്പ് തപ്പിപ്പോയി. അങ്ങനെ ഷോപ്പുകൾ കണ്ടുപിടിച്ച് അവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങി. അതിൻ്റെ മുന്നേ വരെ റൂമിൻ്റെ നേരെ താഴെ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ഇതിലുണ്ടാവും, അത് നമ്മൾ റൈറ്റ് ഒന്നും നോക്കാതെ നേരെ അവിടെ നിന്ന് വാങ്ങിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ പഠിച്ചു. വന്ന ടൈമിൽ അപ്പാർട്ട്മെന്റ് ആയിരുന്നു അതോ? അപ്പാർട്ട്മെന്റ് ആയിരുന്നു വന്ന സമയത്ത് തന്നെ. യുജിയിലാണ് പഠിക്കുന്നത്. അതെ അതെ. യുജിക്ക് സ്വന്തമായിട്ട് ഹോസ്റ്റൽ ഉണ്ടായിരുന്നു, അത് ഈ കൊറോണ സമയത്ത് ക്ലോസ് ചെയ്തതാണ്. അപ്പൊ നിങ്ങൾ വരുന്ന കൊറോണ സമയത്താണ് ഞാൻ വന്നിട്ടുള്ളത്. അതെ. അപ്പൊ നാട്ടിൽ നിന്ന് കൊറോണ ടൈമിലാണ് ഫ്ലൈ ചെയ്ത് ഇവിടെ എത്തുന്നത്. അതെ, ഞാൻ ഇവിടെ എത്തിയ സമയത്താണ് കൊറോണ ജോർജിയയിലൊക്കെ എല്ലായിടത്തും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്തായിരുന്നു മാനസികാവസ്ഥ? അതായത് ഇവിടെ വന്ന എൻ്റെ ലോക്കാണ്. അതായത് ഓഫ്ലൈൻ ക്ലാസ്സസ് ഇല്ല, ഓൺലൈൻ ക്ലാസ്സസ് ഓൺലി ഉള്ളൂ. പിന്നെ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, കർഫ്യൂ കാര്യങ്ങൾ. ഇവിടെ കർഫ്യൂ ഉണ്ടായിരുന്നു. ഇവിടെ എന്താ വെച്ചാൽ രാവിലെ മുതൽ രാത്രി കർഫ്യൂ, രാവിലെ പുറത്തിറങ്ങാൻ പറ്റും. ഇവിടെ മറ്റേ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മറ്റേ ഡ്രോണൊക്കെ വെച്ചിട്ട് ആൾക്കാർ പോകുന്ന സംഭവം കണ്ടില്ലേ? ബാക്കിൽ ഓടി പിടിക്കുന്ന സീൻ, അങ്ങനത്തെ സാധനം ഇവിടെ ഇല്ല. ബട്ട് സ്റ്റിൽ രാത്രി പറഞ്ഞ പോലെ രാത്രി 10 മണി മുതൽ രാവിലെ 5 മണി വരെ കർഫ്യൂ ആണ്. അങ്ങനെ ഉണ്ടായിരുന്നു. മോർണിംഗ് ടൈം ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. പക്ഷെ രാത്രി എനിക്ക് ഓർമ്മയുണ്ട്, കാരണം രാത്രി പുറത്തിറങ്ങിയ ഒരുപാട് ഫ്രണ്ട്സിന് ഫൈൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഫൈനുകളാണ് ഇവർ ഹോൾഡ് ചെയ്യുന്നത്, മെയിൻ ഫൈൻ. അതെ, അപ്പം അങ്ങോട്ട് TRC റെസിഡൻസ് കാർഡ് വാങ്ങിക്കും, അതിൽ ഫൈൻ അടിച്ചു തരും. അതാണ്. പക്ഷെ എൻ്റെ അറിവിൽ ഞാൻ അറിഞ്ഞത് അന്ന് ഫൈൻ അടിച്ച ആൾക്കാർക്ക് അത് ക്യാൻസൽ ചെയ്ത് കൊടുത്തിട്ടോ. അതൊരു കോവിഡിന്റെ പ്രശ്നം കൊണ്ട് അത് ക്യാൻസൽ ചെയ്യാനൊരു വേൾഡിലൊരു റൂൾ ഇറങ്ങിയിട്ട് എന്തോ ഇത് ഇറങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് അങ്ങനെ എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ജോർജിയയിൽ അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇക്ക വരുമ്പം ഓൺലൈൻ ക്ലാസ്സസ് ആണ്. എത്ര സെമസ്റ്റർ ഓൺലൈൻ ക്ലാസ്സസ് ആയിട്ട് പോയി? ഞാനൊരു 1.5 കൊല്ലം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അതിനെന്തെങ്കിലും ഒരു ഡിഫിക്കൽറ്റി തോന്നിയോ? ഓൺലൈൻ ക്ലാസ്സിന് ഡിഫിക്കൽറ്റി പറഞ്ഞാൽ അപ്പോൾ നാട്ടിൽ നിന്ന് ഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കുട്ടി നേരെ വന്ന് ഓൺലൈൻ ക്ലാസ്സിന് കയറുകയാണ്. ഇറ്റ്സ് എൻ്റർലി ഡിഫറെൻറ്റ്. അത് നമുക്ക് ഭയങ്കര ഡിഫിക്കൽറ്റി തന്നെയാണ്. അതായത് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിന് സീരിയസ് ആയിട്ട് പഠിക്കാൻ വേണ്ടി MBBS എന്നൊരു കോഴ്സ് എടുത്ത് പഠിക്കാൻ വന്ന് നേരെ ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ്സിന് കയറുമ്പോൾ ഭയങ്കര ഡിഫിക്കൽറ്റി. വീട്ടിൽ നിന്ന് ഭയങ്കര പ്രഷർ, ഇതിന് വേണ്ടിയാണോ പോയത്, എന്നാൽ പിന്നെ ഇവിടെ നാട്ടിൽ നിന്നാൽ പോരുന്നത്, നാട്ടിൽ തിരിച്ചു പോകാൻ ഫ്ലൈറ്റും ഇല്ല, ഫ്ലൈറ്റും എയർപോർട്ടെല്ലാം ക്ലോസ് ചെയ്തല്ലോ. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്ത്. ബട്ട് സ്റ്റിൽ വി സർവൈവ്ഡ്.
അപ്പൊ ഇതിനു മുമ്പ് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, നാട്ടിലൊക്കെ ട്രൈ ചെയ്തായിരുന്നു നീറ്റ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നീറ്റ് ഫസ്റ്റ് ഒരു റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൂ അതോ? അതായത് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്ത് അതിൽ ക്വാളിഫൈ ആയി വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ ജോർജിയയിലോട്ട് അഡ്മിഷൻ എടുത്തത്. ബുദ്ധിപരമായിട്ടൊരു അതെ, അല്ല എനിക്ക് നാട്ടിൽ പൊതുവെ പഠിക്കാൻ താല്പര്യം ഇല്ലായിരുന്നു. ഞാൻ എങ്ങോട്ടേലും പുറത്ത് പോകണം, പണ്ട് മുതലേ ഈ ഫ്രണ്ട്സ് ഇവരൊക്കെ പറയുന്നത് ഇങ്ങനെ അബ്രോഡ് വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി എന്തെങ്കിലും കോഴ്സ് എടുക്കുക, പഠിക്കുക, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു ഞങ്ങളുടെ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്ത് പോയി പഠിക്കാനായിരുന്നു താല്പര്യം. അപ്പോൾ ഞാൻ അധികം കോൺസെൻട്രേറ്റ് ചെയ്തില്ല, എനിക്ക് ജസ്റ്റ് ക്വാളിഫൈ ആവുക, പുറത്ത് പോവുക. MBBS എടുക്കാനുള്ള കാരണം എന്താണ്? MBBS എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഡ്രീമാണ്. MBBS മുന്നേ ഞാൻ MBBS എടുക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളാണ് കൊച്ചിലെ മുതൽ. കുടുംബത്താരെങ്കിലുണ്ടോ? കുടുംബത്തില് ബാബി MBBS ആണ്, ഇക്കാന്റെ വൈഫ്. നിങ്ങൾ കേരളത്തിൽ എവിടെ? ആക്ച്വലി മലപ്പുറം. ഞാൻ ആലപ്പുഴയാണ്. നമുക്ക് സ്ലാങ് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അതെ, അതിപ്പോ ഇവിടെ നമ്മളൊരു ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ അറബ്സ്, ഇറാനിയൻസ് ഇങ്ങനെ ഒരുപാട് ടീം ഉണ്ടാവും. അവരുടെ അടുത്ത് തന്നെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തന്നെ അതിൽ ചേഞ്ച് ഉണ്ടാവും. അതേപോലെ തന്നെ ആലപ്പുഴയായിട്ട് ഒരു ബന്ധമില്ല, മലപ്പുറം ഡിഫറെന്റ്. അതെ, നല്ല ഡിഫറെന്റ്. അതെ. അപ്പം ആദ്യത്തെ 1.5 സെമസ്റ്റർ, ഒരു വർഷം, അത് സെക്കൻഡ് ഇയർ ഫുള്ള് പോയോ? അല്ല, ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് സെമ്മും. അപ്പൊ ഫോർത്ത് സെമ്മ് തൊട്ട് ഓഫ്ലൈൻ ക്ലാസ്. അപ്പം ഫോർത്ത് സെമ്മിലാണ് ആക്ച്വലി ഒരു ഫസ്റ്റ് ഇയറിന്റെ പോലത്തെ ഒരു ഫീല് കിട്ടിയത്. അതായത് ഞങ്ങൾ ഓൺലൈനിൽ കണ്ടിരുന്ന ഡോക്ടേഴ്സിനൊക്കെ ഞങ്ങൾ ഡയറക്റ്റ് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ക്ലാസ് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഓൺലൈനിലെ ഫസ്റ്റ് ക്ലാസ്സോ? അല്ലല്ല, ഓഫ്ലൈൻ ഫസ്റ്റ്. ഓ പിന്നെ അത് മറക്കൂലല്ലോ. അതായത് ഒരുപാട് കാലത്തിന് ശേഷം, ഒരു നീണ്ട ബ്രേക്കിന് ശേഷം നമ്മൾ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയിലോട്ട് പോകല്ലേ, അത് എൻ്റർലി ഡിഫറെന്റ്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ചത്ത് കിടന്ന് മറ്റേ നീറ്റൊക്കെ പഠിച്ചിട്ട് ഒരു ഇനി പറ്റത്തില്ല, ഇനി ഞാൻ മരിച്ചു ആ ഒരു അവസ്ഥയിൽ തിരിച്ചിങ്ങോട്ട് കയറി വരുന്ന. അപ്പൊ എന്റെ മനസ്സിൽ നമ്മൾ മറ്റേ വൈറസ് സിനിമ, മെഡിക്കൽ കോളേജിന്റെ സിനിമ, ഭയങ്കര നമ്മൾ കോളേജിൽ കയറുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിള്ളേർ വൈറ്റ് കോട്ട് ഇട്ട് പോകുന്നു, അങ്ങനെ ഫുൾ നമ്മുടെ മൈൻഡിൽ മൊത്തം നാട്ടിൽ ആ ഒരു വൈബാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ എൻ്റർലി ഡിഫറെന്റ്. നമ്മൾ വൈറ്റ് കോട്ട് ഇടുന്ന ഭയങ്കര ചുരുക്കമാണ്. ക്ലാസ്സസിലൊന്നും നമ്മൾ വൈറ്റ് കോട്ട് അങ്ങ് ഇടാറേ ഇല്ല. അപ്പൊ ഇക്കാക്ക് അങ്ങനെയായിരുന്നു മനസ്സിൽ? അതായത് ആ സീനിൽ കാണുന്ന പോലെ അങ്ങനത്തെ ഓടേണ്ടി വരും ഞാൻ ഇപ്പൊ ചിന്തിച്ചില്ല, പഠിക്കുമ്പോൾ ചിന്തിച്ചില്ല. പക്ഷെ ഇത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഓടേണ്ടി വരും എനിക്കറിയാം. ഇപ്പൊ ഈ ഫൈനൽ ഇയർ ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഈ ഫസ്റ്റ് ഇയറിലെ കാര്യങ്ങൾ എനിക്ക് അങ്ങനത്തെ ചിന്തകളിലായിരുന്നു. പക്ഷെ ഈ ഫൈനൽ ഇയർ ആയപ്പോൾ ഞാൻ പറഞ്ഞില്ല, കുറച്ചുകൂടി ക്രൂഷ്യൽ സ്റ്റേജിലാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ആ ഓട്ടങ്ങളാണ് ഞങ്ങൾ ഓടിക്കൊണ്ട് നിൽക്കുന്നത്. അത് ഒരു ഓപ്പറേഷൻ തിയേറ്റർ അടുത്ത ഓപ്പറേഷൻ തിയേറ്റർ സർജറീസ് കാര്യങ്ങളുണ്ടാവും, അതിനുവേണ്ടി ഓട്ടം കാര്യങ്ങൾ. ഇതൊക്കെ കാണുമ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ ഓട്ടം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കത്താറുണ്ട്. പിന്നെ ഫസ്റ്റ് ഇയർ വരുമ്പം ഇപ്പം എൻ്റെ ഒക്കെ ആഗ്രഹം എന്ന് വെച്ചാൽ ഞാൻ കുറച്ചും കൂടി മെഡിക്കൽ റിലേറ്റഡ് വീട്ടിൽ നിന്ന് വരുന്നത്. എൻ്റെ ഫാമിലിയിലെ ഒരു ജനറേഷൻ മൊത്തം നേഴ്സാണ്, ഫുൾ വേറെ ഒന്നുമില്ല അവർക്ക്. അപ്പോൾ നേഴ്സുമാർ എന്നെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ ഇടും. അപ്പം ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ കാഷ്വാലിറ്റീസ്. ഓട്ടം എന്ന് പറഞ്ഞാൽ ഫുള്ള് ചിലപ്പോൾ ഒക്കെ അമ്മ മറ്റേ കോട്ടിൽ ഫുള്ള് റെഡ് കളറായിട്ട് വരും. അത്രയ്ക്കും റഷുള്ള ഹോസ്പിറ്റലൊക്കെയാണ് അമ്മ നിന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മനസ്സിലൊക്കെ ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ ജോർജിയ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കാരണം നമ്മൾ അവിടുന്ന് ഫീഡ് ചെയ്ത് വരുന്ന സംഭവം ഇതാണ്. പക്ഷെ ജോർജിയ ഇസ് എൻ്റർലി ഡിഫറെൻറ്റ്. നമ്മൾ പോവുക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക, തിരിച്ചു വരിക. നമ്മളൊരു സാധാ ഒരു ഡിഗ്രി പഠിക്കുന്ന പോലെ ചില സമയത്ത് എനിക്ക് തോന്നി. ഒരു സൈക്ലിങ്ങിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇക്കാക്ക് ആ ഒരു സംഭവം ഇല്ലായിരുന്നു. ആ ഒരു എനിക്ക് ഫസ്റ്റിലെ എനിക്കത് കിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇങ്ങനെ ഒരു ബ്രേക്ക് കിട്ടി, ഒരു ഓൺലൈൻ ക്ലാസ്സിന്റെ ബ്രേക്ക് കിട്ടി. പിന്നെ നേരെ അതേപോലെ ക്ലാസ്. പിന്നെ ഞങ്ങളെ യൂണിവേഴ്സിറ്റിയിൽ വൈറ്റ് കോട്ട് കമ്പൽസറിയാ. അതായത് മെഡിക്കൽ ബിൽഡിങ്ങിലോട്ട് കയറണമെങ്കിൽ വൈറ്റ് കോട്ട് കമ്പൽസറിയാ. യുജിയിൽ കമ്പൽസറി. നിങ്ങൾ ക്ലാസ്സിലും ഇതിടുവോ? ഓൺലൈൻ ക്ലാസ്സിലിരുന്നു, ഓഫ്ലൈനിൽ. പക്ഷെ അത് നല്ല കേട്ടോ, നമുക്കൊരു ബോധം വരുമല്ലോ. നമ്മൾ പഠിക്കുന്നത് മെഡിസിനാണ്. ഞാൻ പഠിക്കുന്ന SUയിൽ നമ്മൾക്ക് ക്യാപ്സിന് മാത്രമാണ് കോട്ട് നിർബന്ധമുള്ള. അല്ലാതെ സാധാ അനാട്ടമി, ഫിസിയോളജി പഠിക്കുമ്പോൾ നമുക്ക് കോട്ട് ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ നോർമൽ ഒരു ലെക്ചർ ഹാളിൽ പോകുന്നു, മാം പഠിപ്പിക്കുന്നു, തിരിച്ചു വരുന്നു. പക്ഷെ ഇതിപ്പം ഇത് ഞങ്ങൾ മെഡിക്കൽ ബിൽഡിങ്ങിലോട്ട് കയറുമ്പോൾ ക്ലാസ്സിന് കയറുകയാണെങ്കിൽ വൈറ്റ് കോട്ട് മസ്റ്റ് ആണ്. അതുപോലെ ഇപ്പോൾ ഞാൻ ഫൈനൽ ഇയർ ആണല്ലോ, അപ്പോൾ ഫോർത്ത് ഇയർ ഓൺവേർഡ്സ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ സ്ക്രബ്സും വേണം. നമുക്ക് സ്ക്രബ് നിർബന്ധമാണ്. അതെ. അപ്പം പിന്നെ ഈ നമ്മുടെ നാട്ടിലൊരു മെയിൻ ഒരു സംഭവമാണ് മറ്റേ വൈറ്റ് കോട്ട് സെറിമണി. ഇവിടെ നടന്നിട്ടുണ്ടോ? വൈറ്റ് കോട്ട് സെറിമണി എനിക്കില്ലായിരുന്നു ആ സമയത്തൊന്നുമില്ല. അത് കൊറോണ സ്റ്റേജിൽ ഞാൻ വന്നത്. അന്ന് ഈ ഗ്രാജുവേഷൻ പരിപാടി പോലും പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. ഫ്രഷേഴ്സ് പരിപാടി ഇല്ല, ഗ്രാജുവേഷൻ ഇല്ല, ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടില്ല വൈറ്റ് കോട്ട് സെറിമണി. പക്ഷെ ഞാൻ ഇപ്പം കുറെ ഏജൻസീസിന്റെ സംഭവം കാണുമ്പോൾ അവരൊക്കെ എന്തിലൊക്കെയല്ലേ കുറച്ച് പിള്ളേർ വിളിച്ചിട്ട് വൈറ്റ് കോട്ട് സെറിമണി നടത്തുന്നുണ്ട്. വൈറ്റ് കോട്ട് സെറിമണി ചെത്ത് കൊടുക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ എനിക്കതൊക്കെ മിസ്സായിട്ടുള്ളൂ. ഞാൻ എന്താ ചെയ്യുന്നത് ചില സമയത്ത് ഞാൻ ആലോചിക്കാറുണ്ട്. കുഴപ്പമില്ല, ഞാനും മിസ്സാക്കിയിട്ടുണ്ട് ഒരുപാട് എല്ലാ പരിപാടികളും. അതെ. പിന്നെ എങ്ങനെയുണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ? എങ്ങനെയുണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ? പറയുകയാണെങ്കിൽ നല്ല യൂണിവേഴ്സിറ്റിയാണ്. അതായത് എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല യൂണിവേഴ്സിറ്റി. കാരണം എൻ്റെ വേറെ എല്ലാ യൂണിവേഴ്സിറ്റിൻ്റെ ഫ്രണ്ട്സ് കാര്യങ്ങളുണ്ട്. അവരൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ഈസ് എ വെരി ഗുഡ് ഓപ്ഷൻ.
ഞാൻ നോക്കിയെടുത്തോളം. ഇപ്പൊ ഇപ്പൊ 6th ഇയർ ആയതുകൊണ്ട് ഇക്കക്ക് മോർ ക്ലിനിക്കലിനെ കുറിച്ചായിരിക്കും പറയാനുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഈ ജോർജിയയിലെ ക്ലിനിക്കൽ എക്സ്പോഷർ എങ്ങനെയാണ്? ക്ലിനിക്കലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ട്രാപ്പായ ഒരു കാര്യം പറയാം. ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് 1 year ഓൺലൈൻ ആയിരുന്നു. ഓൺലൈൻ ആയ സമയത്ത് പക്ഷെ നമ്മൾ വന്ന സമയത്തുള്ള ഡെഡിക്കേഷനോട് ഞാൻ നല്ല രീതിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് വന്നത് MBBSനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നല്ല രീതിക്കുള്ള ഒരു പഠിത്തം ആ ഒരു സമയത്ത് ഫസ്റ്റ് 1 year ഞാൻ സൺഡേസിൽ പോലും പുറത്തിറങ്ങാതെ ഞാൻ നല്ല രീതിക്ക് പഠിച്ചിട്ടുണ്ട്. ബുജ്ജി എന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ സർവൈവ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞില്ല നല്ല ഡോക്ടേഴ്സ് ഉണ്ടാവും, നേരെ മറിച്ച് റൂഡായിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവും. പക്ഷേ എനിക്ക് മനസ്സിലായിടത്തോളം എല്ലാം നല്ല ഡോക്ടേഴ്സ് തന്നെയാണ്. അതായത് അവർ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്ന നമ്മൾ നല്ല രീതിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നേരെ നമ്മൾ നല്ല രീതിക്ക് പഠിക്കുന്നുണ്ട് നിൽക്കുക ഒന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ അവർ നമുക്ക് നല്ല മാർക്ക് കിട്ടും ക്ലാസ്സിൽ. അപ്പോൾ ചില ഡോക്ടേഴ്സ് ഭയങ്കര റൂഡാവും, ചില ഡോക്ടേഴ്സ് ഭയങ്കര നൈസാവും. പക്ഷേ എന്നാലും നമ്മൾ ഓക്കെ ആയിരുന്നു, നമ്മൾ നല്ല രീതിക്ക് പഠിക്കണോണ്ട് ഓക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് 1 year ഞാൻ പഠിച്ചു. പക്ഷേ സെക്കൻഡ് ഇയറിലായപ്പോഴേക്കും ഞാൻ കുറച്ച് ഉഴപ്പി. അതായത് ആ തീ അങ്ങ് പോയി സെക്കൻഡ് ഇയർ ആയപ്പോൾ. കാരണം ഇതിങ്ങനെ എപ്പോഴും ഓൺലൈൻ ക്ലാസ്സും രാവിലെ നീറ്റ് ഓൺലൈൻ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുക, സമയമാകുമ്പോൾ നേരെ കുളിച്ച് മാറ്റി വന്നിരിക്കുക, അത് കഴിഞ്ഞാൽ വൈൻഡപ്പ് ചെയ്ത് അടുത്ത പരിപാടി നോക്കുക. ഓൺലൈൻ ക്ലാസ്സിന് കുളിച്ച് മാറ്റി വന്നിരിക്കുന്ന ആളേനോ? അതായത് രാവിലെ 9 മണിക്ക് എടാ ഫസ്റ്റ് ഇയർ എടാ നാട്ടിൽ നിന്ന് വന്നതല്ലടാ എന്താ പറയുന്നത്, ഒരു MBBS സ്റ്റുഡൻറ്റ് വേറെ കൺട്രിയില് വേറെ യൂണിവേഴ്സിറ്റീസ് കാര്യങ്ങൾ ഈ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ആ ഒരു മോട്ടിവേഷൻ മനസ്സിലായില്ല. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ പോയിന്. പക്ഷേ സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും മനസ്സിലായി കളി ഓക്കെ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നുള്ളൊരു തോന്നൽ വന്ന് കുറച്ചൊന്ന് ഉഴപ്പി. പക്ഷെ ആ ഉഴപ്പിയത് എനിക്ക് മനസ്സിലായത് എനിക്ക് 4th year എനിക്ക് ക്ലിനിക്കൽ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. കാരണം അവിടെ ഞാൻ പോയി ഫസ്റ്റ് ക്ലാസ്സിന് എന്നോട് ചോദിക്കുന്നത് ഈ സെക്കൻഡ് ഇയറിലൊക്കെ ഞാൻ പഠിച്ച കാര്യങ്ങളാണ് അവിടെ പ്രാക്ടിക്കലി എന്നോട് ചോദിക്കുന്നത്. നമ്മൾ ബേസിക് ആയിട്ട് തിയറി പഠിച്ചത് അപ്ലിക്കബിൾ ചെയ്യുന്നത് അത് 4th year 4th year onwards നമ്മൾ അപ്ലിക്കബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. അതായത് നമ്മൾ ഫസ്റ്റ് 3 കൊല്ലം തിയറി, ആ തിയറിന്റെ സെയിം സാധനമാണ് 4th year onwards നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആ കാര്യം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഡോക്ടേഴ്സ് ആയതുകൊണ്ട് മാത്രമാണ് ഞാനൊക്കെ രക്ഷപ്പെട്ടത്. അതായത് ഡോക്ടേഴ്സിന് മനസ്സിലാവും ഇത് സെക്കൻഡ് ഇയറിൽ പഠിച്ച അറിയില്ലെന്ന് ചോദിക്കും, ഇല്ല ഡോക്ടർ മറന്നു, ഓക്കെ നാളെ പഠിച്ചിട്ട് വരണം കേട്ടോ. ലിറ്ററലി ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അവർ പറയും, ഓർമ്മ ഉണ്ടാവില്ല എനിക്കറിയാം, നാളെ പഠിച്ചിട്ട് വന്നാൽ മതി, നാളെ നമുക്ക് ഈ സർജറീസ് ഒക്കെയാണ് അപ്പോയിൻമെന്റ്സ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്, അപ്പോൾ നാളത്തേക്ക് ഈ സർജറിക്ക് നിങ്ങൾ റെഡി ആയിട്ട് വന്നോളൂ എന്നൊക്കെ പറഞ്ഞ് നല്ല ഫ്രണ്ട്ലിയാണ് ഡോക്ടേഴ്സൊക്കെ. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം എനിക്ക് കിട്ടിയ എല്ലാ ഡോക്ടേഴ്സും ഭയങ്കര അടിപൊളി ഡോക്ടേഴ്സ്, നല്ല സ്ട്രിക്റ്റ് ഡോക്ടേഴ്സ്. അതായത് ഞാൻ ഫസ്റ്റ് ഇയറിലൊക്കെ ഓൺലൈൻ ക്ലാസ്സിന് നല്ല സ്ട്രിക്റ്റ് ആയിട്ട് കണ്ട ഡോക്ടേഴ്സൊക്കെ എനിക്ക് ഈ 5th year 4th year വന്ന് ഭയങ്കര നൈസായിട്ട് കാരണം അവരുടെ ആ ഫസ്റ്റ് ഇയർ പഠിപ്പിക്കുന്നത് ബേസിക് നല്ല പോലെ ഒരു കുട്ടിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ക്ലിനിക്കലി എക്സൽ ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ പഠിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നിയാൽ മതി. അതായത് നമ്മൾ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് തോന്നിയാൽ തന്നെ അവർ നല്ല രീതിക്ക് നിൽക്കും. ചില സ്റ്റുഡൻസ് ഒക്കെ എന്നോട് പറയാറുണ്ട്, ഈ ഡോക്ടേഴ്സ് ഭയങ്കര റൂഡാണല്ലോ. ആ ക്ലാസ്സിൽ തന്നെ ചില കുട്ടികൾ എന്നോട് പറയും ആ ഡോക്ടേഴ്സ് ഭയങ്കര നൈസ് ആണല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ അത് നമ്മൾ നിൽക്കുന്നതനുസരിച്ചാണ്. നമ്മൾ നല്ല രീതിക്ക് പഠിക്കുക, ക്ലാസ്സിൽ എല്ലാ ദിവസവും ക്ലാസ്സിന് പോവുക, എല്ലാ ദിവസവും നല്ല രീതിക്ക് പഠിക്കുക, അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ആ ഡോക്ടേഴ്സ് നമ്മൾ നല്ല രീതിക്ക് നമ്മുടെ അടുത്ത് നിൽക്കുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അല്ലാത്ത രീതിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുട്ടികളെ ക്ലാസ്സിന് പോകാതെ എപ്പോഴെങ്കിലും ക്ലാസ്സിന് പോവുക അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഡോക്ടേഴ്സും അതിനനുസരിച്ച് നമ്മുടെ അടുത്ത് നിൽക്കും. ഒരു ചടപ്പായിരിക്കും. അതെ, നാട്ടിലായാലും ഇപ്പൊ നമ്മൾ പഠിക്കുന്ന കുട്ടികളോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. പക്ഷെ ഞാനൊക്കെ മനസ്സിലാക്കുന്നു അപ്പൊ കുറച്ച് നന്നായിട്ട് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതെ, പഠിക്കുന്ന MBBS ആണ്. അപ്പൊ എന്തായാലും കുറച്ച് ടൈം അതിന് സ്പെൻഡ് ചെയ്യണം. MBBS എന്ന് പറഞ്ഞാൽ നല്ലൊരു ടൈം ടേക്കിംഗ് പ്രോസസ് ആണ്. നമ്മൾ ഇവിടുന്ന് 6 വർഷം പഠിച്ച് നമ്മൾ നാട്ടിൽ പോവാണെങ്കിൽ FMG എഴുതി ക്ലിയർ ചെയ്ത് ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ടാണ് നമുക്ക് പൈസ കിട്ടി തുടങ്ങുന്നത്. അറൗണ്ട് ഒരു 8 വർഷം 6 years MBBS, ഒരു 2 കൊല്ലം എന്തായാലും FMG കാര്യങ്ങൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 8 വർഷം ആകുമ്പോഴത്തേക്കും കുറെ ആൾക്കാരുടെ വിചാരം MBBS എന്ന് പറഞ്ഞാൽ ഫുൾ റിച്ച് സംഭവം, കൈ നിറയെ പൈസ, എവിടെ പട്ടിപ്പണിയാണ്. ഒരിക്കലല്ല, നല്ല രീതിക്ക് പഠിക്കാനുണ്ട്, നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുണ്ട്, ഡെഡിക്കേറ്റ്. എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ മാത്രം വന്നാൽ മതി. ഞാനും ഈ റീസെന്റ് ആയിട്ട് എൻ്റെ ഒരു വീഡിയോ പറയാൻ കുറെ കുട്ടികളുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, MBBS എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി പീസി ഒരു സാധനമാണ്. എസ്പെഷ്യലി അബ്രോഡ് നാട്ടിൽ എന്തോരം നിങ്ങൾ പഠിക്കുന്ന ആ സെയിം സിലബസ് ആണ്, സെയിം ടെക്സ്റ്റ് ബുക്സ് കാര്യങ്ങളാണ്. അവര് പഠിക്കുന്നത് ഇന്ത്യൻ വേർഷൻ ആണെങ്കിൽ നമ്മൾ സ്റ്റാൻഡർഡൈസ്ഡ് വേർഷനാണ് പഠിക്കുന്നത്. മറ്റേ ഗ്രേസ് അനാട്ടമി എടുത്ത് തിരിക്കുക, എവിടെ മനസ്സിലാവാൻ. അത് പൊതുവേ നാട്ടിലുള്ള തെറ്റിദ്ധാരണയാണ്. അബ്രോഡ് MBBS ഭയങ്കര എളുപ്പമാണ്. അതായത് നാട്ടിൽ കമ്പയർ ചെയ്ത് നാട്ടിലെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്നത്, ഇവിടെ കുറച്ചുകൂടി ലൂസ് ആയിട്ട് പഠിപ്പിക്കുന്നത്. എനിക്ക് മനസ്സിലായിട്ടോ നമുക്ക് കുറച്ച് സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ റെഫർ ചെയ്യുന്ന ടെക്സ്റ്റ് ഒക്കെ ഭയങ്കര സ്റ്റാൻഡർഡൈസ്ഡ് ടെക്സ്റ്റ് ആണ്. ഗ്രേസ് അനാട്ടമി മറ്റേ ഫോക്സ് ഒക്കെയാണ്. ഫോക്സ് ഒക്കെ ചില സമയത്തൊക്കെ ഫോക്സ് ഒക്കെ വായിച്ചിട്ട് ഓക്കെ എന്താണ് ഒന്നും അറിയത്തില്ല. അത് നാട്ടിലെ തെറ്റിദ്ധാരണയാണ്. അതാണ്. പിന്നെ ക്ലിനിക്കലി വരുമ്പോൾ തന്നെ ഇപ്പം എൻ്റെ ഒരു അറിവിൽ വെച്ച് ക്ലിനിക്കലിൽ ലൈക്ക് ജോർജിയൻ പേഷ്യൻസിനെ ഇന്ത്യൻ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ടച്ച് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു റൈറ്റ് ഇല്ല
എന്നാണ് എൻ്റെ ഒരു അറിവ്. അത് സത്യത്തിൽ ശരിയാണോ? റൈറ്റ് ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങൾ ടച്ച് ചെയ്യാറുണ്ട്. ഞങ്ങൾ ടച്ച് ചെയ്യാറുണ്ട്, ഞങ്ങൾ പ്രൊസീജിയർ ചെയ്യാറുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഇവിടുത്തെ ഒട്ടുമിക്ക എല്ലാ ഹോസ്പിറ്റലും നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയക്ക് ഷെയർ ഉണ്ട്. യൂണിവേഴ്സിറ്റിൻ്റെ സ്വന്തം ഓൺ ഹോസ്പിറ്റൽ 3-4 അതിന് പുറമെ ഇവിടുത്തെ ഒരുവിധം ഒരു 30+ എല്ലാ സബ്ജക്റ്റിനും വേണ്ടി 30+ ക്ലിനിക്സിൽ ഇവർക്ക് ഷെയർ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാ കുട്ടികളും ഈ കാണിക്കുന്ന ക്ലിനിക്കിലും ഹോസ്പിറ്റലിൽ അവർ വർക്ക് ചെയ്യാം. ഇപ്പോൾ മെയിനായിട്ട് ഞാൻ പറയുന്നത് ന്യൂ ഹോസ്പിറ്റൽ, നിങ്ങൾക്ക് അറിയുണ്ടാവും, ന്യൂ ഹോസ്പിറ്റൽ. ആ ന്യൂ ഹോസ്പിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയൻ്റെ ആണ്. അപ്പോൾ അവിടെ അവർ സജ്ജീകരിച്ചിട്ടുള്ളത് ഒരു അണ്ടർഗ്രൗണ്ടിൽ, ഇപ്പോൾ യൂണിവേഴ്സിറ്റി ബിൽഡിങ്ങിൽ എങ്ങനെയാണോ ക്ലാസ് റൂംസ് ഉള്ളത് അതുപോലത്തെ ക്ലാസ് റൂംസ് ആ ഹോസ്പിറ്റലിൽ അണ്ടർഗ്രൗണ്ടിൽ മൊത്തം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാ ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചില ഓപ്പറേഷൻ, ഇപ്പോൾ ഇന്നിപ്പോൾ 11 മണിക്കാണ് ഓപ്പറേഷൻ എന്നുണ്ടെങ്കിൽ 10 മണിക്ക് നമുക്ക് ക്ലാസ് ഉണ്ടാവും. ഫസ്റ്റ് 1 hour നമ്മൾ ക്ലാസ് റൂംസിൽ വരും, കാര്യങ്ങൾ ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് ഇന്ന് ഈ ഓപ്പറേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെക്കുറിച്ച്. അപ്പോൾ അതിൽ ഡോക്ടർ ഒരാളെ ചൂസ് ചെയ്യും. ഒരാൾ, അതായത് ആർക്ക് വേണമെങ്കിൽ ചൂസ് ആവാം. അതായത് ഇപ്പോൾ ഒരു 18 സ്റ്റുഡൻസ് അല്ലെങ്കിൽ 20 സ്റ്റുഡൻസ് ക്ലാസ്സിൽ ഉണ്ടാവുക, അതിൽ ഒരാൾക്ക് വേണമെങ്കിൽ അന്ന് അസിസ്റ്റ് ചെയ്യാം. അങ്ങനെ ആ ഒരു മാസം കൊണ്ട് അതിലെല്ലാ സ്റ്റുഡൻസും അസിസ്റ്റ് ചെയ്തിരിക്കണം. അസിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ സെയിം ഡോക്ടേഴ്സ് ചെയ്യുന്ന പ്രൊസീജിയർ നമ്മൾ ഡോക്ടർ അസിസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ സത്യം പറഞ്ഞാൽ നാട്ടിൽ കിട്ടുന്ന എക്സ്പോഷറിന്റെ അത്രയും തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. റിയൽ വൂണ്ട് ഇടാനാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അത് സ്യൂച്ചർ ചെയ്യാനാണെങ്കിൽ പോലും, അല്ലെങ്കിൽ റിയൽ ഓർഗാൻസിന്റെ ക്ലീനിങ് കാര്യങ്ങൾ എല്ലാം നമ്മൾ തന്നെ ഡോക്ടറിന്റെ കൂടെ അസിസ്റ്റ് ചെയ്യും. സിറയിലായിട്ട് നമ്മൾ ഡോക്ടർ കൂടെ അസിസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ അസിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ ഈ ക്ലിനിക്കിൽ നിന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ഫുള്ള് സ്റ്റെറൈലായിട്ട് പോയിരുന്ന കാണുക. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിലാക്കി, ഇത് എത്ര ഓപ്പറേഷൻ എത്ര നമ്മൾ കണ്ടാൽ എങ്ങനെ മനസ്സിലാവും? ഓർഗൻ ഒക്കെ ആണെങ്കിൽ നമ്മളൊന്നും തൊടാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അറിയാൻ നമുക്ക് മനസ്സിലാവത്തില്ലല്ലോ. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നമുക്ക് ആക്ച്വലി ചെയ്യാൻ പറ്റും. കറക്റ്റ്. അതായത് ഇതിലെങ്ങനെ വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ 18 അല്ലെങ്കിൽ 20 കുട്ടികളിൽ ഡോക്ടർ ഒരു 4 ഗ്രൂപ്പായിട്ട് തിരിക്കും. ഈ 4 ഗ്രൂപ്പായി കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ 5 കുട്ടികളുണ്ടാവുള്ളൂ. ഒരു സമയം ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ 5 കുട്ടികളെ കയറുള്ളൂ. അടുത്ത 5 കുട്ടികൾ, രാവിലെ ഒരു ബാച്ച് ഒരു 5 കുട്ടികൾ കയറും, ഉച്ചക്ക് അടുത്തൊരു ഓപ്പറേഷൻ അടുത്ത 5 കുട്ടികൾ കയറും, ഈവനിങ് വേറെ ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ അതിനടുത്ത 5 കുട്ടികൾ കയറും. അപ്പോൾ ഈ 5 കുട്ടികളിൽ നിന്ന് തന്നെ ഒരാളേക്കാരം അസിസ്റ്റ് ചെയ്യാം ഒരു ദിവസം. രണ്ടാമത്തെ ദിവസം അതിൽ വേറൊരു കുട്ടി അസിസ്റ്റ് ചെയ്യും. അങ്ങനെ എല്ലാ കുട്ടികൾക്കും റിയൽ ബോഡിയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമുണ്ട്. ആക്ച്വലി അത് നല്ലൊരു കാര്യമാണ്. എൻ്റെ ഫസ്റ്റ് അറിവാണ്, എല്ലാവർക്കും ഒരു നല്ല അറിവാണ്. അറിയത്തില്ല എനിക്ക്. ഞാൻ വിചാരിച്ചു ഞാനിപ്പം സെക്കൻഡ് സെം തേർഡ് സെം ആയതുകൊണ്ട് എനിക്ക് ക്ലിനിക്കലിനെ പറ്റി വലിയ ധാരണയില്ല. നമുക്കൊരു സ്റ്റിമുലേഷൻ ക്ലിനിക് ഉണ്ട്, പക്ഷെ അതിൽ നല്ലപോലെ പഠിപ്പിക്കും. ഇപ്പൊ ECG എടുക്കാനുള്ള എല്ലാ മാനിക്യൂർസും ഉണ്ട്. പ്രീ ക്ലിനിക്കൽ ആദ്യത്തെ ഒരു 3rd year ഫുൾ മാനിക്യൂർ. അതിൽ ടീച്ചർ വന്നിട്ട് 1-to-1 സെക്ഷൻ നമ്മളെ പക്ക പഠിപ്പിച്ചു തരും. അപ്പൊ ക്ലിനിക്കൽ എങ്ങനെയാന്ന് എനിക്ക് വലിയ പരിചയമില്ല. ഇനിയും സീനിയേഴ്സിനൊക്കെ കണ്ടു മനസ്സിലാക്കണം എങ്ങനെയാ സംഭവം അറിയാം. അതായത് ഇപ്പൊ ഈ പറഞ്ഞ ഈ പ്രീ ക്ലിനിക്കൽസ് UGയിലുണ്ട്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഡോക്ടേഴ്സ് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മളോട് പഠിച്ചു വരാൻ പറയും. ഇപ്പൊ നാളെ ഇപ്പോൾ അസിസ്റ്റ് ചെയ്യാനുള്ള കുട്ടിയോട് നാളെ ഈ സ്യൂച്ചർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ പ്രീ ക്ലിനിക്കൽസ് റൂംസ് നമ്മൾ യൂണിവേഴ്സിറ്റി ബിൽഡിങ്ങിലുണ്ട്. ഇവിടെ ഫുൾ ടൈം ഫ്രം ദ മോർണിംഗ് ടു ഈവനിങ് അവിടെ ഡോക്ടേഴ്സ് ഉണ്ടാവും. നമുക്ക് ഏത് സമയത്തും നേരെ വൈറ്റ് കോഡ് ഇടുക, ഉള്ളിലോട്ട് കയറുക, ഇന്ന സെമസ്റ്റർ ആണ് നമ്മൾ വെരിഫൈ ചെയ്യുക. ഡോക്ടേഴ്സിനോട് പറയാം, ഡോക്ടർ ഇന്നെ ഈ സാധനം എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ കൂടെ വന്ന് ചെയ്യിപ്പിച്ചു തരും. എല്ലാ മാനിക്യൂൻസും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട്. അങ്ങനത്തെ ഫെസിലിറ്റീസ് ഉണ്ട്. എല്ലാ ഫ്രം ദ മോർണിംഗ് ടു ഈവനിങ് അവിടെ ഡോക്ടേഴ്സ് ഉണ്ടാവും. ഏത് ഫസ്റ്റ് സെമസ്റ്റർ മുതൽ 12th സെമസ്റ്റർ വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഏത് സമയം അവിടെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഈ IV ഇൻട്രാവീനസ് കത്തീറ്ററാണെങ്കിലും ശരി, മറ്റേ യൂറിനറി കത്തീറ്ററാണെങ്കിലും ശരി, ഈ സ്യൂച്ചറിങ് ആണെങ്കിലും ശരി, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഈ പ്രാക്ടീസാണ് നമ്മൾ നേരെ ഡയറക്റ്റ് നമ്മൾ റിയൽ ബോഡിയിൽ അവിടെ ചെയ്യാൻ പോകുന്നത് 4th year കഴിഞ്ഞാൽ. അപ്പൊ ഇപ്പം 4th year എനിക്കൊക്കെ ഇപ്പം ക്ലിനിക്കൽ മറ്റേ ഡ്യൂട്ടി കിട്ടുമോ നാട്ടിലെ പോലെ? ഇവിടെ ഡ്യൂട്ടി വേണമെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി നമുക്ക് എടുക്കാം. അതായത് നമ്മളെ പഠിപ്പിക്കുന്ന ഡോക്ടേഴ്സ് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അസിസ്റ്റ് ചെയ്യാൻ കയറാൻ പറ്റും. ആ ഡോക്ടേഴ്സിനോട് നമുക്ക് പെർമിഷൻ ചോദിക്കാം, ഡോക്ടർ എന്ന് ഞാൻ നൈറ്റ് ജോയിൻ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റിൽ എമർജൻസി ഡ്യൂട്ടിൽ ഏതൊക്കെ നഴ്സുമാരുള്ള അവരെ കൂടെ നമുക്ക് ജോയിൻ ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അത് അപ്പോൾ ആക്ച്വലി നമുക്ക് നല്ല രീതിയിൽ ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടും. പഠിക്കേണ്ട പിള്ളേർക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പഠിക്കുകയാണെങ്കിൽ ഓപ്പൺലി പറയുന്നത് നിങ്ങൾക്കറിയാലോ, പഠിക്കുകയാണെങ്കിൽ പഠിക്കേണ്ടവർക്ക് പഠിക്കാം. എന്റർടൈൻമെന്റ് മാത്രമാണെങ്കിൽ എന്റർടൈൻമെന്റ് വഴിക്ക് പോകും. അതാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഇവിടെ കുറേ സംഭവമാണ് മറ്റേ ഔട്ട്സൈഡിൽ നിന്ന് ഓരോ ആൾക്കാർ മറ്റേ വർക്ക്ഷോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇപ്പം 3rd സെമസ്റ്റർ ആയാലും എനിക്ക് ആഗ്രഹമുണ്ട് ചെയ്യണമെന്ന്, പക്ഷെ ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പം ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? ഞാൻ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ബ്രെയിൻ്റെ ഒരു വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അത് നല്ല കാര്യമാണ്. അതായത് ചെറിയ എമൗണ്ടിൽ ഈ പുറത്തുള്ള ഒരുപാട് ടീം വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യുന്ന ടീം, ഇപ്പോൾ മെയിനായിട്ട് ഉക്രൈനിൽ നിന്ന് ഒരുപാട് ടീമുണ്ട് ഇവിടെ. സ്യൂച്ചറിങ് കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സാറ്റർഡേ സൺഡേസിൽ ക്ലാസ് വെക്കും. ഒരു ഫിക്സ്ഡ്
നമ്പർ അവർ എടുക്കുള്ളൂ, ഒരുപാട് ബൾക്ക് നമ്പേഴ്സ് ഉണ്ടാവില്ല. ഒരു 30-40 സ്റ്റുഡൻസിനെ എടുത്തിട്ട് അവർക്ക് ഈ പറഞ്ഞ പോലെ റിയൽ ഓർഗൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. അവിടെ ഡോക്ടേഴ്സ് ഉണ്ടാവും, 1-2 ഡോക്ടേഴ്സ് ഉണ്ടാവും. അത് നമ്മൾ യുജിയിൽ ചെയ്യാറുണ്ട്. യുജിയിൽ സൺഡേസിൽ വന്ന് നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെ, അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ജോർജിയയിൽ കടാവർ ഇല്ല, നമുക്ക് കടാവർ ഇല്ല. എന്താ ജോർജി കടാവർ ഇല്ലാത്തറിയോ? അതായത് ശരിക്കും ഈ ക്രിസ്ത്യൻസ്, ഇത് ജോർജിയ ഒരു ക്രിസ്ത്യൻ രാജ്യമാണ്. ക്രിസ്ത്യൻസ് ഇവരെ ബോഡി ശരിക്കും ഇങ്ങനെ കടാവർ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ കൊടുക്കില്ല എന്നൊരു റൂൾ ഉണ്ട്. അതുകൊണ്ടാണ് ജോർജിയ റിലീജിയസ് പരമായിട്ടുള്ള റൂളാണത്. അതുകൊണ്ടാണ് ഇപ്പം ഇവിടുത്തെ സ്റ്റുഡൻസിനും കിട്ടത്തില്ലല്ലോ അത്. ഇല്ല, ഇവിടുത്തെ സ്റ്റുഡൻസിനും കിട്ടും, ആർക്കും കിട്ടത്തില്ല. അപ്പൊ ചില കുട്ടികളുടെ ഒരു ഡൗട്ട് ഉണ്ട്, അനാട്ടമി ഒക്കെ എങ്ങനെ കടാവർ ഇല്ലാതെ പഠിക്കും? അതായത് അനാട്ടമി പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അനാട്ടമി ടേബിൾ എന്ന് പറഞ്ഞ സ്ക്രീൻ ഉണ്ട്. ഒരു അനാട്ടമി ടേബിൾ എന്ന് പറഞ്ഞാൽ റിയൽ ബോഡി, അതായത് എന്താണ് ഒരു റിയൽ മനുഷ്യൻ നമ്മൾ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മസിൽസ്, അതിൻ്റെ ബോൺസ് മുതൽ നെർവ്സ്, വെയിൻസ് എല്ലാം കാണിക്കുന്ന ഒരു റിയൽ അനാട്ടമി ബിഗ് സ്ക്രീൻ ഉണ്ട്. VR സ്ക്രീൻ. VR ക്ലാസ്. അതായത് അനാട്ടമി ക്ലാസ്സിൽ മിഡിൽ ആ സ്ക്രീൻ ഉണ്ടാവും. ഒരാളെ കെടുത്തി കഴിഞ്ഞാൽ എത്ര ലെങ്ത് ഉണ്ടാവും അത്രയും വലിയൊരു സ്ക്രീനാണ്. ആ സ്ക്രീനിൽ റിയൽ ബോഡി പോലെ തന്നെ നമുക്ക് അതിൽ കാണിച്ചു തന്നിട്ടാണ് ഫസ്റ്റ് 3 കൊല്ലത്ത് നമ്മൾ അനാട്ടമി പഠിപ്പിക്കുന്നത്. പിന്നത്തെ 3 കൊല്ലം നമുക്ക് അറിയാലോ റിയൽ പേഷ്യൻസിനെ നമ്മൾ കാണുന്നത്, പിന്നെ അതിന്റെ ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് 3 കൊല്ലം ലൈക്ക് കടാവർ നമുക്ക് കറക്റ്റ് ക്ലാസ് കാര്യങ്ങൾ കിട്ടും. ഈ റിയൽ ബോഡി നമുക്ക് ആ ഫീല് കിട്ടില്ലെങ്കിൽ പോലും എന്താണ് നിങ്ങളൊരു റിയൽ ബോഡിയിൽ കാണുക, അങ്ങനത്തെ ഒരു ഫീല് കാര്യങ്ങളെല്ലാം ആ ഒരു VR സ്ട്രക്ചറിൽ അങ്ങ് കിട്ടും. അതെ. പിന്നെ ഇപ്പൊ എല്ലാവരും ഇപ്പൊ എന്നോട് ഇപ്പോൾ ആൾക്കാർ ചോദിക്കുവാണ്, ഞാൻ MBBS കഴിഞ്ഞ് ഏത് ബ്രാഞ്ച് എടുക്കണം. അപ്പം ഞാൻ ആദ്യം പറയും, നമുക്കിപ്പോൾ അറിയത്തില്ലല്ലോ, ക്ലിനിക്ക് തുടങ്ങിക്കഴിഞ്ഞാലല്ലേ നമുക്ക് അറിയത്തുള്ളൂ. എന്നാലും നമ്മൾ അങ്ങനെയാണ് ആദ്യം പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് സ്റ്റേജ് എത്തി, ഇക്കാട്ട് മനസ്സിലുണ്ടോ? അതായത് നമ്മൾ ഓരോ റൊട്ടേഷൻ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഗൈനക്കോളജി ഉണ്ടാവും, പീഡിയാട്രീഷ്യൻ ഉണ്ടാവും, കാർഡിയോളജി, ഓരോ റൊട്ടേഷൻസ് വരും. അതിൽ നമുക്ക് ഏതാണ് ഇൻട്രസ്റ്റിംഗ്, ഞാൻ അതുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞാൻ സാധാരണ സ്റ്റുഡൻസിനോട് പറയാറുള്ളത്. ഈ ചോദ്യം എന്നോട് ചോദിക്കാറുണ്ട് ഒരുപാട് സ്റ്റുഡൻസ്, ഇക്കാന്റെ പ്ലാൻ എന്താണ് പ്ലാൻ ചെയ്തിട്ട് എന്താ ഉള്ളത്? ഞാൻ പറഞ്ഞു എനിക്ക് കാർഡിയോളജി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്, ഞാൻ നോക്കട്ടെ എന്തായാലും എക്സാം എഴുതിയിട്ട് എന്താണോ പ്ലാൻ ആ സമയത്ത് ഞാൻ ഫിക്സ് ചെയ്യും. ഇപ്പൊ കറന്റ് ഞാൻ ഒരു കാർഡിയോളജിയാണ് ഞാനിങ്ങനെ ഇൻഷാ അല്ലാഹ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതെ, കാരണം ഓരോ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ചെയ്യുമ്പോൾ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവും. കാർഡിയോളജി ചെയ്യുമ്പോൾ കാർഡിയോളജിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടാവും. ന്യൂറോളജിയിൽ ഉണ്ടാവും. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് വരും. അതായത് ഓക്കെ ഇത് അടിപൊളിയാണ്, ഇത് നമുക്ക് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരും. ബാക്കിയുള്ള സെക്ഷൻ പോലല്ലേ, കാരണം അതിൽ കൂടുതൽ ഓപ്പറേഷൻസ് അറ്റൻഡ് ചെയ്യാനും അതിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് വരും. അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ബാക്കിൽ പോകുന്നേക്കാരെങ്കിൽ നല്ലത്. അപ്പം എനിക്ക് അങ്ങനെ തോന്നി, എനിക്ക് കാർഡിയോളജിയാണ് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റണ്ട് കാര്യങ്ങൾ. കാർഡിയോളജി എനിക്കും തോന്നിയത്. കാർഡിയോളജി ആരെ പഠിപ്പിക്കുന്നത്? ഒരു മറിയം എന്ന് പറഞ്ഞ ഡോക്ടർ, നല്ല ഡോക്ടറാണ്, ഭയങ്കര ഫ്രണ്ട്ലി. ഞാൻ സർജറി ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തിട്ടുണ്ട്. അതെ, തുറന്ന് സർജറി ചെയ്തിട്ടുണ്ട്. അതായത് ആ ഡോക്ടറെ കൂടെ ഞാൻ നൈറ്റ് ഷിഫ്റ്റ് എടുത്തിട്ടുണ്ട്. അതാണ് എനിക്ക് കൂടുതൽ, ബാക്കിയുള്ള ഒരു റൊട്ടേഷനിലും ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയി പെർമിഷൻ വാങ്ങി ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ കാർഡിയോളജി റൊട്ടേഷനിൽ ഞാൻ നൈറ്റ് ഡ്യൂട്ടി എടുത്തിട്ടുണ്ട്. നൈറ്റ് ഡ്യൂട്ടിയിൽ ശരിക്കും അത് വലിയ കേസ് ഒന്നുമില്ല. പക്ഷേ ഞങ്ങൾ ചെയ്ത ഓപ്പറേഷൻസ് തന്നെ ആ പേഷ്യൻസിന് ഞങ്ങൾക്ക് റൊട്ടേഷൻ കിട്ടും. അതായത് അവരെ പോയി അവരെ മെഡിസിൻസ് കാര്യങ്ങൾ നോക്കാനും സർജറി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്, BP കാര്യങ്ങളൊക്കെ നോർമൽ റേഞ്ച് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അവസരം നമുക്ക് കിട്ടും. അതൊരു വലിയ കാര്യമാണ്. വലിയ കാര്യം. ഈ നമ്മുടെ ഈ പേഷ്യന്റ് ഹിസ്റ്ററി, ഇവിടെ ലാംഗ്വേജ് ചെറിയൊരു പ്രശ്നമാവത്തില്ലേ? അപ്പൊ എങ്ങനെയാണ് ആ ഒരു നേഴ്സുമാരാണ് നമ്മൾ അസിസ്റ്റ് ചെയ്യുക സമയത്ത്. അതായത് ഇപ്പോൾ നേഴ്സുമാർ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് നമ്മൾ അസിസ്റ്റ് ചെയ്യും. കാരണം പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം ജോർജിയനിലേക്കാണ്. നേരെ മറിച്ച് നമുക്ക് ട്രാൻസ്ലേഷൻ വേണം. ഇപ്പോൾ സ്റ്റുഡൻസിന് വേണമെങ്കിൽ ട്രാൻസ്ലേഷൻ കാര്യങ്ങൾ തരും, ഈ സെയിം പേപ്പേഴ്സിന്റെ ട്രാൻസ്ലേഷൻ തരും. പക്ഷേ പൊതുവേ ഞങ്ങൾ ട്രാൻസ്ലേഷൻ വാങ്ങിക്കാറില്ല. ഒരുവിധം നമ്മളൊരു 1-2 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാവും കറക്റ്റ് BP ഏതാണ്, അതിൽ ഏതൊക്കെ കോളംസ് നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ തന്നെ പ്രാക്ടീസ് ആവും. ജോർജിയൻ അറിയാം കുറച്ച് സംസാരിക്കാൻ അറിയാം കുറച്ച്, അതായത് അവർ പറയുന്നത് മനസ്സിലാവും, പക്ഷെ എനിക്ക് ഒരുപാട് അങ്ങോട്ട് പറയാൻ അറിയില്ല. പക്ഷെ ഇവിടെ അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ജോർജിയൻ ശരിക്കും പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് 3 ലെവലുണ്ട്, നിങ്ങൾക്ക് നമുക്ക് 4, അതായത് ജോർജിയൻ 1, 2, 3, 4 ലെവലുണ്ട്. 3 ലെവലുണ്ട്. നിങ്ങൾ അവിടെ എങ്ങനെയാണ് ഈ ജോർജിയൻ ലെവൽ 1, 2 എങ്ങനെ പഠിപ്പിക്കുന്നത്? അപ്പോൾ 1 ഫുള്ള് അക്ഷരം, കളറ്, നമ്പർ, പിന്നെ പറയുന്ന കുറച്ച് വേർഡില്ല, ഇപ്പൊ ഗാമർ ജോബ, ഗ്രോഗോഖർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ സെക്കൻഡ് വരുമ്പോഴത്തേക്ക് സ്പീക്കിംഗ് ടെസ്റ്റ് ആടി. അപ്പൊ പാരഗ്രാഫ് വായിക്കും, പിന്നെ നമുക്കൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ തരും. അത് നമ്മൾ പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ കണ്ടിട്ട് നമ്മൾ പറയണം. സെയിം ലൈക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി തന്നെ. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഇതേപോലെ വേർഡ്സ് തരും, പിന്നെ സെന്റൻസ് തരും, പിന്നെ അതുപോലെ ഒരു പാരഗ്രാഫ് തരും, പിന്നെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ. അങ്ങനത്താണ്. അതിൽ എനിക്ക് കുറെ ഓൺലൈനിൽ പോയി, അതാണ് എനിക്കൊരു പ്രോപ്പർ ഇത് കിട്ടാതെ. ഞങ്ങൾക്ക് ഓൺലൈൻ ആക്കി. ഇപ്പൊ
ഫസ്റ്റ് ലെവല് ഓൺലൈൻ അല്ലായിരുന്നു, ഓഫ്ലൈൻ ആയിരുന്നു. പക്ഷെ ഇപ്പം യൂണിവേഴ്സിറ്റി ജോർജിയൻ ലാംഗ്വേജ് മാത്രം ഓൺലൈൻ ആക്കി, എല്ലാം 1, 2, 3. ഇപ്പൊ യുജിയിലും ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. എന്തോ ആപ്പിൽ എന്തോ ആണ് ഇപ്പോ ലിങ്കിങ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. ഉണ്ടോ? ആപ്ലിക്കേഷൻ തന്നെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. സൂം മീറ്റിംഗിൽ വഴി ടീച്ചർ, പക്ഷെ ക്യുസും കാര്യങ്ങളൊക്കെ ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് 1-to-1 സെക്ഷൻ ആയിട്ട് നടക്കും. അല്ല, ഇത് സെമിനാർ, അത് ശരിയാ, സെമിനാർ ക്ലാസ്സിന് പോകണം. ബാക്കിയുള്ള ഈ ലെക്ചറും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഈ ആപ്പ് വഴി തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ആക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പഠിച്ച സമയത്തൊക്കെ എനിക്ക് ഫുൾ ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്നു. ഐ മീൻ ജോർജിയൻ 1ഉം 2ഉം എനിക്ക് ഓൺലൈൻ ആയിരുന്നു, ബാക്കിയുള്ളത് ഓഫ്ലൈൻ ആയിരുന്നു. അപ്പോൾ ഈ 1ഉം 2ഉം ഓൺലൈൻ നന്നായിട്ട് പഠിച്ചിരുന്നോ? ഇല്ല, അതാണ് എനിക്ക് ഇപ്പോഴും ആ ഫ്ലുവൻസി കിട്ടാത്തത്. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും, നിങ്ങൾ ഫസ്റ്റ് ലെവലിൽ ജോർജിയൻ നല്ല പോലെ പഠിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ആ സമയത്ത് പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ. ഇപ്പൊ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, നല്ല ഫ്ലുവൻസിയിൽ സംസാരിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ എന്താ വെച്ചാൽ നല്ലപോലെ വായിക്കാൻ, നല്ല രീതിക്ക് വായിക്കാനും എഴുതാനും ഒക്കെ അറിയുന്ന ഫ്രണ്ട്സിന്റെ കൂടെ ഉണ്ട്. അവരൊക്കെ നല്ല പ്രോപ്പറായിട്ട് പഠിച്ചു. എനിക്ക് അന്ന് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അതിന്റെ കുറച്ച് സ്ട്രിക്റ്റ് കാര്യങ്ങൾ, ഒരു പ്രോപ്പർ ഇത് കിട്ടൂലല്ലോ ഈ ലാംഗ്വേജിന്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ അതിന്റെ ഒരു ഡിഫിക്കൽറ്റി അതെ. ഇപ്പൊ ഇക്കാക്ക് ഫ്രണ്ട് സർക്കിൾ എങ്ങനെയുണ്ട്? ഇപ്പൊ ഒത്തിരി ഭയങ്കര വലിയ ഫ്രണ്ട് സർക്കിളാണോ അതോ കുഞ്ഞതാണോ? ഞാൻ എപ്പോഴും കുറച്ച് ചെറിയ ഫ്രണ്ട്സ് ഗാങ്ങിൽ കൂടുന്ന ഒരാളാണ്. കുറച്ച് ക്വാളിറ്റി ഫ്രണ്ട്സ്. ഇൻവെർട്ടർ ആണോ? അല്ല, ഇൻവെർട്ടർ അല്ല, ഞാൻ ഓപ്പൺ ആണ്. പക്ഷേ ബട്ട് സ്റ്റിൽ ഞാൻ ചെറിയൊരു ഗ്യാങ്ങിൽ നല്ല ക്വാളിറ്റി ഫ്രണ്ട്സിനെ കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഒരു പ്രൈവറ്റ് സർക്കിൾ പോലെ കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഫ്രണ്ട്സ് ഗ്രൂപ്പ് പോയി സ്റ്റഡി സെക്ഷൻ ഒക്കെ അറ്റൻഡ് ചെയ്യോ? അതായത് എനിക്ക് പഠിക്കാൻ വേണ്ടി മാത്രം ഒരു ഗ്രൂപ്പ് ഉണ്ട്. എന്നാൽ പിന്നെ എന്റർടൈൻമെന്റ് ഈ പരിപാടി, ഈ ചായക്കടയിൽ പോയി ചായ കുടിച്ചിരിക്കുക, അതിന് വേണ്ടിയിട്ട് ഗ്രൂപ്പ്. ഫ്രണ്ട്സ് കാണുവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളെ മാറ്റി നിർത്തി അല്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. അതായത് ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോട് പറയില്ല, പഠിക്കുന്ന സമയത്ത് പഠിക്കണം. അതായത് എന്റർടൈൻമെന്റ് കാര്യങ്ങൾ വേണം, ബട്ട് സ്റ്റിൽ പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിക്കാൻ വേണം. കാരണം പഠിക്കുന്ന MBBS ആണ്. അപ്പൊ അതിനൊരു സ്ട്രിക്ട്നെസ് നമ്മൾ എന്തായാലും കൊടുക്കണം. മനസ്സിലായല്ലോ? കുറെ കുട്ടികളുണ്ട് വെറുതെ വന്ന് പഠിത്തം ഒഴിച്ച് ബാക്കി എല്ലാവരും. നിങ്ങൾക്ക് ഇങ്ങനെ ഓർമ്മ ഉണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയുണ്ടാവും, നിങ്ങളെ ക്ലാസ്സിൽ തന്നെ ഉണ്ടാവും. അതായത് നമുക്കറിയാം. ഞാൻ വന്ന് ഫസ്റ്റ് സെമ്മിലൊക്കെ ഞാൻ നോക്കുമ്പോൾ അല്ല എന്ത് നല്ല കൊച്ച്, അല്ലെങ്കിൽ എന്ത് നല്ല ചെറുക്കൻ, നല്ലതായിട്ട് പഠിക്കുന്നു. സെക്കൻഡ് സെം ആക്കുമ്പോൾ നേരെ ഉൾട്ട, ഒന്നും പഠിക്കുന്നില്ല. അതേപോലെ സെം ബാക്ക് ആവുന്നു. പിന്നെ ഓരോ വർഷം ബാക്കായി പോയി അതായത് എൻ്റെ കൂടെ വന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇതേപോലെ വന്ന് എന്റർടൈൻമെന്റ് മാത്രമായി പോയിട്ട് ബാക്കായി പോയ ഒരുപാട് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അവർ റിയലൈസ് ചെയ്യില്ല, ലാസ്റ്റ് ഒരു ഇയറിൽ എത്തുമ്പോൾ നമ്മൾ ഒപ്പം വന്നവർ ഗ്രാജുവേറ്റ് ആകുമ്പോഴാണ് അവർക്ക് ഇത് റിയലൈസ് ചെയ്യുക. ഒപ്പം വന്ന എല്ലാവരും പോയി, ഞാൻ മാത്രം ബാക്കിലായി എന്നുള്ളൊരു തോന്നൽ ആ സമയത്ത് അവർക്ക് വരുള്ളൂ. അതുവരെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എടാ ബാക്കിൽ ഇതാക്കല്ലേ, മുന്നിൽ വാ, അതായത് പഠിക്കുക, കാര്യങ്ങൾ പഠിക്കുക, ഒപ്പം നിന്ന് പഠിക്കുക, കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. പക്ഷെ അതൊന്നും അവർക്ക് ആ സമയത്ത് മനസ്സിലാവും, തലേ കയറില്ല. കുറച്ച് കഴിഞ്ഞിട്ടേക്ക് അവർ റിയലൈസ് ചെയ്യുക കാര്യങ്ങളൊക്കെ. ആക്ച്വലി സ്റ്റുഡൻസിനോട് ഗ്രേഡ് ചോദിക്കൽ എന്നൊരു സംഭവം ഉണ്ട്. പക്ഷെ ഞാൻ ചോദിക്കും, നമ്മൾ പ്രശ്നമില്ലല്ലോ. ആക്ച്വലി ഇതുവരെ ഏതെങ്കിലും സെം ബാക്ക്, ഏതെങ്കിലും സബ്ജക്ട് ബാക്ക്? അൽഹംദുലില്ലാ, ഇതുവരെ ഒരു സെം ബാക്ക് ആയില്ല. മാഷാഅല്ലാ, സീൻ ബുജ്ജി തന്നെ. വെറുതെ ഡയലോഗ് ബുജ്ജിയായിട്ടില്ല, ഞാൻ പറഞ്ഞില്ലേ പഠിക്കണ സമയത്ത് സീരിയസ് ആയിട്ട് ഇരുന്ന് പഠിക്കും. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചാൽ അറിയാം, എക്സാം ഷെഡ്യൂൾ വന്നു കഴിഞ്ഞാൽ ഞാനൊരു 4-5 ദിവസം ഞാൻ പുറത്ത് കാണൂല. ഞാൻ സീരിയസ് ആയിട്ട് ഇരുന്ന് പഠിക്കും. ബാക്കിയുള്ള എല്ലാ ദിവസവും ഞാൻ പുറത്തുണ്ടെങ്കിൽ പോലും എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇരിക്കണം. കാരണം അല്ലെങ്കിൽ എനിക്ക് തന്നെ ടെൻഷനാ, ഞാൻ ഇരുന്ന് പഠിക്കും. ഫുള്ള് ആ സമയത്ത് ഇരുന്ന് പഠിക്കും. ഫ്രണ്ട്സ് ഗ്യാങ്ങില് മറ്റേ എല്ലാ അലമ്പിനും കൂടെ കണ്ടിട്ട്. അല്ല, എൻ്റെ ഗ്യാങ്ങിൽ എല്ലാവരും ഏകദേശം അതുപോലെയാണ്. ഞാൻ അങ്ങനത്തെ ഒരു ടീമിനെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അങ്ങനത്തെ ഒരു ഉഴപ്പുള്ള ടീമാണെങ്കിൽ പോലും ഞാൻ ഒപ്പം കൊണ്ടുപോയി ഇരുത്തി പഠിപ്പിച്ച് അങ്ങനത്തെ ഒരു ടീമാണ് ഞങ്ങളത് എല്ലാവരും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ക്ലാസ്സിൻ്റെ ടീമിനായിട്ട് വേറെ ടീം എനിക്കുണ്ട്. അതായത് കറക്റ്റ് എക്സാം കാര്യങ്ങൾ, ക്വിസ് കാര്യങ്ങൾ, സെമിനാറുടെ എല്ലാം ഞങ്ങളൊരു ഗ്യാങ് ആയിട്ട് ഇരുന്ന് പഠിക്കും. നേരെ മറിച്ച് ഈ പറഞ്ഞ പോലെ ചായക്കടയിൽ അങ്ങോട്ട് വരുന്ന ടീമാണെങ്കിൽ പോലും ഓരോ എക്സാം ടൈമിൽ ഓരോ ഇരുന്ന് പഠിക്കും. അങ്ങനത്തെ എനിക്ക് 2 ഗ്യാങ് ഉണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ടീമുണ്ട്. അപ്പം ഇക്ക ഇവിടെ വന്നിട്ട് 6 years ആയി. അപ്പം ഞാൻ ചോദിക്കുവാണ്, ഇക്ക എപ്പോഴെങ്കിലും പാർട്ട് ടൈം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇതുവരെ പാർട്ട് ടൈം ചെയ്തിട്ടില്ല. അതിനുള്ള സമയമില്ല. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ ഫസ്റ്റ് ഇയറിൽ പഠിച്ച സാധനം ഞാൻ പറഞ്ഞു, സൺഡേസിൽ വരെ ഞാൻ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ബയോകെമിസ്ട്രീൻ്റെ ഡോക്ടർ ഉണ്ട്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഞാൻ പേര് ഞാൻ പറയുന്നില്ല, ബട്ട് സ്റ്റിൽ ആ ഡോക്ടർക്ക് എനിക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഞാൻ സൺഡേസിൽ വരുന്നത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, സോഫയിലൊക്കെ ബുക്ക് പറഞ്ഞിരുന്ന് എഴുതി പഠിച്ചൊക്കെ സ്റ്റിൽ ഐ റിമെമ്പർ, ഞാനും എൻ്റെ ഫ്രണ്ടൊക്കെ. അപ്പോൾ അതേപോലെ പഠിക്കാൻ ഒരുപാടുണ്ട്. നല്ല രീതിക്ക് പഠിക്കാനുണ്ട്. വെറുതെ പറയണം ഭയങ്കര എളുപ്പമാണ്, ജസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പാസ്സാ പോകുന്നൊക്കെ വെറുതെ പറയാണ്. നല്ല രീതിക്ക് പഠിക്കാനുണ്ട്, സൺഡേസിൽ വരുന്ന പഠിക്കാനുള്ളതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പാർട്ട് ടൈം സ്കീമിനൊന്നും ഞാൻ നോക്കിയില്ല ഇതുവരെ ഒന്നും നോക്കിയില്ല. നല്ലതാണ്, കാരണം പഠിക്കാൻ നമുക്ക്. ഇപ്പോൾ നേഴ്സിംഗ് കുട്ടികളോടൊക്കെയാണെങ്കിൽ നമുക്ക് പറയാം, അവർക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ടാകും, അവർക്ക് അത്രേ പഠിക്കാനുള്ളൂ. ബട്ട് MBBS അങ്ങനല്ല, വൈഡായിട്ട് ഒരുപാട് പഠിക്കാനുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് പഠിച്ചു കഴിഞ്ഞാലും അത് വീണ്ടും റെഫർ ചെയ്ത് പഠിക്കാൻ ഒരുപാട് ഡോക്ടേഴ്സ് നമുക്ക് തരും. ഈ ടെക്സ്റ്റ് ബുക്ക് നോക്കണം, ഈ ടെക്സ്റ്റ് ബുക്ക് ഇന്ന
സബ്ജക്റ്റ് നോക്കണം, കാര്യങ്ങൾ തരും. അതൊക്കെ നോക്കി കഴിയുമ്പോഴത്തേന് ഒരു ടൈം ആവും എന്തായാലും നമ്മൾ. അതെ. പിന്നെ +2 വരെ നമ്മൾ പഠിച്ചെന്ന് പറഞ്ഞാൽ മറ്റേ ബുക്കിലാണ്. അതെ. ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് നോട്ട് ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ 12th വരെ പഠിച്ചത്. അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഓൺലൈൻ ക്ലാസ് വന്നു. ഓക്കെ, ഓൺലൈൻ ക്ലാസ് ഒരു സിറ്റുവേഷൻ സംഭവം എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ ടോട്ടലി ഉൾട്ടല്ലേ. നമ്മൾ ഫുൾ ഐപാഡിൽ അല്ലെങ്കിൽ ടാബിൽ ഡൗൺലോഡ് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു, നേരെ ക്ലാസ്സിലോട്ട് വരുന്ന ഡോക്ടേഴ്സ് പറയും നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്താൽ പഠിക്കുന്നത്, അതിന്റെ PDF അയച്ചുതരും. പിന്നെ ആ PDF നോക്കി അതിന് നോട്ട്സ് ഉണ്ടാക്കി പഠിക്കണം. അപ്പോൾ കണ്ണൊക്കെ നല്ല സ്ട്രെയിൻ അല്ലേ? നല്ല സ്ട്രെയിനാണ്. പക്ഷേ ഓഫ്ലൈൻ ക്ലാസ്സിൽ വലിയ സീനില്ല. അതായത് നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് പോലല്ലോ. ഓൺലൈൻ ക്ലാസ് നമ്മൾ ഇത്ര അടുത്ത് നല്ല പഠിക്കുന്നത്. ഓഫ്ലൈൻ ക്ലാസ് ആ ഒരു ഡിസ്റ്റൻസും ഡോക്ടേഴ്സിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും, പിന്നെ നമ്മൾ വീട്ടിൽ നമ്മൾ ഫ്രീ ടൈം ഇരുന്ന് റെഫറൻസ് ചെയ്ത് പഠിക്കുന്നൊക്കെ അത് നമ്മളെ ഓക്കെ ആക്കിയിട്ട് നമ്മൾ പഠിക്കുള്ളൂ എന്തായാലും. പിന്നെ സ്ട്രെസ്ഫുൾ ആണ്, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നല്ല സ്ട്രെസ്ഫുൾ ആണ്. പക്ഷേ എനിക്കൊക്കെ ആണെങ്കിൽ മറ്റേ ബുക്കൊക്കെ മറിക്കുന്ന ശബ്ദമൊക്കെ കേട്ടിട്ട് അതിലിങ്ങനെ മാർക്ക് ചെയ്ത് പഠിക്കുന്ന ശീലമാണ് എനിക്ക്. ഇവിടെ വന്നപ്പം ആക്ച്വലി ബുക്ക് കിട്ടായില്ല നമുക്ക്. ഫിസിക്കൽ സ്റ്റോഴ്സും അവൈലബിൾ അല്ല, അല്ലെങ്കിൽ എത്ര പൈസയിലും കുറച്ച് മേടിക്കേന് ബുക്ക്, അങ്ങനെ ഒരു സ്റ്റോറും അവൈലബിൾ അല്ല. അതായത് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ സത്യം പറഞ്ഞാൽ ഒരു വൈഡ് ബുക്സിൻ്റെ ലൈബ്രറി ഉണ്ട്. വൈഡ് ബുക്സിൻ്റെ ലൈബ്രറി ഉണ്ട്. അപ്പോൾ അത് ഒരുവിധം നമ്മളെ സ്റ്റുഡൻസ് ഒക്കെ എന്താ ചെയ്യുക വെച്ചാൽ ഏത് ഡോക്ടേഴ്സ് ഏത് ബുക്സ് ആണോ പറയുന്നത് ആ ബുക്സ് അവിടെ നിന്ന് എടുത്ത് അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങൾ എടുത്ത് പോവും, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് റെഫറൻസ് ചെയ്ത് പോവും. അതായത് ഒരുപാട് ബുക്സ് ഇപ്പോൾ ഇവിടെ തന്നെ നമ്മളെ ഈ യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ തന്നെ ഒരു 3-4 ലൈബ്രറീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ബുക്സ് കാര്യങ്ങൾ കിട്ടും. ഞാനടക്കം പോകാറുണ്ട്, ഫ്രീ ടൈമിൽ ഞാൻ പോകാറുണ്ട്. അതായത് ഇപ്പോൾ ഞങ്ങൾ പഠിപ്പിക്കുന്ന ബുക്സ് അല്ലാതെ USMLE ബേസ്ഡ് ചില ബുക്സിൽ റെഫറൻസ് പറയും, ആ സമയത്ത് ഞങ്ങൾ പോയി നോക്കാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ കോപ്പി ഡൗൺലോഡ് ചെയ്യും. മെയിൻലി കോപ്പി തന്നെ, എല്ലാ ഡോക്ടേഴ്സും കോപ്പി തന്നെ പ്രിഫർ ചെയ്യുന്നത്. PDF ഒക്കെ കുറവാണ് പൊതുവെ. PPT തരും. PPT ഡിപ്പെൻസ് ഓൺ ഡോക്ടേഴ്സ്. ചില ഡോക്ടേഴ്സ് നമുക്ക് PPT തരും. ഈ PPT പഠിച്ചാൽ മതി, കാരണം അതിൽ മെയിൻ പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് PPT തരും. പക്ഷേ പൊതുവേ ആ PPT അവർ പഠിപ്പിച്ച് നമുക്ക് സെൻഡ് ചെയ്തില്ല, നമ്മൾ കൂടുതൽ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അയച്ചു തരില്ല. നമ്മളോട് പറയും ടെക്സ്റ്റ് ബുക്ക് നോക്കണം. ഈ സെയിം സാധനം തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ കിട്ടും. പക്ഷേ ഒരുവിധം ഡോക്ടേഴ്സ് പഠിക്കുന്ന PPT നിങ്ങൾ കുറച്ച് നോക്കി കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് ഈസി ആവും. പക്ഷെ നമുക്ക് എൻ്റെ ഫസ്റ്റ് സെമ്മോ സെക്കൻഡ് സെമ്മോ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് അവർ PPT വന്നായിരുന്നു. 3rd സെമ്മിൽ ഇപ്പോൾ ഒരാൾക്ക് പോലും PPT ഇല്ല, ഒരു PPT പോലും ഇല്ല, ഒന്നുമില്ല. അതാണ് ഇവിടെ നമുക്കൊരു ഡയഗ്രാം കൊണ്ടുവരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലോ ചാർട്ട് കൊണ്ടുവരും, എന്നിട്ട് പറയും ഓക്കെ ഇത് ടെക്സ്റ്റ് എന്നുള്ളതാണ്, നിങ്ങൾ റെഫർ ചെയ്ത് വന്ന് പഠിക്കണം. ആ ഒരു സംഭവമാണ്. ബിഗ് ടാസ്ക്. അതായത് ഞാനൊക്കെ ഫസ്റ്റ് ഇയറിൽ എനിക്ക് ആ ഓൺലൈൻ ക്ലാസ് ആയ സമയത്ത് പോലും ഞാൻ ഭയങ്കര ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നമാണ് അതൊക്കെ. അത് ചില ഡോക്ടേഴ്സ് അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് അപ്പോൾ തന്നെ PPT ആ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. ചില ഡോക്ടേഴ്സ് പറയും ഇല്ല PPT അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ചില ദിവസം തരും, ഭയങ്കര ഹാർഡായിട്ടുള്ള ദിവസം PPT തരും, ഓക്കെ നിങ്ങളിത് പഠിച്ചാൽ മതി എന്ന് പറയും. ചില ദിവസം പറയും നേരെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ റെഫർ ചെയ്തോളൂ, അല്ലെങ്കിൽ PDF ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF റെഫർ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് തരും. അതൊരു ക്രൂഷ്യൽ സീനാണ്. MBBS സ്റ്റുഡൻസിന് ശരിക്കും ഒരു PDF ഇല്ലാത്തൊരു ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂഷ്യലാണ്. ഞാൻ വരെ വിചാരിച്ചിട്ടുണ്ട് എന്താണ് ഈ ഡോക്ടേഴ്സിനൊക്കെ നല്ലൊരു PDF ഉണ്ടാക്കി തന്നിരുന്നത്, പിന്നെ അത് മാത്രം നോക്കി. ശരിക്കും നമുക്ക് ഇത്ര പേജസ് ഉള്ള ഈ ടെക്സ്റ്റ് ബുക്ക് കാണുമ്പോൾ ശരിക്കും പേടിയായി, ഇതെല്ലാം കൂടി പഠിച്ച് തീരുമ്പോൾ തന്നെ സമയമാവല്ലോ, അങ്ങനെ ചിന്താഗതി വരും. പക്ഷേ കുഴപ്പമില്ല, നമ്മളെ നോട്ട്സ് കാര്യങ്ങൾ കുറച്ചുകൂടി നോളജ് കൂടും, നമുക്ക് സത്യം കോൺസെൻട്രേഷൻ കൂടും. ഞാൻ മനസ്സിലാക്കിയത്, ഞാനൊക്കെ ഒരു ടെക്സ്റ്റ് വായിച്ചൊരു 10 വട്ടം വായിച്ചാൽ പോലും ആയിരിക്കും ആദ്യത്തെ സെൻറ്റൻസ് മനസ്സിലാവുന്നത്. പിന്നെ നമ്മൾ ഇരുന്ന് വായിച്ച് ഞാൻ അതിന് കണ്ടെത്തിയ യൂട്യൂബ് വീഡിയോസ് തന്നെ ഞാൻ മെയിനായിട്ട് കണ്ടെത്തിയ ഒരു മെയിൻ കാര്യം. യൂട്യൂബ് വീഡിയോസ് എങ്ങനെ? പക്ഷെ എനിക്ക് ഇതുവരെ യൂട്യൂബ് വീഡിയോസ് വർക്ക് ആയിട്ടേ ഇല്ല പഠിത്തത്തിൽ. അതായത് നിഞ്ചാനോട് അങ്ങനത്തെ ഒരുപാട് പേജസ് ഉണ്ട്. നിഞ്ചാനോട് ഞാൻ കണ്ടിട്ടു. പക്ഷെ എന്തോ എനിക്ക് ടെക്സ്റ്റ് വായിച്ച് നോട്ട് ഉണ്ടാക്കി പഠിക്കുന്ന ഒരു സിസ്റ്റം പണ്ട് മുതലേ ഞാൻ പഠിച്ചുകൊണ്ട് ഈ യൂട്യൂബ് വീഡിയോ എനിക്ക് അങ്ങോട്ടേക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഞാൻ ഫസ്റ്റ് ആ ടോപ്പിക്കിൻ്റെ യൂട്യൂബ് വീഡിയോ എടുക്കും, എന്നിട്ട് അതൊന്ന് കണ്ടിട്ട് ഞാൻ ഈ ടെക്സ്റ്റ് വായിക്കും. അപ്പോൾ ഒരു ബേസിക് സാധനം കിട്ടും. അപ്പോൾ എന്തായാലും ആ വീഡിയോ പരമായിട്ടുള്ളൊരു സാധനം നമ്മുടെ തലയിലുണ്ടാവും. ഇപ്പോൾ നാളെ ഡോക്ടേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കാനാണെങ്കിൽ പോലും ആ ഒരു ഐഡിയ നമ്മളെ തലയിലുണ്ടാവും. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഞാൻ മെയിനായിട്ട് ചെയ്യൽ അങ്ങനെയാണ്. കുറച്ചുകൂടി ഈസി ആയിരുന്നു എനിക്ക് ആ ഒരു കാറ്റഗറി ചെയ്തിട്ട്. ഞാൻ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് ഞാൻ വാട്സപ്പിൽ അയച്ചു തരും എന്താ സംഭവിക്കും. ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സ് എല്ലാം മിക്ക പ്രൊഫസേഴ്സും USMLE അല്ലെങ്കിൽ പ്ലാബ് ക്ലിയർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് എനിക്ക് എന്താ തോന്നിയെന്നറിയാവോ, ഇപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ മിക്ക USMLE ക്രാക്ക് ചെയ്ത് ഫൈനൽ സ്റ്റേജ് എത്തുന്ന ടീച്ചർമാർ, അതായത് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അവിടെ പോയി റെസിഡൻസി ചെയ്യുക. അപ്പം പക്ഷേ അതിനൊരു കാലതാമസം വരുമല്ലോ, ഒരു 6 മന്ത്. അപ്പോൾ നമുക്കൊരു സെമസ്റ്ററിൻ്റെ മന്താണ്, ആ മന്തിലേക്ക് നമ്മളെ പഠിപ്പിക്കാൻ വരും ഇവർ. പക്ഷെ മിഡ് ടേം കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് മറ്റേ പ്രോസസ്സ് സ്പീഡപ്പ് ആയിട്ട് ഇവർ പോവും. അപ്പോൾ അടുത്ത ടീച്ചർ വരും. അപ്പോൾ ഈ ടീച്ചർ എന്ന് പറഞ്ഞാൽ നല്ല തങ്കക്കുടം പോലത്തെ മിസ്സായിരിക്കും, നല്ലപോലെ പഠിപ്പിച്ച്. അപ്പോൾ വരുന്ന ടീച്ചർമാർ ഇനി അതുപോലെ പഠിപ്പിച്ചെടുക്കണം.
പക്ഷെ അത് നല്ലപോലെ പഠിപ്പിക്കും ഇവർ, ആ ഫ്ലോയിൽ അങ്ങ് പോകും. പക്ഷെ എനിക്ക് ആ ഒരു കണ്ടിന്യൂഷൻ എപ്പോഴും മിസ്സാവുന്ന പോലെ തോന്നും. ഇക്കട അങ്ങനെ കേസ് ഉണ്ടോ? ഇല്ല, നമുക്ക് അങ്ങനത്തെ വിഷയങ്ങളില്ല. നമുക്ക് എന്തായാലും ഒരു ഡോക്ടർ ആണെങ്കിൽ ആ ഒരു സെമസ്റ്റർ കണ്ടിന്യൂസ് ആ ഡോക്ടറെ കയറാം, അതിൽ ചേഞ്ച് കാര്യങ്ങൾ വരില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു മുൻകൂട്ടി പറയാം, നമുക്ക് ഈ സെമസ്റ്റർ സ്റ്റാർട്ടിന് മുന്നേ നമുക്ക് ഇൻഫർമേഷൻ തരും, ഈ ഒരു ഇത്ര വീക്ക് വരെ ഈ ഡോക്ടർ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അടുത്ത ഡോക്ടർ. നമുക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ട് സെമസ്റ്ററിന് മുമ്പ്. പക്ഷേ ഇറ്റ്സ് വെരി റയർ. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും കണ്ടിന്യൂസ് ഇപ്പോൾ UG-ലാണെങ്കിൽ പോലും USM-ലും പ്ലാബൊക്കെ പാസ്സായ ഡോക്ടേഴ്സാണ് കൂടുതലുള്ളതൊക്കെ. അവരൊക്കെ പ്രോപ്പർ അതായത് ഞാൻ ഇതിലൊരു ബെനിഫിറ്റ് കണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ പാസ്സായ ഡോക്ടേഴ്സ് ആ ഒരു എക്സാം ബേസ്ഡുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് തരുന്നത്. ഇപ്പോൾ സാധാരണ ഒരു ഇന്ത്യൻ സ്റ്റുഡൻറ്റ് ഇപ്പോൾ FMG-ൻ്റെ കോച്ചിങ് മാത്രം നോക്കുന്ന കുട്ടികൾക്ക് പോലും USM-ൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ക്യൂസായിട്ട്, വീക്ക്ലി ക്യൂസായിട്ട് കൊടുക്കുന്നത്. ഇറ്റ്സ് എ ബിഗ് തിങ്. അതായത് അവരെ ക്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സൈഡ് ഭയങ്കര പാടാണ്. അത് ക്രാക്ക് ചെയ്ത് പോകുന്ന കുട്ടികൾ ഒരു ഫൈനൽ ഇയർ ആകുമ്പോഴേക്കും എന്തായാലും ഒരു USM-ൽ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ഒരു കോൺഫിഡൻറ്റ് കിട്ടും. അത് ആ ക്വസ്റ്റ്യനാണ് നമ്മൾ നേരെ USM-ൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ക്വസ്റ്റ്യൻസ് മൊത്തം USM-ൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡോക്ടേഴ്സ് നമുക്ക് വീക്കിലി തരുന്നത്. എൻ്റെ സീനിയേഴ്സൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമാണ്. നമുക്കൊരു ടീച്ചറുണ്ട്, പേര് ഞാൻ പറയത്തില്ല. ടീച്ചറാണെങ്കിൽ ഒരു ബുക്കുമായിട്ട് വരും. ആ ബുക്കിൽ നിന്ന് വന്ന ഫുൾ USM-ൽ ഈ മാം പഠിച്ച ബുക്കാണിത്. അതിൽ നിന്ന് ഒരാൾ വിളിച്ചു, നോക്കെ നീ എണ്ണീക്ക്, നീ പറ ഇതിൻ്റെ ആൻസർ പറ. അപ്പോൾ നമ്മളിങ്ങനെ എന്ത് ഒന്നുമില്ല, നീ പൊക്കോ നീ പഠിച്ചിട്ടില്ല. ആ ഒരു ഭയങ്കര റൂഡായിട്ടുള്ള ടീച്ചർമാരുണ്ട്. പക്ഷെ എന്നാൽ ഭയങ്കര പഞ്ചഭാവമായിട്ടുള്ള, നീ ഇന്ന് പഠിച്ചില്ലേ, ഒരു കുഴപ്പമില്ല, നീ നാളെ പഠിച്ചിട്ട് വരണം, പഠിക്കാതെ വന്നു കഴിഞ്ഞാൽ നിനക്ക് മാർക്ക് കിട്ടത്തില്ല. അങ്ങനെ 2 ലെവൽ ഓഫ് ടീച്ചർമാരുണ്ട് അല്ലേ. പക്ഷെ ചില കുട്ടികൾ പറയും, ജോർജിയ ഭയങ്കര എളുപ്പമാണ്, എന്താ ചുമ്മാ പോയിരിക്കുക, പഠിക്കുക, വരിക, മാർക്കൊക്കെ വെറുതെ ഇങ്ങനെ കയറും. എനിക്കിത് ഒരു മാർക്ക് പോലും വെറുതെ കയറിയിട്ടില്ല. സത്യം ഇക്ക കയറിയിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു പരിപാടിയില്ല. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് പ്രോപ്പറായിട്ട് ആൻസർ പറയുന്നുണ്ട് ഡോക്ടർ തോന്നിയാൽ തന്നെ ഡോക്ടേഴ്സ് നമ്മളോട് നൈസായിട്ട് നിൽക്കും. അതർവൈസ് ഇവരൊക്കെ നമ്മളോട് റൂഡായിട്ട് നിൽക്കുള്ളൂ. അതായത് നമ്മളൊരു പഠിക്കുന്ന കുട്ടിയാണ്, അതായത് ഫസ്റ്റ് ഒരു 3-4 ക്ലാസ് നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചു പോയി, 4ാമത്തെ ക്ലാസ്സിൽ പഠിച്ചില്ലെങ്കിലും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അവർ നല്ല രീതിക്ക് നമ്മളായിട്ട് നിൽക്കും. ഇക്കടെ ഏറ്റവും പേടി സ്വപ്നമായിട്ടുള്ള ഡോക്ടർ ഏതാ? പേര് പറയണമെന്നില്ല, സബ്ജക്റ്റ് പറഞ്ഞാൽ മതി. അത് ബയോകെമും അതുപോലെ അനാട്ടമി ഡോക്ടറും. അമ്മേ, എല്ലാവർക്കും ബയോകെം ഒരു ട്രോമയാണ്. അതെ, സെക്കൻഡ് സെമ്മിലെ അനാട്ടമി ഡോക്ടർ, ഫസ്റ്റ് സെമ്മിലെ ബയോകെം ഡോക്ടർ. എന്ത് മെയിൻ ടാർഗറ്റ് എങ്ങനെ? അതായത് അവർ ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മൾ ഉത്തരം മുട്ടുമല്ലോ, അത് വരെ ക്വസ്റ്റ്യൻ ചോദിക്കും. നമ്മളൊരു ഫസ്റ്റ് 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഉത്തരം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഓക്കെ ഇത് തീർന്നു. ഇല്ല, നമുക്ക് ആൻസർ എപ്പോൾ സ്റ്റോപ്പ് ആവണം അതുവരെ അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് നിൽക്കും. അനാട്ടമി അതേപോലെ തന്നെ. ഞങ്ങളുടെ ബയോകെമിലെ സാർ എന്താന്ന് വെച്ചാൽ സാർ ഇങ്ങനെ പറയും, എല്ലാ വീക്കും ക്വിസ്. എന്നിട്ട് സാധാരണ എല്ലാ വീക്കും ക്വിസ് ഇട്ടാൽ ആ ക്വിസിൻ്റെ മാർക്ക് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യല്ലേ. ഇതങ്ങനെയല്ല, ക്വിസ് ഇട്ട് അതിനൊരു പെർസെൻറ്റേജ് ഇല്ല, 100-ൽ ഇത്ര പെർസെൻറ്റേജ് മാർക്ക് ഇടും. എന്നിട്ട് അതിൻ്റെ ആവറേജ് എടുത്തിട്ട് പോർട്ടലിൻ്റെ ഒരു കോളത്തിലിടും. അങ്ങനത്തെ ടാസ്കുള്ള ടീച്ചർ. അപ്പോൾ സാറ് വരും, നമ്മളോട് ചോദിക്കും നീ എന്താ പഠിച്ചത്? അപ്പോൾ ഞാൻ പറയാം ഓക്കെ ഞാൻ പഠിക്കുക അഡിനൈൽ സൈക്ലേസ് ആണ്. സാർ അത് മാത്രമേ ചോദിക്കത്തുള്ളൂ. സാറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. ഹൗ ഡസ് അസിറ്റിൽകോലിൻ എസ്റ്റേഴ്സ് നോ വെൻ ടു സ്റ്റോപ്പ് ദ പ്രോസസ്? എന്ത് മനുഷ്യനാണ് അസിറ്റിൽകോലിൻ? ഞാനെപ്പോഴും അറിഞ്ഞുകൂടാ. ഇതേപോലെ ഡോക്ടർ എന്നിട്ട് നമ്മളിങ്ങനെ ചോദിക്കും ഓക്കെ ടെൽ ദ ഡയറ്ററി അല്ല ദ സോഴ്സ് ഓഫ് നമ്മുടെ ബോഡിയിൽ ട്രയോസിൻ്റെ സോഴ്സ് എവിടെ? അപ്പം എനിക്കറിയാം, ഞാൻ ആ PPT ഒക്കെ നോക്കിയത് ഡയറ്ററി സോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഓക്കെ ഡയറ്ററി, ആർ യു ഷുവർ? ഞാൻ പറഞ്ഞു യെസ് സാർ. ആർ യു ദാറ്റ് ഷുവർ? യെസ് സാർ. ഓക്കെ എന്നിട്ട് കുറച്ചൊരാൾ ചുമ്മാ ഇരിക്കും, എന്നിട്ട് ലാപ്ടോപ്പിൽ കുത്തും. ഓക്കെ ഈ ക്വസ്റ്റ്യൻ ഇവർക്ക് അറിയത്തില്ല, എന്നിട്ട് അത് ചോദിക്കും. അങ്ങനെ കറക്കി ഒരു കൊച്ചിനോട് ഒരു 30 മിനിറ്റ് ഇരുത്തി ഉരുക്കി നമ്മളൊക്കെ ഇരിക്കുന്ന ഇങ്ങനെ കൈവറച്ച് ആ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നത്. എല്ലാവരും നമ്മൾ അത് ഇറങ്ങിക്കഴിഞ്ഞ് നമുക്ക് മറ്റെന്തോ വലിയ സംഭവം കഴിഞ്ഞു, ഇനി അടുത്ത ആഴ്ച ഉള്ളല്ലോ. പിന്നെ ഈ സെമസ്റ്റർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് സെക്കൻഡ് സെമസ്റ്റർ ഒരു 2 വർഷത്തെ ഒരു ലോങ് ഗ്യാപ്പായി ഒരു ബയോകമായിട്ട് തോന്നിയത് എല്ലാവർക്കും. ഒരു കോംപ്ലിക്കേഷൻ സബ്ജക്റ്റ് തന്നെ കേട്ടോ. എന്തോ എനിക്കറിയില്ല, പക്ഷെ സംഭവം നമ്മൾ പഠിച്ചു വരുമ്പോൾ ഈസി ആയിട്ട് തോന്നും. പഠിക്കുമ്പോൾ ഈസി, പക്ഷേ വല്ല ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ ഭയങ്കര ടഫാണ്. ഇത് എവിടെയാണ് ഞാൻ ഇത് പഠിച്ചതാണ്, ഇത് മനസ്സിലാവുന്നില്ല, എങ്ങനെ അങ്ങോട്ട് കണക്ട് ആവുന്ന മനസ്സിലാവില്ല. ആണ് നേരെ തിരിച്ചവർ ചോദിക്കുക. പക്ഷെ നമ്മൾ ഇപ്പോൾ ഈ ബയോകെമിലെ സാറ് ഭയങ്കര സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചോ. നമുക്ക് ഫിസിയോളജി സെയിം, നമുക്കിവിടെ ബോഡി ഫങ്ഷൻ എന്ന് പറയുന്ന 2 ഡിവൈഡ് ചെയ്തിട്ട് ബയോകെം ഫിസിയോളജി. അപ്പോൾ ഈ ഫിസിയോളജിയിൽ മാമിന് എന്താ വേണമെന്ന് അറിയോ? ഇത്രയുള്ള ടെക്സ്റ്റ് ബുക്ക്, ഈ ടെക്സ്റ്റ് ബുക്ക് മൊത്തം നമ്മൾ കാണാതെ പഠിക്കണം. മാമിൻ്റെ ക്വസ്റ്റ്യൻ ഇതാ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ ടെൽ മീ അബൌട്ട് മിഡിൽ ഓഫ് ബ്ലാങ്കറ്റ്. നമ്മൾ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പേജ് മൊത്തം
നമ്മുടെ സെന്റൻസിൽ പറയാൻ പാടില്ല. ലിറ്ററലി അതേപോലെ പറയേണ്ടി വരും. അതേപോലെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഇവിടെ തെറ്റിപ്പോവും. മനുഷ്യരല്ലേ തെറ്റിപ്പോയി. അപ്പം മാം എങ്ങനെ നോക്കിയിട്ട് തെറ്റിപ്പോയി, ഇതല്ല സംഭവം തെറ്റിപ്പോയി. അപ്പം ഞാനിങ്ങനെ വയ്ക്കുന്നുണ്ട്. ഞാൻ ആ ടെക്സ്റ്റ് മൊത്തം നോക്കി ഇവരുടെ പേര് എവിടെയെങ്കിലും ഉണ്ടോന്ന് അറിയാം, ഇവരെല്ലാം എഴുതിയ ടെക്സ്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടി. സത്യം കിട്ടും, നമ്മൾ ഫുൾ ട്രോമയായിട്ടായിരിക്കും സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞതിൻ്റെ. ശരി. അപ്പം ഇക്കാടെ ഏറ്റവും പാടുള്ള സെമസ്റ്റർ ഏതാ? പാടുള്ള സെമസ്റ്റർ എനിക്ക് ഫീൽ ചെയ്തത്, ഇത് ടഫസ്റ്റ് എനിക്ക് തന്നെ ആയിരുന്നു. ബയോകെമോ അനാട്ടമി ആയിരുന്നു എനിക്ക് പാടായിട്ട് ഫീൽ ചെയ്ത്. എനിക്ക് ഫോർത്ത് ഇയർ ആയിരുന്നു. ഐ മീൻ ഫോർത്ത് ഇയർ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ട്രാപ്പ് കിട്ടിയ സമയം തന്നെ ക്ലിനിക്കൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്ത ടൈം. അത് ഞാൻ നല്ല ബെസ്റ്റ് ഡോക്ടേഴ്സിനെ എടുത്തതും. ഞാൻ ഫസ്റ്റ് ഇയറിൽ ഓൺലൈനിൽ കണ്ട ഡോക്ടേഴ്സിനെ ഞാൻ ആ സമയത്ത്, പക്ഷെ അവരെ ഹെൽപ്പ് ചെയ്തിട്ടോ. പക്ഷെ എനിക്ക് ഞാൻ റിഗ്രറ്റ് ചെയ്ത സമയം അത് തന്നെയാണ്, ഫോർത്ത് ഇയർ തന്നെയാണ്. ഇപ്പം ഇക്കടെ ഫസ്റ്റ് സർജറി ഏതാന്ന് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് സർജറി ഇങ്ങനെ ആലോചിക്കാൻ നല്ല സൈനാണ് ആക്ച്വലി. അത്രയ്ക്ക് സർജറി ചെയ്യുന്നതിന്റെ അർത്ഥം. സർജറി ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. മാഷാഅല്ലാ, സർജറി എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ ആ സമയത്തൊക്കെ സർജറി ഉണ്ടെങ്കിൽ ഞാൻ കയറിയിട്ടുണ്ട് ഒരുപാട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, യൂണിവേഴ്സിൻ്റെ സ്വന്തം ഹോസ്പിറ്റൽ, അത് നമുക്ക് എല്ലാ സർജറിക്കും ജോയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ റൊട്ടേഷൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ പോലും ആ ഡോക്ടേഴ്സിനെ കണ്ട ഡോക്ടർ അവിടെ സർജറി ചെയ്യുന്നുണ്ടെങ്കിൽ ചോദിച്ച് നമ്മൾ കയറ്റും, ജോയിൻ ചെയ്യിപ്പിക്കും. അങ്ങനെ വരെ നമുക്ക് ഓപ്ഷൻസ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സർജറി അറ്റൻഡ് ചെയ്തിട്ടുണ്ട് മാഷാഅല്ലാ. അത് പൊതുവെ എൻ്റെ എല്ലാ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിയിലെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ അവർക്ക് കിട്ടാത്തൊരു കാര്യമാണ് എനിക്ക് കിട്ടിയത്. ഞാൻ അറിയുന്ന ഇപ്പോൾ സർജറി ഒക്കെ ഞാൻ ആലോചിക്കുവാണെങ്കിൽ നല്ല എമൗണ്ട് ഓഫ് സർജറി കിട്ടിയിട്ടുണ്ട്. എന്നാലും പെട്ടെന്ന് മനസ്സിന് സർജറി ചെയ്താന്ന് ഓർമ്മയുണ്ടോ? ഇന്നത്തെ സർജറി പറയല്ലേ, ഇന്നൊരു സർജറി കഴിഞ്ഞിട്ടൊന്ന് വന്നിരിക്കുന്നേ. ഇല്ല, അത് എന്തായിരുന്നു, കോളോറക്ടൽ ക്യാൻസർ റിമൂവൽ എന്തായിരുന്നു തോന്നുന്നു ഫസ്റ്റ് സർജറി. അതെ, അത് ഇപ്പം നമ്മൾ അപ്പോഴാണ് അത്രയും എമൗണ്ട് ഓഫ് ബ്ലഡ് ഒക്കെ കാണുന്നതല്ലേ, പേടി തോന്നിയോ? നമ്മള് ബോഡി കീറുന്നതും അതുപോലെ സൂച്ചർ ചെയ്യുന്നതൊക്കെ ഇതിന് മാത്രം ഹാർഡാണെന്നുള്ള റിയാലിറ്റി മനസ്സിലായ ഒരു സ്റ്റേജാണത്. പേടി തോന്നിയിട്ടുണ്ടോ? പേടി തോന്നാൻ, അതായത് എനിക്ക് ഫസ്റ്റ് 1-2 സർജറി കയറുമ്പോൾ എനിക്ക് ഭയങ്കര ഫിയർ ഉണ്ടായിരുന്നു. അതായത് ആ ബോഡി, അതായത് ഇവിടെ നമ്മൾ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ മറ്റേ നമ്മൾ നാട്ടിൽ സോൾഡറിങ് മെഷീൻ പോലത്തെ മെഷീൻ ഉണ്ടല്ലോ, അത് വെച്ച് വുഡ് കട്ട് ചെയ്യുന്നൊക്കെ. ഇവിടെ സോൾഡർ ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ട്, നമ്മൾ ഷോക്ക് കൊടുത്ത് കട്ട് ചെയ്യൂലേ, ഷോക്ക് മെഷീൻ കൊടുത്താണ് ഇവിടെ കട്ട് ചെയ്യുന്നത് വുണ്ടൊക്കെ. അങ്ങനത്തെ ഷോക്ക് മെഷീൻ, അതിൻ്റെ ആ കരിഞ്ഞ മുടിയൊക്കെ കത്തിയൊരു സ്മെല്ലുണ്ടല്ലോ, ആ ഒരു സ്മെല്ല് വരും. ആ സമയത്ത് ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരും. അപ്പോൾ ഞാനൊക്കെ കയറുമ്പോൾ 2-3 മാസ്ക് കിട്ടാൻ ഞാൻ കയറിയിട്ടുണ്ട് ഈ ഓപ്പറേഷൻ്റെ. പ്രത്യേകിച്ച് അന്ന് അസിസ്റ്റിംഗ് കൂടെ നോക്കിയാൽ ആ ഒരു പുക നേരെ മുഖത്തോട്ട് അടിക്കുക. അപ്പോൾ അങ്ങനത്തെ കുറേ ഡിഫിക്കൽട്ടീസ്. പിന്നെ ഒരുവിധം ഗേൾസൊക്കെ ബാക്കിൽ ഇങ്ങനെ തല കറങ്ങി വീണാണ്. പ്രത്യേകിച്ച് ഗൈനക്കോളജിൻ്റെ റൊട്ടേഷനൊക്കെ കയറിയ സമയത്തൊക്കെ ഒരു ഗേൾസ് പോലും, ഞങ്ങൾ 3-4 ബോയ്സ് മാത്രമേ ലാസ്റ്റ് അവിടെ ആവുള്ളൂ. ബാക്കിയുള്ളൊക്കെ തല ഇറങ്ങി അപ്പോഴേക്കും കറങ്ങി. ബാക്കിൽ പിടിക്കാൻ നേഴ്സുമാർ ഓൾറെഡി ഉണ്ടാവും, ആ ബാക്കിൽ വലിയ റെഡി ആയിട്ട് നിൽക്കും. നേരെ നമ്മൾ അടുത്ത ബെഡിലോട്ടൊക്കെ എടുത്തു. ഓക്കെ, ഇങ്ങോട്ട് ഗ്ലൂക്കോസ് ട്രിപ്പൊക്കെ കൊടുത്ത് ഓക്കെ. ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ ചെറിയ വീഡിയോ ഉണ്ടോ, മറ്റേ വയറിങ്ങനെ ഓരോ ലെയർ തുറന്ന് ഒരു മറ്റെന്താ ലെയറിൻ്റെ അകത്തൊരു കുഞ്ഞിടക്കുമല്ലേ, എന്നിട്ട് അത് പൊട്ടിച്ചിട്ട് കൊച്ചിനെ എടുക്കുന്നു. അപ്പത്തേക്ക് അതൊരു മിനിറ്റുകൾ, ഒരു ഫ്യൂ മിനിറ്റ്സിന്റെ ഒരു പ്രൊസീജിയേഴ്സാ. എല്ലാം ഷെഡപെടേന്ന് പറഞ്ഞിട്ടേക്കാരം തീരല്. നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കീറലും കഴിയും, കുട്ടീനെ പുറത്ത് കൊടുക്കലും കഴിയും, കട്ട് ചെയ്യുകയും കഴിയും. എല്ലാം ഭയങ്കര ഫാസ്റ്റാ. ഇക്കൊക്കെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഏതാ? ട്രോമറ്റോളജി ചെയ്യാറാണോ? ബോൺ ഒരു ഡീപ്പ് ഫ്രാക്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, എല്ല് പൊടിഞ്ഞത്, അങ്ങനത്തെ അത് ഫുള്ള് ഒരു വേറെ സ്റ്റീൽ വെക്കും, സപ്ലിമെന്റ്സ് വെച്ചിട്ട് അറേഞ്ച് ചെയ്യും. അതിന്റെ ഡ്രില്ലിംഗ് ഒക്കെ ഉണ്ട്. ഓ മൈ ഗോഡ്, അത് ഇറ്റ്സ് റിയലി ഹാർഡ്. അതായത് നമ്മൾ ഞാൻ കണ്ടൊരു പേഷ്യൻ്റെ ഒരു മുട്ടിൻ്റെ ഈ ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ഫുള്ള് ഫ്രാക്ചർ ആയിട്ട് പോയിട്ടുണ്ട്. എന്നിട്ട് വേറെ ഫിക്സ് ചെയ്യാണ്. അത് ശരിക്കും ലിറ്ററലി ആ ബോണ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് ഡ്രില്ല് ചെയ്യുന്നത്. യെസ്, അതുപോലത്തെ മെഷീൻസ് വെച്ചാണ് ഡ്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് ശരിക്കും എനിക്കൊന്നും ആ സമയത്ത് എനിക്ക് ഭയങ്കര വൊമിറ്റ് ചെയ്യാനൊക്കെ വന്നു. ആ സ്മെല്ലും കാര്യങ്ങളും, അങ്ങനെ ബോണാണ് ഒരു തുറന്നുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ? ആ സ്മെല്ല് കാര്യങ്ങൾ ലിറ്ററലി ഇറ്റ്സ് വെരി ഹാർഡ്. ശരിക്കും എനിക്ക് മനസ്സിലായിടത്തോളം എത്ര അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാലും ഇങ്ങനത്തെ ഒരു പേഷ്യന്റിനൊക്കെ ശരിക്കും ആ പെയിൻ അറിയുന്നുണ്ടാവും, കുറച്ചെങ്കിലും അവർ അറിയും. അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ, പക്ഷേ ഇത്രയും വലിയൊരു സർജറി നമ്മൾ ചെയ്യുന്നത്, മെയിൻ സർജറിയാണ്, മണിക്കൂർ 6 hours 7 hours ഒക്കെ ടൈം എടുക്കുന്ന സർജറി. ആ സമയത്തൊക്കെ എന്തായാലും അറിയും. എൻ്റെ ഒരു മനസ്സിൽ എനിക്ക് തോന്നുന്നു അറിയും. എന്റെ ഇപ്പത്തെ ആഗ്രഹം ഓർത്തോപീഡിക്, ഇത് കേട്ടിട്ട് എനിക്ക് തല ഇറങ്ങും. ഓർത്തോപീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ
ഒരു സെക്ഷൻ അല്ല അത്. ശരിക്കും ഇപ്പോഴാണ് ആലോചിക്കുന്നത്, ഓക്കെ ഒരു എല്ല് മൊത്തം പൊടിഞ്ഞൊരു പേഷ്യന്റ് വരുമ്പോൾ അവസ്ഥയൊക്കെ ആക്സിഡന്റ് കേസ് ഒക്കെ വരുമ്പോൾ ഇവിടെ ട്രോമറ്റോളജിന്റെ മാത്രം നമ്മുടെ യൂജിന്റെ ഹോസ്പിറ്റലുണ്ട്. അവിടെ വരുന്ന ഇങ്ങനത്തെ ഫ്രാക്ചർ കേസ് മാത്രം, കൈ ഫുള്ള് എല്ല് പൊട്ടി ഇങ്ങനെ മുകളിലോട്ട് വന്നത്, കാല് ഫുള്ള് പൊടിഞ്ഞത്, എല്ലൊക്കെ പൊടിഞ്ഞിട്ട് അങ്ങനത്തെ വരുന്ന കേസുകൾ മാത്രം വരുന്ന ഹോസ്പിറ്റലാണ്. അവിടെ വരുന്ന ആംബുലൻസ് വരുമ്പോൾ തന്നെ ഞങ്ങളുടെ ഉള്ളിൽ ഒരു അടിയാണ്, ഇന്ന് എന്തായിരിക്കും എന്നുള്ളത്. ഇറ്റ്സ് റിയലി ടഫ്. ER നിന്നിട്ടുണ്ടോ? ട്രോമറ്റോളജിയുടെ ഭാഗമായിട്ടാണ് ER. അതെ അതെ അതെ. അല്ലാതെ ER സെപ്പറേറ്റ് കാഷ്വാലിറ്റി ER അങ്ങനെയുണ്ടോ? ER നിൽക്കാറുണ്ടോ വെച്ചാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നമുക്ക് ER ഉണ്ടാവും. ER എന്ന് പറയുന്ന മറ്റൊരു അഡ്രിനലിൻ റഷ് അല്ലേ? ഒരു പേഷ്യന്റ് വരുന്നു, എടുക്കുന്നു, പോകുന്നു, അടുത്ത പേഷ്യന്റ് വരുന്നു, എടുക്കുന്നു, പോകുന്നു, നമുക്ക് നിൽക്കാൻ പോലും സമയം. എമർജൻസി മെഡിസിൻ എന്ന് പറഞ്ഞ സബ്ജക്ട് നമുക്കുണ്ട്. എമർജൻസി മെഡിസിൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ തന്നെ നമ്മൾ ഫുൾ ടൈം എമർജൻസിയിലേക്ക് വരാം. ആ സമയത്ത് അതിൽ ശരിക്കും ഞങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി കമ്പൽസറി ആണ്. നൈറ്റ് ഡ്യൂട്ടി ഞങ്ങൾക്ക് എടുക്കണം ശരിക്കും. എങ്ങനെ നമ്മളപ്പം നമുക്ക് ഉറക്കം വരത്തില്ല ഒന്നാമത്, നമുക്കൊരു എനർജി ഡ്രിങ്കിനൊക്കെ എന്ത് ചെയ്യും? അവിടെ വെൻഡിങ് മെഷീൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമുക്ക് എനർജി ഡ്രിങ്ക്സ് എടുക്കാം. പിന്നെ അതുപോലെ ഡോക്ടേഴ്സ് കോഫി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും, ആ സമയത്ത് നമുക്ക് കോഫി തരും. അതിന് അവർ എങ്ങനെ എനർജി സെറ്റ് ചെയ്യുന്നു അതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് തരും. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുതരും, പുതിയ എന്തെങ്കിലും മെഡിസിനെ കുറിച്ച് പറഞ്ഞുതരും, അല്ലെങ്കിൽ പുതിയ പേഷ്യൻസ് വരുമ്പോൾ അവരെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇല്ല, നമ്മൾ ആ സമയത്ത് ഉറക്കം വരില്ല എമർജൻസിയിലാണെങ്കിൽ. കാരണം ഓൾറെഡി പേഷ്യൻസ് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കും. പിന്നെ ഓരോ പേഷ്യൻസിനും ഓരോ കേസാണ്. അപ്പോൾ അങ്ങോട്ട് ഓടുക ഇങ്ങോട്ട് ഓടുക, ഓരോ പേഷ്യൻസിൻ്റെ കാര്യങ്ങൾ നോക്കുക, BP നോക്കാൻ നമ്മളോട് പറയും, അല്ലെങ്കിൽ പൾസ് നോക്കാൻ പറയും. ഇൻട്രസ്റ്റിംഗ് ആവും. എമർജൻസി ശരിക്കും ഇൻട്രസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ശരിക്കും. ഇക്കാക്ക് ഭയങ്കര ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു കേസ് പറയാൻ പറ്റുമോ? ഇപ്പം ER കണ്ട അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ട 1-2 ദിവസം അത് മനസ്സിൽ തന്നെ കിടന്നൊരു കേസ്? അത് ER കണ്ടൊരു കേസ് ഉണ്ടായിരുന്നു. അതായത് ആൾക്ക് ക്യാൻസറാണ്, പക്ഷെ എന്ത് ക്യാൻസറാന്ന് ഞാൻ ഓർക്കുന്നില്ല. ആളെ സ്റ്റൊമക്ക് ഭയങ്കര, ആളെക്കാട്ടിയും അത്രയും വലുതായിട്ടുണ്ട് സ്റ്റൊമക്ക്. എന്നിട്ട് ചെറിയ ഹോൾ ഇട്ടിട്ട് ഫ്ലൂയിഡ് പുറത്തേക്ക് എടുത്ത സീനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ആ ഒരു ഫ്ലൂയിഡിന്റെ കളറിങ് ഞാൻ 2 ദിവസം ഉറങ്ങിയിട്ടില്ല. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ആ സാധനം. അതെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ആ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നത്. ആ കേസിൽ ആള് വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു ഹാഫ് ഡെഡ് ഫീലിലാണ് വന്നത്. അപ്പോൾ ഡോക്ടർക്ക് മുന്നേ അറിയുന്ന ഹിസ്റ്ററി അറിയാം, മുന്നേ ഡോക്ടർ കാണിക്കുന്നത്. പക്ഷേ അത് കുറച്ച് കോംപ്ലിക്കേറ്റ് ആയിട്ടാണ് വന്നത്. ആ സമയത്ത് ആളെ വയറുകൊണ്ട് അയാളെ ഫേസ് പോലെ നമുക്ക് അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ആളെ വയറുകൊണ്ട് നമുക്ക് അയാളെ ഫേസ് കാണുന്നില്ല. കാരണം അത്രയും പ്രഷറാണ് വയറിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ട് ആൾക്ക്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കേസാണ്. എന്നിട്ട് ചെറിയ ഹോളിട്ട് ആ ഫ്ലൂയിഡ് പുറത്ത് കിട്ടും. അതെ, ഇവിടെ ഈ സൈഡിൽ ഹോളിട്ട് അങ്ങനത്തെ ഇടേണ്ട സിറ്റുവേഷൻ വന്ന് ആൾക്ക്. നമ്മൾ എങ്ങനെ ഹോളിടും? ഉള്ളിൽ ഫുള്ള് ഫ്ലൂയിഡ് ബിൽഡപ്പ് ഉണ്ടായിരുന്നു. ജസ്റ്റ് ഇവിടെ ഹോൾ ഇട്ടിട്ടാണ് പുറത്തേക്ക് എടുത്ത്. ആ ഒരു കാഴ്ച കണ്ട് 2 ദിവസം നീഡിൽ വെച്ചിട്ട് ലിറ്ററലി നീഡിൽ വെച്ചിട്ട് ഹോൾ ഇട്ട്. അതെ, എന്നിട്ട് ആ ഫ്ലൂയിഡ് പുറത്തേക്ക് എടുത്ത്. കുറെ അവർ നോസിലൂടെ കെത്തേറ്റ് എടുത്തിട്ട് ചെയ്യാൻ നോക്കി, വായിലൂടെ നോക്കി, ബട്ട് അതൊന്നും പ്രോപ്പർലി വർക്ക് ആവില്ല. എന്നിട്ട് അങ്ങനെ തന്നെ ചെയ്തു, നീഡിലിട്ടിട്ട് ഹോൾ ഇട്ടിട്ട് ചെയ്തു. ഏറ്റവും കൂടുതൽ ഒരു ലെന്ത് ഒരു ഓപ്പറേഷൻ എത്ര? ഇപ്പൊ ചിലർ പറയും ഇപ്പൊ 12. ഡിപ്പെൻസ് ആണ്. ചില ഓപ്പറേഷൻ 2 മണിക്കൂറാണ് തീരും, ചില ഓപ്പറേഷൻ 4 മണിക്കൂർ എടുക്കും. അല്ല, ഇക്കാടെ ഏറ്റവും ഹയസ്റ്റ് നിന്ന് ഏതാണ്? 3.5-4 മണിക്കൂർ. ഏത് ഓർമ്മയുണ്ട്? അത് ട്രോമറ്റോളജിനെയാണ് തോന്നുന്നു. ട്രോമറ്റോളജിയാണ് വൻ സീനുള്ള സാധനം വരുന്നല്ലേ? സീൻ ഓപ്പറേഷൻസ് കാര്യങ്ങൾ. കുഞ്ഞു പിള്ളേരെ കൊണ്ടുവരുമോ? കുഞ്ഞു പിള്ളേരത് ഞാൻ കണ്ടിട്ടില്ല. കുഞ്ഞു പിള്ളേർ കൊണ്ടുവരും, പക്ഷെ കുഞ്ഞു പിള്ളേരുടെ സർജറി ഞാൻ അറ്റൻഡ് ചെയ്തില്ല ഇതുവരെ. പീഡിയാട്രിക് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇനി വരുന്ന സമയത്താണോ? അല്ല, പീഡിയാട്രിക് അറ്റൻഡ്, പക്ഷേ പീഡിയാട്രിക്കിന്റെ ഈ ട്രോമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് അറ്റൻഡ് ചെയ്തിട്ടില്ല. പീഡിയാട്രിക് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഒരുപാട് കുട്ടികൾ പനി, തൊണ്ടവേദന, ജലദോഷം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചെറിയ കുട്ടികളായിട്ട് വരും. അത് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ സംസാരിച്ച മൊത്തം ജോർജിയനിലെ ഒരു പേഷ്യന്റ് സംഭവമാണ്. പക്ഷെ ഇപ്പൊ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒബ്സർവേഷൻഷിപ്പ് ചെയ്തിട്ടുണ്ടോ? ഒബ്സർവേഷൻ ചെയ്തിട്ടുണ്ട്. എത്ര? ഞാൻ മിംസിൽ, മലപ്പുറം ആണോ? മലപ്പുറം മിംസിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എത്ര മാസം നിന്ന്? ഞാൻ 2-3 months. ഒബ്സർവേഷൻഷിപ്പിന്റെ ഒരു പ്രൊസീജിയർ എങ്ങനെ ആക്ച്വലി? അത് നോർമലി നമ്മുടെ ഡോക്ടേഴ്സ്, നമ്മുടെ പരിചയമുള്ള ഡോക്ടേഴ്സ് ഉണ്ട്, അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടെ ജോയിൻ ചെയ്യാൻ പറയും. അവർ അവസ്ഥയായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ജോയിൻ ചെയ്യാം. നമ്മൾ പൈസ കൊടുക്കണോ? പൈസ ശരിക്കും കൊടുക്കണം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ എനിക്കങ്ങനെ പേയ്മെന്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ 2-3 months എന്തൊക്കെയാണ് പഠിക്കുന്നത്? ഏതെങ്കിലും ഈ ഹോസ്പിറ്റൽ റൊട്ടേഷൻസ് കാര്യങ്ങൾ, എല്ലാ ദിവസവും പേഷ്യൻസ് റൊട്ടേഷന്, മോർണിംഗ് റൊട്ടേഷൻസ് കാര്യങ്ങൾ, അവരുടെ മെഡിസിൻ കാര്യങ്ങൾ നോക്കുക. പിന്നെ മെയിൻ ഒരു ഹോസ്പിറ്റൽ സ്റ്റാഫ് തന്നെ നമ്മൾ. അതെ, നമ്മളിലേക്ക് ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെ റൗണ്ട്സ് പോകുന്ന കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പം ഡോക്ടർമാരുടെ മെയിൻ ഒരു ടാസ്ക് ആണ് 12 hour ഷിഫ്റ്റ് അല്ലെങ്കിൽ 36 hour ഷിഫ്റ്റ്. അങ്ങനെ നിന്നിട്ടുണ്ടോ?
അങ്ങനെ ഇല്ല, അത്ര നിന്നിട്ടില്ല. ഫ്രം ദ മോർണിംഗ് അല്ലെങ്കിൽ ഒരു ആഫ്റ്റർനൂൺ മുതൽ ഒരു 6 o'clock വരെ നൈറ്റ് നിന്നിട്ടില്ല. ഒബ്സർവേഷൻഷിപ്പ് നമുക്ക് നൈറ്റ് ഇല്ല. നൈറ്റ് ഉണ്ട്, നൈറ്റ് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആൾ ഈവനിങ് വരെ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ആ സമയം വരെ ഞാൻ നിന്നിട്ടുള്ളൂ. അപ്പം ഇക്കാടെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പോഷർ കിട്ടുന്ന ഡേ ടൈമിലാണോ നൈറ്റ് ടൈമിലാണോ ഇവിടുത്തെ ഹോസ്പിറ്റൽ അല്ല, എവിടുത്തെ ഹോസ്പിറ്റലാണെങ്കിലും നൈറ്റ് ടൈമിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നൈറ്റ് ടൈമിൽ നല്ല എക്സ്പോഷർ കാര്യങ്ങൾ കിട്ടും. അതെ, നൈറ്റ് ടൈമാണ് ഏറ്റവും ബെസ്റ്റ്. അതായത് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലൊക്കെ നാട്ടിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി പിന്നെ ഒന്നും നോക്കേണ്ടി വരില്ല. അത് പ്രോപ്പറായിട്ട് ഒരു ഡോക്ടറായിട്ട് വരും. കാരണം അത്രയും അത്രയും വെറൈറ്റി കേസുകൾ കിട്ടും. അത്രയും വെറൈറ്റി രീതിയിൽ ആള് ഓക്കെ ആവും. ഓരോ കേസുകളും ആൾക്ക് അഡാപ്റ്റ് ആവും. പിന്നെ ഇക്ക എപ്പോഴെങ്കിലും ഹോമിസൈഡ് കേസസ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഹോമിസൈഡ്സ് ഒന്നുമില്ല, മർഡേഴ്സ് ഹോമിസൈഡ്സ് ഒന്നുമില്ല. അങ്ങനത്തെ ഒന്നും കിട്ടില്ല. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ആക്ച്വലി നമുക്കില്ലേ? ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പക്ഷേ അതിൽ തിയറി ബേസ്ഡ് ഉള്ളൂ, അതിൽ പ്രാക്ടിക്കൽ ബേസ്ഡ് നമുക്ക് അധികം തന്നിട്ടില്ല. അല്ല, നാട്ടില് ഇതുപോലത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ ഒബ്സർവേഷൻഷിപ്പ് പറഞ്ഞപ്പം ഇല്ല. കോംപ്ലിക്കേറ്റഡ് കേസ് ഒന്നും ഞാൻ അതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഇവിടെ കണ്ടിട്ടുണ്ട്, ബട്ട് ഞാൻ അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടില്ല. കണ്ടിട്ടുണ്ട്. ഐ മീൻ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ തന്നെ അങ്ങനെ ചില കേസുകൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വെന്റിലേറ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് പിന്നെ ക്യാൻസർ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ ക്യാൻസർ പേഷ്യൻസ് കുറച്ച് ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഫിയർ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അതെ, ക്യാൻസർ ഭയങ്കര എക്സ്ട്രീം ലെവലായിട്ടുള്ള കുറച്ച് പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കീമോ ചെയ്യുന്ന കുറച്ച് പേഷ്യൻസിനെ, അവരെ ആ കോലും ആ ഒരു രീതിയൊക്കെ കണ്ടിട്ട് ഭയങ്കര ഒരു ഡൗൺ ആയിരുന്നു ഞാൻ ഒരു സമയത്ത്. ഒരു കീമോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് തന്നെ അവിടെ ഉണ്ടായിരുന്നു ഒരു ഹോസ്പിറ്റലിൽ. ഒരു ഫ്ലോർ മൊത്തം കീമോ ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ടായിരുന്നു. മുടി കൊഴിച്ചിലുണ്ടാവും, ബോഡി ഭയങ്കര സ്കെൽറ്റാവും, ആള് ഭയങ്കര ഒരു വീക്കാവും ആള്. അപ്പോൾ അവരൊക്കെ ആ ഒരു ദയനീയമായ ഫേസിങ് ഇപ്പോൾ ഓർമ്മയുണ്ട്. കാരണം ഒരു ഫ്ലോർ മൊത്തം, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 9-10 പേഷ്യൻസ് ഉണ്ട് ആ ഒരു ഫ്ലോറിൽ, ആ ഒരു റൂമിൽ. എല്ലാവരുടെ സൈഡിലും ഒരു മെഷീനാണ്, കീമോൻ്റെ മെഷീനാണ്. ഞാനങ്ങനെ ഇറ്റ്സ് എ ക്രൂഷ്യൽ. പിന്നെ ഇക്കാക്ക് നമുക്ക് എല്ലാവർക്കും ഡോക്ടേഴ്സിന് ഏറ്റവും റിസ്ക് ഉള്ള സംഭവമാണ് ഇൻഫെഷ്യസ് ഡിസീസസ്. അതിപ്പോൾ ക്രോണിക് ആവാം, ഇപ്പോൾ HIV പോലെ പാപ്പിലോമ വൈറസ് പോലത്തെ ഭയങ്കര ക്രോണിക് ആയിട്ടുള്ള സിറ്റുവേഷൻ വരും. അപ്പോൾ നമുക്കൊരു ഇൻഫെഷ്യസ് ഡിസീസിന് സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റലിൽ ജോർജിയയിൽ അവിടെ ക്ലാസ് ഉണ്ടായിട്ടുണ്ടോ? അവിടെ ക്ലാസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അവിടെ നിങ്ങൾ എത്ര പ്രിക്കോഷൻ എടുത്തിട്ടുണ്ട് നമ്മൾ ആ ഹോസ്പിറ്റലിൽ കയറുന്നത്? അവിടെ ഭയങ്കര, അതായത് നമ്മളെ ബ്ലഡ് ടെസ്റ്റ് വരെ ചെയ്തിട്ടുണ്ട് ഒരു സമയത്ത്. ഫസ്റ്റ് ക്ലാസ് പോയപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങൾ വരെ ചെയ്ത് നോക്കിയിട്ടാണ് നമ്മളെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ്സിലോട്ട്. നമ്മൾ ഫുള്ള് PPE കിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വെയർ ചെയ്യണം ആ സമയത്ത്. പക്ഷേ നമുക്ക് അവിടെ ക്ലാസ്സുകൾ ഒരുപാട് തന്നിട്ടില്ല. അവിടെ നമുക്ക് ഇപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതൊരു 2 weeks 3 weeks റൊട്ടേഷൻ ഉണ്ട്. അതിലൊരു 1 week മാത്രമേ അവിടെ പോയിട്ടുള്ളൂ. ഒരുപാട് വൈറസ് പേഷ്യൻസ് ഉണ്ട് അവിടെ. ഈ വൈറസ് പേഷ്യൻസ് നമ്മൾ കാണും, അവരെ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങൾ, അവരെ ഓരോ ദിവസത്തെ ചേഞ്ചസ്, ബ്ലഡ് ടെസ്റ്റിലുള്ള ചേഞ്ചസ് കാര്യങ്ങൾ നമുക്ക് ഡയഗ്നോസ് ചെയ്യും. നമുക്ക് മനസ്സിലൊരു പേടിയുള്ള സാധനമല്ലേ? ആണ്, പേടിയുള്ള സാധനം. പക്ഷെ നമ്മൾ ഒരുപാട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നമ്മൾ അത് വാച്ച് ചെയ്യുള്ളൂ. പക്ഷെ നമുക്ക് ഡോക്ടർ എന്ന് പറയുന്ന ഫീൽഡിൽ നമ്മൾ ഈ ഒരു പേടി എന്ന സാധനം വെക്കരുതെന്ന് ആൾക്കാർ. പക്ഷെ ഇങ്ങനത്തെ ചില സിറ്റുവേഷനിൽ നമ്മളെ പേടി ഉള്ളിന്ന് വരും. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പല സിറ്റുവേഷനിലും ഞാൻ ഇങ്ങനെ വീയാതെ നിന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇങ്ങനത്തെ ചില സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മളെ ഒരു ഉള്ളുന്നൊരു ഭയം വരും. ഇപ്പൊ നാട്ടിൽ നിപ്പ കൊറോണ ഒക്കെ സമയത്ത് വന്ന സമയത്ത് നമ്മൾ പോയ ഏരിയയിലൊക്കെ അത് ഉണ്ടെന്ന് പറയുമ്പോൾ ഉണ്ടാവില്ല ഒരു ഉള്ളിലൊരു ഭയം. ആ ഒരു സെയിം ഫീലിന് ഇത്ര അടുത്ത നമ്മളെ വൈറസ് നമ്മൾ മുന്നിൽ കാണുന്നത്, വൈറസുള്ള പേഷ്യൻസിനെ. നിപ്പയും കൊറോണ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി. പക്ഷെ HIV, ഹെർപ്പിസസ് പോലത്തെ അങ്ങനത്തെ ഒരു ഇൻഫെഷ്യസ് ഡിസീസസ് നമുക്ക് നല്ല, കാരണം ക്രോണിക്കലി നമ്മുടെ ലൈഫ് ലോങ് നിൽക്കുന്ന ഒരു ഡിസീസായി മാറത്തില്ല അത്. അപ്പോൾ അതിന് നമ്മൾ ഇപ്പോൾ എനിക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും 2 PPE കിറ്റ് ഒക്കെ ഇട്ടിട്ട് പോകും. ഇല്ല, അങ്ങനത്തെ അത്രയും കോംപ്ലിക്കേറ്റഡ് എയ്ഡ്സ് പേഷ്യൻസിനൊന്നും നമുക്ക് എന്തായാലും കാണിക്കൂല. അവര് ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങൾ നമുക്ക് കാണിക്കുള്ളൂ. പക്ഷേ നമുക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ എന്തൊരു ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻ ഡിസീസിന്റെ ഹോസ്പിറ്റലുണ്ട്. അപ്പം എൻ്റെ സീനിയേഴ്സ് പറയുന്നതാണ് അതിൽ. പക്ഷെ ഇതിൽ അവർക്ക് എയ്ഡ്സ് പേഷ്യൻ്റ് അല്ലെങ്കിൽ മറ്റേ ഹെർപ്പിസ് പേഷ്യൻ്റ്, ജോണ്ടിസ്, അവരൊക്കെ നേരിട്ട് അല്ലെങ്കിൽ ഒരു റൂമിൽ ഇവരെല്ലാം വന്നിരുന്നിട്ടുണ്ട്. ഇല്ല, നമുക്ക് ഇതുവരെ അങ്ങനെ കാണിച്ചിട്ടില്ല. അത് മേ ബി സേഫ്റ്റി പ്രിക്കോഷൻ കാരണമാവും. ഇതുവരെ നമുക്ക് അങ്ങനെ ഡയറക്റ്റ് കാണിച്ചില്ല. ബ്ലഡ് ടെസ്റ്റ് കാരണം കാണിച്ച ഡിസ്റ്റൻസിൽ കാണിച്ചിട്ടുണ്ടെന്നല്ലാതെ അങ്ങനെ ഡയറക്റ്റ് കാണിച്ചില്ല ഇതുവരെ. ഈ പേഷ്യൻസ് ഒക്കെ നോർമൽ ലൈക്ക് വയലന്റ് ബിഹേവിയർ ആരെങ്കിലും കണ്ടുണ്ടോ? ചെറിയ കുട്ടികൾ ഉണ്ടായിരുന്നു. എന്ത് വൈറസ് ആയിരുന്നു എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അവർ ഭയങ്കര റാബിസ് വൈറസ് ആണോ എനിക്ക് ഓർമ്മയില്ല എന്തായിരുന്നു. ബട്ട് സ്റ്റിൽ അവർ ഭയങ്കര ഒരു സൈക്കോളജിക്കലി അവർ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു റൂഡായിട്ടിരുന്നു. അതിൻ്റെ ആ പ്രായത്തിൻ്റെ ആവും. കാരണം പ്രായം കൊണ്ട് തന്നെ ഇപ്പം തന്നെ അതിൻ്റെ ഉള്ളിൽ ആളെ കൊടുന്നാക്കിക്കൊണ്ടാവും മേ ബി.
ഇക്ക സൈക്കാട്രിക് ഡിപ്പാർട്ട്മെന്റില് ഞാൻ പോയിരുന്നു. അപ്പോൾ അതാ പെട്ടെന്ന് ആലോചിച്ചത് സൈക്കാട്രിക് ഡിപ്പാർട്ട്മെന്റിൽ മറ്റേ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന വൈബേനോ? അതൊരു ഭയങ്കര ഒരു വൈൽഡ് ഫീൽ ആയിരുന്നു സൈക്കാട്രിക് ഡിപ്പാർട്ട്മെന്റ്. അതായത് ശരിക്കും റിയൽ മെന്റൽ ഹോസ്പിറ്റലിലാണ് നമ്മൾ ക്ലാസ് വരുന്നത്. അവിടെ ഈ പീഡിയാട്രിക് കുട്ടികളുടെ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ഞങ്ങൾ ക്ലാസ്. മുതിർന്ന ആൾക്കാരുണ്ട്, ബട്ട് സ്റ്റിൽ ഞങ്ങൾ ക്ലാസ് റൂം വരുന്നത് ഈ ചെറിയ കുട്ടികളുടെ. അപ്പോൾ ഈ ചെറിയ കുട്ടികൾ വൈൽഡായിട്ട് അവർ ഞങ്ങളുടെ സൈഡിലൊരു ഡോറുണ്ട്, ആ ഡോറിൻ്റെ നേരെ അപ്പുറത്താണ് കുട്ടികൾ നിൽക്കുന്നത്. അപ്പോൾ ആ കുട്ടികൾ ആ ഡോറിൽ വന്ന് ഭയങ്കര ഭയങ്കര ഹാർഡായിട്ട് നോക്കി. അപ്പോൾ ഡോക്ടർ നേരെ പോയിക്കാണ്ട് ജസ്റ്റ് നോക്കും. ആ സമയത്ത് അവർ കാമായിട്ട് ഉള്ളിലോട്ട് പോകും. അങ്ങനത്തെ അതായത് ക്ലാസ് എടുക്കുന്ന ആ ഡോക്ടർ വരെ ഭയങ്കര റൂഡായിട്ടാണ് ഇത് ക്ലാസ് എടുക്കുന്നത്. ഭയങ്കര അങ്ങനത്തെ ഒരു ടോപ്പിക്കൊക്കെ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് ആ ഫേസിൽ നിന്ന് വരെ നമുക്കൊരു ഭയം കിട്ടും. പ്രത്യേകിച്ച് അതിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഹൊറർ ഫീലാണ്. അതെ, കറക്റ്റ് ഒരു ഹൊറർ ഫീലാണ്. സൈക്കാട്രിക്കിന്റെ വേറൊരു സീൻ എന്താ വെച്ചാൽ, ഞാൻ ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു, സൈക്കാട്രിക് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഡോക്ടർ തന്നെ പഠിപ്പിക്കുന്നു, ആ പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടെന്ന് തോന്നൽ വരും. ലിറ്ററലി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പോൾ ലൈക്ക് ഹാലോസിനേഷൻ പോലത്തെ അങ്ങനത്തെ ഓരോ സാധനങ്ങൾ പറയുമ്പോഴും ഡോക്ടർ എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, ഈ പ്രശ്നം ശരിക്കും എനിക്കുണ്ടല്ലോ, ഇത് എനിക്കുള്ള പ്രശ്നമാണല്ലോ. നമ്മൾ ശരിക്കും അങ്ങനത്തെ ഒരു പേഷ്യൻ്റ് ആയിട്ട് മാറും അവിടെ. പക്ഷേ ആക്ച്വലി മെഡിസിൻ പഠിക്കുന്നവർക്ക് ഇപ്പം നമ്മൾ തിയറി പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിപ്പോൾ ത്രോട്ട് വേദന മറ്റേ ക്യാൻസറിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് എല്ലാം രാവിലെ തൊണ്ടവേദന, ഓക്കെ, കഴിഞ്ഞ തലവേദന, ഓക്കെ, അതും എനിക്കുണ്ട്. ആ ഒരു സിസ്റ്റം ഇല്ലേ, നമ്മൾ ഒരുപാട് കണക്ട് ചെയ്യും നമ്മളെ തന്നെ കുറേ ഒരുപാട് കണക്ട് ചെയ്യും. അത് ആക്ച്വലി നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ വന്ന് പറഞ്ഞു, ഓക്കെ, നിങ്ങൾ ഇന്ന് കുറേ ഡിസീസ് പഠിക്കുമ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് തോന്നും ഈ ഡിസീസ് എല്ലാം നിങ്ങൾക്കുണ്ടെന്ന്, പക്ഷെ ഒരെണ്ണം പോലും നിങ്ങൾക്ക് കാണത്തില്ല. സത്യമല്ലേ? നമ്മൾ വിചാരിക്കും ചില സമയത്ത് പനിയാകുമ്പോൾ നമ്മൾ പനിയല്ല, ക്യാൻസർ ആണ് നമുക്ക് ഈ വട്ടം, അങ്ങനെ തന്നെ നമ്മൾ വിചാരിച്ചു പോകും. സത്യം. അത് എനിക്ക് തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ സൈക്കാട്രിക്കിൽ എനിക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും ഒരു കാര്യം. ചില അസുഖം ഡോക്ടർ പറയുന്നത് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സാധനം കറക്റ്റ് എനിക്ക് അതേപോലെ ഞാൻ ഡോക്ടറോട് വരെ പറയണം, ഡോക്ടറിനെ ഇരുന്ന് ശരിക്കും ഇതൊക്കെ നിങ്ങളൊരു തോട്ടാണ്, ഇതെല്ലാവരും പറയും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഉണ്ട് ഇതുപോലത്തെ കാര്യങ്ങൾ, എൻ്റെ മാത്രം പ്രശ്നമല്ല. ലൈക്ക് ദാറ്റ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു സൈക്കാട്രിക് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ. മെൻ്റൽ ഹോസ്പിറ്റലിൽ ഈ കുട്ടികളെ സൗണ്ട്, അവരെ ഉണ്ടാക്കുന്ന സൗണ്ട്, അലർച്ചകൾ. ഈ സൈക്കാട്രിക് ഡിപ്പാർട്ട്മെന്റ് വേറൊരു ഡിപ്പാർട്ട്മെന്റാണ് ആക്ച്വലി ഈ നെർവ്സിന്റെ പ്രശ്നം വരുന്നത്, ഈ ക്രേനിയൽ നെർവ് ഡാമേജ് വരുന്നത്, ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഈ പേഷ്യൻസ് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുമോ? അതായത് അവർക്ക് ഓരോ വൈകല്യങ്ങൾ പോലെ ഓരോന്ന് നമുക്ക് കാണാൻ പറ്റും ശരിക്കും. ഈ ഒരു സൈഡ് കുഴഞ്ഞത്, അങ്ങനെ ഓരോ കാര്യങ്ങൾ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയൊക്കെ നമുക്ക് സ്ട്രോക്ക് വരുമ്പോൾ പാരലൈസ് ആവുക, അങ്ങനത്തെ ഓരോ സൈഡ് കുഴഞ്ഞത്, അങ്ങനത്തെ നമുക്ക് കാണാൻ പറ്റും. മെയിൻലി കൈ അനക്കാൻ പറ്റുന്നില്ല, കാലനക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഓരോ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് മെയിനായിട്ട് അങ്ങനത്തെ പേഷ്യൻസ് നമുക്ക് ഉണ്ടായിരുന്നു. ഈ ഡോക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ MBBS റിലേറ്റഡ് ആയിട്ടുള്ള സീരീസ് സിനിമ അതൊക്കെ കാണുമോ? നോർമലി കാണുന്ന എല്ലാ സിനിമകളും അല്ലാതെ അതിനു വേണ്ടി അല്ല. ഇപ്പം നമ്മൾ ചില ആൾക്കാരൊക്കെ പറയത്തില്ല, ഇപ്പം മറ്റേ ഗ്രേസ് അനാട്ടമി അല്ലെങ്കിൽ മറ്റേ ഗുഡ് ഡോക്ടർ, അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? മൂവീസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ല, ഇതിനു വേണ്ടി മാത്രം അങ്ങനെ ജസ്റ്റ് റാൻഡം അങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടിൽ ഇഷ്ടപ്പെട്ടേതാ? അല്ലെങ്കിൽ ഇത് റിയൽ ലൈഫ് ഡോക്ടേഴ്സിന്റെ ലൈഫുമായിട്ട് ബന്ധപ്പെടാൻ പറ്റിയ ഏതെങ്കിലും മൂവീസ്? ഗ്രേസ് അനാട്ടമി കുറച്ച് എക്സാജറേറ്റഡ് ആണ് അല്ലേ? ഇല്ല, എല്ലാം എനിക്കൊരു നോർമലായിട്ട്, അത് എല്ലാം ഒരു മൂവിയാണല്ലോ, ഞാൻ ആ ഒരു മൈൻഡ് സെറ്റിൽ എടുക്കാറുള്ളൂ. ഒരു മൂവി ഓക്കെ, നമ്മൾ കാണുന്ന ലൈഫും അതും ഇറ്റ്സ് എൻറ്റർലി ഡിഫറെൻറ്റ്. ഇപ്പോൾ എന്തൊക്കെ ഏത് മൂവിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇറ്റ്സ് എൻറ്റർലി ഡിഫറെൻറ്റ്. നമ്മളിപ്പോൾ ഓരോ തിയേറ്ററിൽ കാണിക്കുന്ന ഓരോ ഓപ്പറേഷനിലാണെങ്കിലും എമർജൻസി റൂമൊക്കെ വരുന്ന ഓരോ പേഷ്യൻസ് ആണെങ്കിലൊക്കെ അതിൽ കാണിക്കുന്നതും ഇത് റിയൽ അല്ല, ശരിക്കും ഇറ്റ്സ് എൻറ്റർലി ഡിഫറെൻറ്റാണ്. അപ്പം എന്തെങ്കിലും ഇപ്പോൾ 6th ഇയർ ആയി, ഇപ്പോൾ എന്തായാലും ഓഫ് കോഴ്സ് നമ്മൾ ഏതെങ്കിലും ഫ്യൂച്ചർ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സമയമാണ്. എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? ഞാൻ ഇൻഷാല്ലാ FMG ഞാൻ നോക്കുന്നത്. ഫസ്റ്റ് എന്തായാലും FMG ക്ലിയർ ചെയ്യണം, എന്നിട്ട് വേണം അടുത്ത ഏതെങ്കിലും ലെവലിലോട്ട് നോക്കാൻ ഇൻഷാല്ലാ. FMG അപ്പം റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്താണോ അതോ? ഞാനിപ്പോൾ ഒരു 1 year ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പൊതുവേ ലേറ്റ് ആണ്, ബട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് മുന്നേ സ്റ്റാർട്ട് ചെയ്ത ഫ്രണ്ട്സൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഇക്കാടെ ഇപ്പോൾ ഒരു കുട്ടികളൊക്കെ വരികയാണ്, അപ്പോൾ ഇക്കാടെ ഒരു ഐഡിയൽ ടൈം ഇക്കാക്ക് മനസ്സിലാക്കി ശരിക്കും ഫസ്റ്റ് ഇയർ മുതൽ അതിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റാണ്. ഫസ്റ്റ് ഇയർ മുതൽ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റാണ്. ഇനി അത് അല്ലെങ്കിൽ ഒരു 3rd year എങ്കിലും അവരെന്തായാലും സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ഇയർ നമ്മൾ എന്ത് ബേസിക്, അതായത് അത് പഠിക്കുന്നതോട് കൂടി FMGന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എല്ലാം ഇപ്പം FMG ആണെങ്കിലും ശരി, പ്ലാബ് ആണെങ്കിലും ശരി, USMLE ആണെങ്കിലും ശരി, എന്ത് ബേസ്ഡ് എക്സാമാണ് അവരൊരു മുൻകൂട്ടി കാണുന്നത്, അത് എപ്പോഴാണ് അവർക്ക് തോന്നുന്നത് ആ സമയം മുതലേ അവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റിലോട്ട് അവർക്ക് ഭയങ്കര ഈസി ആവും. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഗ്രാജുവേറ്റ് ആയ ഫ്രണ്ട്സൊക്കെ അവർ പറയുന്നത് എന്താ വെച്ചാൽ നാട്ടിൽ പോയി അവരൊക്കെ 1 year ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു. അപ്പോൾ അവരൊക്കെ എന്നോട് പറഞ്ഞത് ഈ ഒരു 3rd year എങ്കിലും തുടങ്ങി കൊഞ്ചുമേ, എന്നാൽ പിന്നെ എനിക്ക് ആ സമയം ആകുമ്പോഴേക്കും എനിക്ക് കുറച്ചും കൂടി ബേസിക് ഒരു ഐഡിയ കിട്ടും.
അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന എല്ലാവരും ഏകദേശം FMG കോച്ചിങ് കാര്യങ്ങളൊക്കെ ഓൺലൈൻ കോച്ചിങ് കാര്യങ്ങളൊക്കെ എടുത്ത് പഠിക്കുന്നുണ്ട്. ഇക്കാടെ കൂടെ പഠിച്ച അല്ലെങ്കിൽ സീനിയേഴ്സ് ആയിട്ട് പഠിച്ച ആൾക്കാർ ഈ റീസെന്റ് ആയിട്ട് ഗ്രാജുവേറ്റ് ആയി നാട്ടിൽ വർക്ക് ചെയ്യാൻ കയറിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ. അതെ, അവർക്കൊക്കെ നല്ല പെട്ടെന്ന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയ ആൾക്കാരുണ്ട്, 2 അറ്റംപ്റ്റ് ചെയ്ത സമയത്ത് കിട്ടിയ ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ ഇപ്പോൾ നാട്ടിൽ തന്നെ വർക്ക് ചെയ്യാൻ കയറി ഒരു ഇതൊക്കെ അൽഹംദുലില്ലാ എല്ലാവരും സെറ്റിൽ ആയിപ്പോ. പൊതുവേ പറയുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം FMG നമ്മൾ എഴുതി 1 മാസത്തെ റിസൾട്ട് വരും, പക്ഷെ പോസ്റ്റിംഗ് കിട്ടാൻ നല്ല ടൈം എടുക്കും. അതെ, അപ്പം അത് ആക്ച്വലി ഓരോ സ്റ്റേറ്റ് ഇങ്ങനെ വിളിച്ച് അങ്ങനെ കുറേ ടൈം പോകുന്ന ആൾക്കാരുണ്ട്. അതായത് എൻ്റെ 2-3 ഫ്രണ്ട്സിന് പെട്ടെന്ന് കിട്ടി. നേരെ മറിച്ചൊരു ഇതേപോലെ തന്നെ 3-4 ആൾക്കാർ നല്ല ലാഗ് ആയിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ ഇവർ ബാക്കപ്പ് ചെയ്യുന്ന ചിലവർ എന്തായാലും ക്ലിയർ ചെയ്തല്ലോ. FMG ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് ഈ ക്ലിനിക്കൽസിലൊക്കെ വർക്ക് ചെയ്യാൻ കയറിയിട്ടുണ്ട് ആൾക്കാർ. പക്ഷെ അങ്ങനെ അലൗഡ് ആണോ? അതായത് അവർ അസിസ്റ്റന്റ് ആയിട്ട് കയറാൻ പറ്റും. അസിസ്റ്റന്റ് ആയിട്ട് കയറാൻ പറ്റും. ഡോക്ടർ ഉണ്ടാവും, ബട്ട് സ്റ്റിൽ അവർ അസിസ്റ്റന്റ് ആയിട്ട് ഒപ്പം ജോയിൻ ചെയ്തിട്ട് അതൊന്നുകൂടി പ്രാക്ടീസിങ് ആണ്. മനസ്സിലായില്ല, ഒരു പ്രാക്ടീസ് ആഡ് ആവല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രാക്ടീസ് ആയിട്ട് ഒരുപാട് പേര് ഈ ക്ലിനിക്കൽസിലും കാര്യം കയറിയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ നോക്കുമ്പം ജോർജിയയിൽ എക്സാം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടൊരു സംഭവമാണ്. എക്സാം കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും നാൾ എനിക്ക് തോന്നുന്നു +2 നമ്മൾ മറ്റേ പേപ്പറും പേന എഴുതിയ ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെ വന്നതിന് ഫസ്റ്റ് കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം എങ്ങനെയായിരുന്നു? കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് നാട്ടിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കണ നേരെ വന്ന് ഒരു പേപ്പർ എടുക്കുന്ന പെണ്ണെടുക്കുന്ന എഴുതുന്നു, ഇത്രേ ഉള്ളൂ. കോപ്പി അടിക്കാം, എന്തും ചെയ്യാം, അങ്ങനത്തെ ചിന്താഗതി. നേരെ വന്ന എക്സാം ഹോളിൽ നേരെ മുകളിലോട്ട് നോക്കുമ്പോൾ തന്നെ കാണുന്ന ക്യാമറ, CCTV ക്യാമറ, അതും ചുറ്റും ഒരുപാട് ടീച്ചേഴ്സ് കാര്യങ്ങൾ നമ്മൾ വാച്ച് ചെയ്യാൻ എൻ്റർലി ഡിഫറെൻറ്റാണ്. അതായത് നാട്ടിൽ നമ്മൾ ഒരു ഒരു ആൻസർ ചെയ്തിട്ട് ടീച്ചേഴ്സിന് കൊടുത്ത് അവർ ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം മാർക്ക് കിട്ടാൻ. ഇവിടെ സ്പോട്ടിൽ മാർക്ക്, അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ കറക്റ്റ് ആണോ അല്ലെങ്കിൽ നമുക്ക് മാർക്കിൽ അവിടെ കാണാൻ പറ്റും. ഔട്ട് ഓഫ് 40 ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആയി കഴിഞ്ഞാൽ 0.5 ആഡ് ആവണം. അങ്ങനെ കമ്പ്യൂട്ടറിൽ സൈഡിൽ നമ്മളെ ഫോട്ടോ ഉണ്ടാവും, അതിന്റെ താഴെ തന്നെ സ്കോർ ഉണ്ടാവും. ഔട്ട് ഓഫ് 40 ഓരോ ക്വസ്റ്റ്യനും ആൻസർ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് നിൽക്കുമ്പോൾ തന്നെ ആ ആൻസർ കറക്റ്റ് ആണെങ്കിൽ അതിൽ മാർക്ക് ആഡ് ആവും. നമുക്ക് അങ്ങനെയല്ല, നമുക്ക് ഫുൾ എക്സാം സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് കാണിക്കുന്നത്. ഇല്ല, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലും കാണിക്കും. പിന്നെ ഈ ഓപ്പൺ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നമ്മൾ ഫില്ല് ചെയ്യാനുള്ള, അതിന്റെ മാർക്ക് നമുക്ക് ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞിട്ടേ വരുള്ളൂ. പക്ഷേ ഇത് ഭയങ്കര സ്ട്രെസ് അല്ലേ? അതായത് നമ്മളിപ്പോൾ ശരി പോയ ഒരു കോൺഫിഡൻസ് ആണ്, പക്ഷെ ആദ്യത്തെ 2-3 തെറ്റി കഴിഞ്ഞാൽ ഇത് തെറ്റിയല്ലോ, ഇനി ഭയങ്കര ടഫാ, ഭയങ്കര സ്ട്രെസ് അല്ലേ? ഒരു ട്രോമയാണ് അത്. എക്സാം ഹോളിൽ കയറിക്കാണ് നേരെ ഈ മാർക്ക് ഫസ്റ്റ് ഇപ്പം ഈ പറഞ്ഞ പോലെ 1-2 ഫസ്റ്റ് അങ്ങ് തെറ്റായി കഴിഞ്ഞാൽ കോൺഫിഡൻസ് മൊത്തം ഡൗൺ ആവും. ആ സമയത്ത് വീണ്ടും ഇത് ബാക്കപ്പ് ചെയ്ത് വീണ്ടും ക്വസ്റ്റ്യൻസ് നോക്കി കറക്റ്റ് വായിച്ച് നോക്കിയെടുക്കൽ ഇറ്റ്സ് എ ബിഗ് ടാസ്ക്. FMG പ്രിപ്പയർ ചെയ്യുന്നു പറഞ്ഞു, ഇപ്പൊ ഓൺലൈൻ ആയിട്ടാണോ പ്രിപ്പയർ ചെയ്യുന്നത്? അതെ, ഓൺലൈനും ഉണ്ട്, ഓഫ്ലൈൻ നമ്മൾ ക്ലാസ്സസ് ഇവിടെ നടക്കുന്നുണ്ട്. ചില ഡോക്ടർ അഷിക്കിന്റെ ക്ലാസ് ഞാൻ പോകാറുണ്ട്. ഞാൻ 1-2 ക്ലാസ് പോവാറുണ്ട്. 1-2 ക്ലാസ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ പോയിട്ടില്ല. പിന്നെ ഞാൻ അതെ ഞാൻ ഒരു ദിവസം അറിയാതെ കയറി പോയിട്ടുണ്ട്. എന്ന് നോക്കിയപ്പോൾ ഒരു സെറ്റ് കുറേ സ്റ്റുഡൻസ്, നമുക്ക് തൊട്ടിപ്പുറത്ത് ക്ലാസ് ആയിരുന്നു. ഞാൻ കയറി നോക്കിയപ്പോൾ സീറ്റ് പോലും ഇല്ല, ഫുള്ളായിരുന്നു. ക്ലാസ് ഭയങ്കര അടിപൊളി ക്ലാസ്സാണ്. അതെല്ലേ, ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് 3rd ഇയർ തൊട്ട് എന്തെങ്കിലും ഒരു നോക്ക്. ആഷിഖ് സാറിന് അവിടെ ഉണ്ടായതുകൊണ്ട് എനിക്ക് എന്തായാലും കറക്റ്റ് ജോയിൻ ചെയ്യാൻ പറ്റുമല്ലോ. അതും പിന്നെ ഓൺലൈൻ ക്ലാസ് ഒരുപാടുണ്ട്. പിന്നെ അതുപോലെ ഡൽഹിയിൽ നിന്നൊക്കെ ഡൽഹി ബേസ്ഡ് ഒരുപാട് ഡോക്ടേഴ്സ് ഇവിടെ വരുന്നുണ്ട് മന്ത്ലി. പക്ഷേ ഇല്ലേ, ഇതൊരു ലോങ് പ്രോസസ് ആകുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നത്തില്ലേ? നമുക്ക് നോട്ട് കിട്ടിയാൽ മതി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പ്രോപ്പർ നോട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെയാണ്. ഇപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലാവണ ഒരു നല്ല നോട്ട്. ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ ബാക്കപ്പ് ചെയ്തെടുക്കുന്നതിൻ്റെ നോട്ട്സാണ്. ഞാൻ ഉണ്ടാക്കിയ നോട്ട് നമ്മളായിട്ട് എഴുതി ഉണ്ടാക്കിയ നോട്ട്സ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം ഞാൻ ഇപ്പം നിന്റെ നോട്ട്സ് വാങ്ങി ഞാൻ പഠിച്ച് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ എൻ്റെ കൈ കൊണ്ട് ഞാൻ മനസ്സിലാക്കി എഴുതി വെച്ച നോട്ട്സ് എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു നോട്ട്സ് പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ യു ആർ പെർഫെക്റ്റ്. അതായത് പിന്നെ എനിക്ക് കാര്യങ്ങളെല്ലാം എളുപ്പമാവും. അതെ. ഇപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഭയങ്കര ക്ലീശ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ഇക്കാലൊരു ഡേ ഇൻ മൈ ലൈഫ് പറയാമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? രാവിലെ എണീച്ച് സുബഹി തൊട്ട് തുടങ്ങിക്കോ. സുബഹി തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ സുബഹിക്ക് നീക്കാറുണ്ട്. ചില ലേറ്റ് ആയി കിടന്നു കഴിഞ്ഞാൽ അത് പോവും, പിന്നെ ലോറിൻ്റെ കൂടെ ബാക്കപ്പ് ചെയ്യും. അതെ, അങ്ങനെയാണ് സാധാരണ. രാവിലെ നീറ്റ് കഴിഞ്ഞാൽ നേരെ കുളിക്കുന്നു, ഫ്രഷ് ആവണ്, നേരെ ഇറങ്ങുന്നു. കോളേജ് ക്ലാസ് കാര്യങ്ങളുണ്ടാവും. ഒന്നില്ലെങ്കിൽ കോളേജിൽ വരും, ഇവിടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. ഇല്ലെങ്കിൽ നേരെ ക്ലാസ്സിന് ടൈം നോക്കിയിട്ട് ക്ലാസ്സിന് നേരെ പോവും. എന്തായാലും ബിസി തന്നെ കയറാം. ഈവനിങ് വരെ എന്തായാലും ക്ലാസ് കാര്യങ്ങൾ അതിൻ്റെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികൾ കാണാൻ വരും. സ്റ്റുഡൻസ് എന്തായാലും മീറ്റ് ചെയ്യാൻ ഒരുപാട് ഡൗട്ട്സ് കാര്യങ്ങളായിട്ട് കുട്ടികൾ വരും. അവരെ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. അവർക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. ഇപ്പോൾ റീസെൻ്റ്ലി വന്ന ഒരുപാട് കുട്ടികൾ ഇപ്പോൾ എനിക്ക് മോർണിംഗ് ടു ഈവനിങ്
ഡൗട്ട്സ് ക്ലിയർ ചെയ്യില്ല ഇപ്പോൾ പരിപാടി കറൻ്റ്ലി. ഇപ്പോൾ എനിക്ക് ക്ലാസ് കുറവാണ്. അതായത് ഇപ്പോൾ ഒരു സബ്ജക്റ്റ് കഴിഞ്ഞുള്ള ബ്രേക്ക് ടൈമാണ് ശരിക്കും. ഇപ്പോൾ ഞങ്ങൾ ആഡ് ഓൺ ചെയ്തിട്ടാണ് ഞങ്ങളിപ്പോൾ ഇന്നൊക്കെ സർജറിക്ക് പോയത് ആഡ് ഓൺ ചെയ്തിട്ടാണ്. ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞതാണ്. കഴിഞ്ഞ സബ്ജക്റ്റ് കഴിഞ്ഞ് ഇൻ്റൽ മെഡിസിൻ ഡോക്ടറോട് നമ്മൾ ചോദിച്ചതായിരുന്നു സർജറീസ് ഉണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആഡ് ഓൺ ചെയ്തിട്ട് പോയത് അപ്പോഴത്തെ സർജറിയൊക്കെ. ശരിക്കും ഇപ്പോൾ നമുക്കൊരു 1 വീക്ക് ബ്രേക്ക് ടൈമാണ്. ഇപ്പോൾ ഒരു സബ്ജക്റ്റ് കഴിഞ്ഞ് അടുത്ത വീക്കിൻ്റെ ഡോക്ടർ നെക്സ്റ്റ് വീക്ക് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബ്രേക്കിലാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ഓഫ്ലൈൻ ഇപ്പോൾ മറ്റേ യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ് കുറച്ച് സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളുണ്ട്. ഐ മീൻ അൾട്ടർനേറ്റീവ് മെഡിസിൻ, ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ്, അങ്ങനത്തെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് വരുന്നത് വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. ആ 3 ദിവസമാണ് എനിക്ക് പ്രോപ്പറായിട്ട് ക്ലാസ് ഇപ്പോൾ കറൻ്റ് ഉള്ളത്. ബാക്കിയുള്ള ദിവസമൊക്കെ എന്തായാലും യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിലുണ്ടാവും, ലൈബ്രറിയിലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ചില സബ്ജക്റ്റ് ഒക്കെ ഇവിടെ അൺവാണ്ടഡ് സബ്ജക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഒരുപാട് സബ്ജക്റ്റ് അല്ലേ? എനിക്കൊരു സബ്ജക്റ്റ് ഉണ്ട്, ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ്. കമ്പ്യൂട്ടറാണ് മൊത്തം. എനിക്കിതുവരെ അറിയത്തില്ല അതെന്താ. അതുപോലെ ഇവിടെ ഒരു SPSS എന്നാണ് സബ്ജക്റ്റ്, ഡാറ്റാ ബേസ്, എന്തോ ഒരു ഡാറ്റ സെറ്റ് ചെയ്യുന്ന സബ്ജക്റ്റ്. അത്ര ഡേറ്റയോ? ഡാറ്റ, അതായത് പേഷ്യൻസിന്റെ ഡാറ്റ സെറ്റ് ചെയ്യലെന്നാണ്. പക്ഷേ അതിൽ എനിക്കൊരു ഇതും പ്രോപ്പറായിട്ട് തോന്നിയിട്ടില്ല. ഞങ്ങൾക്ക് ഈ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ആകുമ്പം ഈ നമ്മുടെ നാട്ടിലാണ് മറ്റേ ചീട്ട് എഴുതി അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിലോട്ട് ആഡ് ചെയ്ത് തോന്നി. ഇവിടെ മൊത്തം മറ്റേ കമ്പ്യൂട്ടർ സംഭവമാണല്ലോ പേഷ്യൻസിന്റെ. അതെ, ഇവിടെ കമ്പ്യൂട്ടർ സംഭവം പ്ലസ് മറ്റേ ഇതും ഉണ്ട്, പേപ്പർ. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പേപ്പർ വർക്ക്സ് ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് എനിക്ക് അടുത്ത സെമസ്റ്ററിൽ അങ്ങനെ പേപ്പർ വർക്ക്സ് പഠിപ്പിച്ചു തരും. അതായത് ഒരു പേഷ്യൻസിന്റെ പേപ്പേഴ്സ് എങ്ങനെ ഫില്ല് ചെയ്യണം, എങ്ങനെ അത് ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യണം, ഹോസ്പിറ്റലിൽ സബ്മിറ്റ് ചെയ്യേണ്ട പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് സെമസ്റ്ററിൽ എനിക്ക് ലാസ്റ്റ് പഠിപ്പിച്ചു തരും. അപ്പോൾ ഇതേപോലെ ഈ പറഞ്ഞ പോലത്തെ ഒരുപാട് സബ്ജക്റ്റ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ SPSS അങ്ങനത്തെ ഒരുപാട് സബ്ജക്റ്റ് ഉണ്ട്. ഒരു ബയോ എത്തിക്സ് ആണ് സബ്ജക്റ്റ് ഉണ്ട്. തോന്നുന്നു എന്തിനാ ബയോ എത്തിക്സ് ഞങ്ങൾക്ക് എന്തിനാ? ബയോഎത്തിക്സ് തന്നെ അല്ല, മെഡിക്കൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ വീടിൽ എന്തെങ്കിലും മെഡിക്കൽ ഉണ്ടെന്നൊക്കെ. പക്ഷെ ഇതിൽ ശരിക്കും നമുക്കൊന്നും മനസ്സിലാവില്ല എന്തിനാണ് ഈ സബ്ജക്റ്റ് പഠിക്കുന്നത് തോന്നിപ്പോ. ഞങ്ങളുടെ മെഡിക്കൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഇതിപ്പം മറ്റേ യൂട്രോഫി ഒക്കെ ഇല്ലേ, പേഷ്യൻസിന്റെ ദയാവധം, അതൊക്കെ നല്ലതാണോ അല്ലെങ്കിൽ അതൊക്കെ ഏത് കേസസിൽ യൂസ് ചെയ്യാം എന്നാണ് മെഡിക്കൽ എത്തിക്സ് പറയുന്നത്. പിന്നെ മെയിൻലി ഫോക്കസിങ് ഓൺ ഡൈവോഴ്സസ് തമ്മിൽ വരുമ്പം മറ്റേണൽ അല്ലെങ്കിൽ പെറ്റേണൽ ഏത് കുഞ്ഞ് ഏത് ഭാഗത്തോട്ട് പോകും. ഇപ്പം ഒരു കപ്പിള് വരുവാണ്, അതിൽ വിമൻ പ്രഗ്നന്റ് ആണ്, പക്ഷെ ഇവർ ഡൈവോഴ്സ് ആവാൻ നിൽക്കുവാണ്. അപ്പൊ ആർക്ക് ഈ കൊച്ചിനെ കൊണ്ടുപോകണം? എന്നുവെച്ചാല് ആക്ച്വലി കൊച്ചു വിളി വന്നിട്ടില്ല. അപ്പൊ അതിന്റെ കൺസേൺ ഫുൾ മദറിനാണ്. മദറിന് തീരുമാനിക്കാം ഇത് വേണോ വേണ്ടായോ എന്ന്. അങ്ങനെ മെഡിക്കൽ എത്തിക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്ട് നമുക്ക് ഫസ്റ്റ് സെമ്മിൽ കൊടുക്കുന്നുണ്ട്. ചവർ സബ്ജക്റ്റാ, കാരണം ടെക്സ്റ്റ് ഭയങ്കര എലാബറേറ്റഡാ, ക്വസ്റ്റ്യൻസും അതുപോലെതാ. അങ്ങനത്തെ കുറെ, പിന്നെ ലീഡർഷിപ്പ് ഒക്കെ ഉണ്ട് നമുക്ക്. ലീഡർഷിപ്പ് അങ്ങനത്തെ സബ്ജക്റ്റ് ഇല്ല. നമുക്ക് പിന്നെ രസമുള്ള സബ്ജക്റ്റ് ഉണ്ട്, മെഡിക്കൽ ടൂറിസം എന്നൊക്കെ പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ട്. അതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ ഇന്ത്യനെ കുറിച്ചൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ആയുർവേദത്തിനെ കുറിച്ചിട്ടൊക്കെ അതൊക്കെ ഇവിടെ ഭയങ്കര ബ്രീഫായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അവർ. ഓരോ രാജ്യത്തുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങൾ ഹോമിയോപ്പതി പറയുന്നുണ്ട്. ഇന്ത്യൻ സംഭവമാണോ എനിക്കറിയില്ല, പക്ഷേ ഇതൊക്കെ ഈ മെഡിക്കൽ ടൂറിസം കാറ്റഗറിയിലാണ് വരുന്നത്. ഹോമിയോപ്പതി, യുനാനി, അതുപോലെ അൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന സബ്ജക്റ്റ് ഉണ്ട്, അതിലും ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അത് സെൻട്രലി ഡിഫറെന്റ്. നമ്മളെ ഈ അൾട്ടർനേറ്റീവ് മെഡിസിൻ എനിക്ക് ഇപ്പോൾ ഈ സെമസ്റ്ററിൽ അതിൽ നമ്മളെ ഹിജാമ ഒക്കെ ഉണ്ടല്ലോ, നമ്മളെ കപ്പിംഗ് ആ സാധനമൊക്കെ പഠിപ്പിക്കുന്നത് ഈ അൾട്ടർനേറ്റീവ് മെഡിസിൻ ആണ്. ലിറ്ററലി എല്ലാ ടൈപ്പ് സാധനം പഠിപ്പിക്കുന്നുണ്ട്. അതെ. അപ്പൊ ഇക്കൊക്കെ ഏറ്റവും വേസ്റ്റ് ആയിട്ട് തോന്നിയ ഒരു സബ്ജക്റ്റ് ഏതാ? അത് ഈ SPSS തന്നെ കേട്ടോ. SPSS എന്താ? ഒരു ഡാറ്റാ ബേസ്. എന്തിനാണ് ആ സബ്ജക്റ്റ് എന്ന് സത്യം പറയുന്നത് ഇവിടെ പഠിച്ച ഒരാൾക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്താ അത് പഠിപ്പിക്കുന്നത്? എക്സൽ ഷീറ്റിലാണ് കളികളെല്ലാം. പേഷ്യൻസിന്റെ ഡാറ്റ ഒന്നല്ല, ഒരു ടാലി ആക്കുക, അങ്ങനത്തെ ഓരോ സാധനങ്ങൾ. ഒരു എങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല, ഒരു പറയാൻ പോലും അറിയത്തില്ല. അതെ, അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആണത്. ക്രെഡിറ്റ് ബാലൻസ് ചെയ്യാനാണ്, വേറെ ഒന്നുമല്ല. ഇവിടെ വന്നിട്ട് 6 years ആവുന്നു. ഇക്കടെ ഭയങ്കര മെമ്മർഫുൾ ആയിട്ടുള്ള ചെറിഷ് ചെയ്യുന്ന ഒരു മൊമെന്റ്, ഇവിടെ ഭയങ്കരമായിട്ട് ചെറിഷ് ചെയ്യുന്ന ഒരു മൊമെന്റ്. അത് ഈ ഹോസ്പിറ്റലിൽ കയറിയ സമയത്തുള്ളത് തന്നെ കേട്ടോ. ഹോസ്പിറ്റൽ ഫസ്റ്റ് ഹോസ്പിറ്റൽ, അതായത് നമ്മൾ ഈ തിയറി ബേസ്ഡ് കഴിഞ്ഞ് ക്ലിനിക്കൽ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഹോസ്പിറ്റൽ, അവിടെ നമ്മൾ സ്ക്രബ്സ് ഇടുന്നതും ഹോസ്പിറ്റലിലോട്ട് എൻ്റർ ചെയ്യുന്നതും അവിടുത്തെ നേഴ്സുമായിട്ടുള്ള ഇന്ററാക്ഷനും കാര്യങ്ങളും അവിടുത്തെ ക്ലാസ് റൂമിൽ ഇരിക്കുന്നതൊക്കെ. വേസ്റ്റ് ആയിട്ട് പറഞ്ഞാലോ? വേസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ കൊറോണ ടൈം തന്നെ ഉള്ളൂ. ഫസ്റ്റ് ആ ഒരു ഒഴിപ്പിയ ടൈം അക്കാഡമിക്കിൽ വെച്ച് നോക്കും. അപ്പൊ നമ്മൾ ഇത്രയും നേരം അക്കാഡമിക് ആണ് സംസാരിച്ചത്. നമുക്ക് വേറൊരു ടോപ്പിക് ഉണ്ട് ആക്ച്വലി, എക്സ്ട്രാ കരിക്കുലം. ഓക്കെ. യൂണിവേഴ്സിറ്റി ആക്ച്വലി എക്സ്ട്രാ കരിക്കുലം പ്രൊവൈഡ് ചെയ്യുമോ നിങ്ങൾക്ക്?
അതായത് ഒരുപാട് പരിപാടികൾ കൊടുക്കുന്നുണ്ട്. അതായത് ഈ കൾച്ചറൽ ഫെസ്റ്റ് പോലത്തെ, അതുപോലെ മറ്റേ ഫുട്ബോൾ കോമ്പറ്റീഷൻ, അതുപോലെ എല്ലാ, അതായത് നമുക്ക് തന്നെ UG പോർട്ടലിൽ തന്നെ നമുക്ക് ഒരുപാട് അവസരങ്ങൾ തരും. അതായത് UG പോർട്ടലിൽ നമുക്ക് മെസ്സേജസ് വരും, വോളിബോൾ കോമ്പറ്റീഷൻ വരുന്നുണ്ട്, ബാസ്കറ്റ് ബോൾ കോമ്പറ്റീഷൻ വരുന്നുണ്ട്, ഫുട്ബോൾ വരുന്നുണ്ട്, ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരുപാട്. ഞാൻ ഫുട്ബോൾ കാണാൻ പോയിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ വീക്കിൽ നിങ്ങളുടെ വലിയൊരു ഫെസ്റ്റ് നടന്നിട്ടിരിക്കുവാണ്, കൾച്ചറൽ ഫെസ്റ്റ് ഗലാട്ട നടന്നിട്ടിരിക്കുവാണ്. എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി വരാൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് നല്ല വലിയ ഗംഭീര സംഭവം. ഓൾമോസ്റ്റ് എല്ലാ UGയിലെ ഇന്ത്യൻസ് ഒരുവിധം എല്ലാ സ്റ്റുഡൻസും ഞാൻ അവിടെ മീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ഗംഭീര പരിപാടി. നിങ്ങൾ ഓർഗനൈസ് ചെയ്തു, നിങ്ങളും കൂടി നമ്മളെ ടീം മാനേജ്മെന്റിൽ നമ്മളും ഉണ്ടായിരുന്നു. അതെ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഓർഗനൈസേഷൻ? അതായത് UGയില് ഒരു കുറച്ച് അറൗണ്ട് ഒരു 1-2 ഇയേഴ്സിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു പരിപാടി നടക്കുന്നത്. ഗംഭീര ഇത്രയും ബിഗ്ഗസ്റ്റ് ഇവന്റ് ആയിട്ട് നടക്കുന്നത്. അതെ, ബിഗ്ഗസ്റ്റ് ഒരു ഹാളൊക്കെ എടുത്ത് വേണ്ടി നടത്തിയത്. അതായത് എന്തായാലും 6th ഇയർ ഫൈനൽ ഇയർ ആയി, ഇനി ഇതൊക്കെ തന്നെ മെമ്മറി ആയിട്ട് ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഗംഭീരമായിട്ടുള്ള പരിപാടി തന്നെയായിരുന്നു. ഒരു ചെറിയ എമൗണ്ട് വാങ്ങി കുട്ടികളെല്ലാം, ഭയങ്കര ചെറിയ എമൗണ്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രോഗ്രാം നടക്കുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ എമൗണ്ട് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. 15 ചെല്ല് വാങ്ങിയിട്ട് ഇത്രയും കുട്ടികൾ അറൗണ്ട് ഒരു 800-900 കുട്ടികൾ നമ്മളൊക്കെ അങ്ങോട്ട് എത്തിക്കാൻ പറ്റി. അതെ, ഓ ഭയങ്കര ടോപ്പ് പരിപാടിയായിട്ട് മാറിയത് ശരിക്കും ടിബ്ലിസിൽ തന്നെ. ഇപ്പൊ പിന്നെ ഓരോ ഇങ്ങനെ എമർജിംഗ് ആയിട്ട് വരുന്നുണ്ടല്ലോ ഓരോരോ കൾച്ചർ. ഇതിപ്പോ നമ്മൾ നടത്തിയോണ്ട് തന്നെ വേറെ യൂണിവേഴ്സിറ്റിന്റെ പരിപാടികൾ വരുന്നുണ്ട്, അപ്കമിങ് ഓരോ വീക്ക്ലി പരിപാടികൾ വരുന്നുണ്ട്. അതെ. അപ്പം ഏറ്റവും കൂടുതൽ പോയ ഒരു സംഭവം പറയുമോ? ഇപ്പം ജോർജിയയിൽ ഇപ്പം ഞാൻ ഇങ്ങനെ ചോദിക്കാം, ഭയങ്കര ഇപ്പം കൾച്ചറൽ ഫെസ്റ്റിവലിനാണോ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത്, വർക്ക്ഷോപ്പിനാണോ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത്? അങ്ങനെ നോക്കുമ്പോൾ വർക്ക്ഷോപ്പ് ആയിരിക്കും അല്ലേ? ഞാൻ വർക്ക്ഷോപ്പിനും പോയിട്ടില്ല, കൾച്ചറലിനും പോയിട്ടില്ല. വർക്ക്ഷോപ്പിന് ഞാൻ വെരി റയർ, ഞാൻ പറഞ്ഞില്ലേ 1-2 വർക്ക്ഷോപ്പിനെ ഞാൻ പോയിട്ടുള്ളൂ. പിന്നെ അങ്ങനത്തെ സെമിനാർസ് അറ്റൻഡ് ചെയ്യലുണ്ട്. അതുപോലെ ഇവിടുത്തെ ഒരുപാട് ഇപ്പോൾ ഇന്റർനാഷണൽ ബേസിൽ ഒരുപാട് ടീം വരുന്നുണ്ട് സെമിനാർസ് അറ്റൻഡ് ചെയ്യാൻ. വർക്ക്ഷോപ്പ് അല്ല, ഒരു സെമിനാർസ് വരും ഓരോ ടോപ്പിക്. ഇപ്പോൾ അനാട്ടമി ബേസ്ഡ്, അല്ലെങ്കിൽ കാർഡിയോളജി ബേസ്ഡ്, ഗൈനക്കോളജി ബേസ്ഡ് ഒക്കെ വലിയ വലിയ പ്രൊഫസേഴ്സ് US നിന്ന് UK എന്നൊക്കെ വന്ന ഓരോ വർക്ക്ഷോപ്പ് നടത്തും. അതിലത്തിന് നമുക്ക് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും കിട്ടും. വാലിഡ് ആണ്. സിവിൽ ആഡ് ചെയ്യാൻ പറ്റും. നല്ല വാല്യൂ ആണ്. അതെ, അങ്ങനത്തെ പരിപാടിക്ക് പോകാറുണ്ട്. അല്ലാതെ ഇങ്ങനത്തെ ഇല്ല, ഇങ്ങനത്തെ ഒരു എന്റർടൈൻമെന്റ് ഞാൻ അധികം ഒരു ഇതാക്കി എടുത്തിട്ടില്ല. ജോർജിയയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്ലേസ് ഏതാ? അത് ഗുദാരി തന്നെ. ഗുദോരിയാണോ നല്ല ഭംഗിയുള്ള സ്ഥലം? ഒരുപാട് വേറെ സ്പേസുകളുണ്ട്, ബട്ട് സ്റ്റിൽ ഞാൻ എപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്നത് അടുത്താണോ? 2.5 hours. മാട്ട്വില്ലി, കുത്തായിസി, മാട്ട്വില്ലി കാനിയോൺസ് കാര്യങ്ങൾ, അത് വേറൊരു ഓരോ സ്ഥലങ്ങളും ഓരോ ടൈപ്പാണ് ഇവിടെ. അതായത് ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവർക്ക് എന്ത് ടൈപ്പ് സ്ഥലമാണോ കാണേണ്ടത് അത് ഇവിടെ ഉണ്ട്. അതാണ് ജോർജിയയുടെ ഒരു പ്രത്യേകത. ഓക്കെ. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ ഫുഡ് മാനേജ്മെന്റ് പറഞ്ഞിട്ടില്ല, കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞു. കുക്കിംഗ് ഞാൻ പറഞ്ഞല്ലോ, കുക്കിംഗ് ഉണ്ട്. അതുപോലെ ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിക്കാറുണ്ട്. ഇപ്പോൾ ഒരുപാട് ഹോട്ടൽ വന്ന് എമൗണ്ട് ഒക്കെ ചെറിയ എമൗണ്ടിന് ഫുഡ് കിട്ടുന്ന ഒരുപാട് ഹോട്ടൽസ് വന്ന് ഒരുവിധം എല്ലാ കൺട്രീസിൻ്റെ ഹോട്ടൽ, ഇപ്പോൾ ഇറാനി ഫുഡ് ഉണ്ട്, അതുപോലെ ടർക്കിഷ് ഫുഡ് ഉണ്ട്, അതുപോലെ അസർബൈജാനി ഫുഡ്സ് കിട്ടുന്ന ഷോപ്പുണ്ട്. ഇപ്പോൾ എല്ലാ കൺട്രീസിൻ്റെ ഫുഡുകളും ഇവിടെ എത്തി. ഇപ്പോൾ കറൻറ്റ്ലി ഇപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയി. ഇപ്പോൾ ടീ ഷോപ്പ് മുതൽ ഒരുപാട് വൈഡ് വെറൈറ്റീസ് ഇപ്പോൾ ഫുഡുകൾ സ്നാക്സ് മാത്രം കിട്ടുന്ന ഷോപ്സ് അതെ, അതുവരെ ആയിപ്പോ ഇവിടെ. അപ്പൊ നിങ്ങൾക്കൊക്കെ ഭയങ്കര ഭാഗ്യമാണ്. ഞങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ പോണ സമയത്താണ് ഇതൊക്കെ വരുന്നത്. പക്ഷേ സബർത്താലോ ലൈനിലാണ് ഇതെല്ലാം ഉള്ളത്, കൂടുതൽ ഈ ഭാഗത്താണ്. പിന്നെ മെട്രോ ഉണ്ടല്ലോ, കണക്ട് ചെയ്യാൻ ഭയങ്കര ഈസി. പക്ഷെ എന്നാൽ നമുക്ക് അവിടുന്ന് ഞാനൊക്കെ വരണമെങ്കിൽ ഒരു 45 മിനിറ്റ് എടുക്കും. ഈ ലൈനിലുള്ള ആരെങ്കിലും ഒക്കെ അവിടെയും കൂടി എന്തെങ്കിലുമൊക്കെ തുടങ്ങണം. റീസെന്റ് ഇപ്പൊ ഓപ്പൺ ആക്കുന്നുണ്ട് അവിടെ, എന്തൊക്കെ ടീ ഷോപ്പ് ഒക്കെ എന്തോ വരുന്നുണ്ട്, ഞാൻ പോസ്റ്ററൊക്കെ കണ്ടിട്ടുണ്ട്. ടീ ഷോപ്പോ? നല്ല കാര്യം. കാരണം അവിടെ 2-3 റെസ്റ്റോറൻറ്റ്സ് ഉള്ള ആ ഒരു ലൈനിൽ ഇവിടെയാണ് കുറച്ചുകൂടി. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഇപ്പോൾ വന്ന് കറന്റ്, അത് ഒരു വലിയ കാര്യമാണ്. കാരണം ശരിക്കും റെസ്റ്റോറൻറ്റ്സ് വേണം, എന്നാലും ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവുള്ളൂ. കോമ്പറ്റീഷൻ ഉണ്ടായ ലെവലിൽ സ്റ്റുഡൻസിന് ഈ പ്രൈസ് കുറച്ച് കൊടുക്കാൻ പറ്റുള്ളൂ, മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ഷോപ്പിൽ 10 ലാരി ആണെങ്കിൽ ഒരു ഷോപ്പിൽ 8 ലാരിക്ക് അവർ കോമ്പറ്റീഷന് വേണ്ടി കൊടുക്കും. അത് ശരിക്കും സ്റ്റുഡൻസിന് ബെനിഫിറ്റാണ്. അപ്പോൾ അത് ശരിക്കും നല്ലൊരു കാര്യമാണ്. ഇവിടുത്തെ ഏറ്റവും നല്ലൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പറഞ്ഞാൽ ഇത് പറയും. അങ്ങനെ എന്നോട് ചോദിക്കരുത്. എല്ലാ റെസ്റ്റോറൻറ്റിലും എൻ്റെ ഫ്രണ്ട്സ് കാര്യങ്ങളുണ്ട്, അവരൊക്കെ ഇത് കാണുന്നതാണ്. ഇപ്പൊ ഞാൻ ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പറയും നമ്മൾ പറഞ്ഞല്ലോ എന്ന് പറയും. എല്ലാം അടിപൊളിയാണ്, എല്ലാ റെസ്റ്റോറൻറ്റിലും ഓരോ ഡിഷ് അടിപൊളിയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കംഫർട്ടിംഗ് ഫുഡ് പറ. ഓഫ് കോഴ്സ് ബിരിയാണി. എവിടുത്തെ ബിരിയാണി? അതാണ് ക്വസ്റ്റ്യൻ. ബിരിയാണി എല്ലായിടത്തും അടിപൊളിയാണ്. അങ്ങനെ ഒരിക്കലും എനിക്ക് പേര് പറയാൻ പറ്റില്ല. എന്താ അറിയോ, ഭയങ്കര ഇതല്ല. ഐ മീൻ ഇപ്പോൾ അവിടുത്തെ ഓരോ ഷെഫുമാർ വരെ നമ്മളൊരു ഭയങ്കര കമ്പനിയാണ്. അതൊക്കെ നമ്മൾ ഈ ടീ ഷോപ്പിലൊക്കെ പോകുമ്പോൾ സംസാരിച്ചിരിക്കണേ എല്ലായിടത്തും. കാരണം
ജോർജിയ ഭയങ്കര ചെറുതാണ്, നമ്മളെല്ലാവരും എപ്പോഴും കാണും. ടീ ഷോപ്പാണ് നാട്ടിലെ ഷവർമ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലേ. നാട്ടിലെ ഷവർമ കണ്ടുവിടെ. ഞാൻ ഷവർമ കഴിക്കത്തില്ല പക്ഷെ ഞാൻ അവിടുത്തെ ഷവർമ ഞാൻ കഴിക്കും. ടീ സ്പോട്ട്. അതെ, ടീ സ്പോട്ട്. പിന്നെ അപ്പം എന്തായാലും ഫേവറേറ്റ് ഫുഡ് സ്പോട്ട് പറയത്തില്ലെന്ന് മനസ്സിലായി. ആകെ അവിടെ 2 മെയിൻ ഫുഡ് സ്പോട്ടേ ഉള്ളൂ, പാലസ് കിച്ചണും ലഞ്ച് ബോക്സും. അവിടുത്തെ രണ്ടോടത്ത് ബിരിയാണി അടിപൊളിയാണ്. അതെ, 2 ആൾക്കാരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2 പേർക്ക് സന്തോഷമായിട്ടുണ്ട്. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് നേരമായി നമ്മൾ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അതെ, ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തില്ലേ? ഓൾമോസ്റ്റ് എല്ലാം. ഈ ഒരു ജേണി മൊത്തം ഞാൻ ഇപ്പോൾ പറഞ്ഞു. ഇവിടുത്തെ എൻ്റെ റൊട്ടേഷൻസ് കാര്യങ്ങൾ, ഫുഡ് ആണെങ്കിലും ശരി, ഡോക്ടേഴ്സ് ആണെങ്കിലും ശരി. ഇല്ല, നിർത്തുന്നതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇക്കൊക്കെ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ഒരാളെ പറയാൻ പറ്റും? ഏറ്റവും കൂടുതൽ, അതായത് ഇക്കട ഇത്രയും ജേർണിയിൽ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള, ഏറ്റവും കൂടുതൽ നല്ല നല്ല സൗഹൃദം, ഇപ്പം നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, ഏറ്റവും കൂടുതൽ ഈ ഒരു ജേർണിയിൽ ഹെൽപ്പ് ചെയ്തിട്ടൊരു ഹ്യൂമൻ? അത് തഫ്ഷീർ ഖാൻ എന്ന് പറയും. ഓ സീൻ. അത് തഫ്ഷി മച്ചാൻ എന്ന് പറയും. തഫ്ഷീർ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐക്കൺ ആണ്, ഇൻഫ്ലുവൻസർ. ഫ്രം ദ ഫസ്റ്റ് ഇയറിന്റെ കൂടെ ഉണ്ട് ആള്. ഇപ്പോഴും സ്റ്റിൽ പോയിന്റെ കൂടെ ഉണ്ട്. എനിക്ക് കുറെ കുട്ടികളുടെ ഒരു മച്ചാന്ന് വിളിക്കുന്നത്. അതെ, നമ്മുടെ തഫ്ഷി മച്ചാൻ. അതെ, കറക്റ്റ്. തഫ്ഷി മച്ചാൻ ഏറ്റവും ഇഷ്ടമുള്ള ആള്. അതെ, ഫ്രം ദ ഫസ്റ്റ് ഇയർ ഓൺവേർഡ്സ് ഈ ഫൈനൽ ഇയർ മുതൽ ആളിന്റെ കൂടെ ഈ കൊറോണ സമയത്ത് വരെ. അതായത് നമ്മൾ അറിയാലോ, സ്വാഭാവിക രാജ്യത്തേക്ക് വരുമ്പോൾ നമുക്ക് ഹോം സിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്തൊക്കെ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്തുന്ന ഒരേ ഒരു വ്യക്തി. അത് ഞാൻ എൻ്റെ ഇൻസ്റ്റ നോക്കുകയാണെങ്കിൽ പോലും ഒരു 6 കൊല്ലം മുന്നത്തെ പോസ്റ്റ് എടുത്ത് നോക്കിയാൽ വരെ മൂപ്പരെ കൂടെയുള്ള ഫോട്ടോ കാണാൻ പറ്റും. ഞാൻ ജോലിയിൽ വന്ന സമയത്ത് മുതലുള്ള. അതെ, ആ സമയം മുതൽ ഈ സമയം വരെ ആളിന്റെ കൂടെ ഉണ്ട്. അതെ. അപ്പോൾ ഇപ്പം നമ്മുടെ പോഡ്കാസ്റ്റ് കാണുന്ന മിക്കവാറും ഇങ്ങോട്ട് വരുന്ന കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ ഇവരോടൊക്കെ എന്താണ് ഇക്കാക്ക് പറയാനുള്ളത്? ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന, ഇപ്പോൾ MBBS ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന കുട്ടികളാണ് എനിക്ക് പറയാനുള്ളത്, അത്രയും ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ മാത്രം MBBS എന്ന സബ്ജക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. നിങ്ങൾ പുറത്തുള്ള അല്ലെങ്കിൽ നാട്ടിലുള്ള ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ട് MBBS ഭയങ്കര എളുപ്പമാണ്, അത് ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റും പുറത്തു നിന്നൊക്കെ നോക്കിയിട്ട് ഒരിക്കലും നിങ്ങൾ വരരുത്. ഇത് നിങ്ങളൊരു ലൈഫ് ചേഞ്ചിങ് ടൈമാണ്. ഈ സമയത്ത് നിങ്ങൾ ചൂസ് ചെയ്ത് വരുമ്പോൾ, പ്രത്യേകിച്ച് MBBS പോലത്തെ ഒരു കോഴ്സ് എടുത്ത് വരുമ്പോൾ, അത് നിങ്ങൾ ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ 6 ഇയേഴ്സ് ജേർണി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആണ്, പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ MBBS എടുത്ത് വരിക. പിന്നെ ഇവിടെ ഉള്ള കുട്ടികളോട് പറയുകയാണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് വേണം, ബട്ട് സ്റ്റിൽ അതിൻ്റെ കൂടെ കുറച്ച് പഠിത്തം കൂടി നിങ്ങൾ ക്യാരി ഓൺ ചെയ്ത് പോവുക. അത്ര തന്നെ പറയാനുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് പോഡ്കാസ്റ്റ്. അപ്പം നമ്മൾ നാളെ അടുത്തൊരു സംഭവമായിട്ട് വരാം. ടാറ്റ കൊടുക്കും. ബൈ.